നമസ്കാരം. നമസ്കാരം. നമ്മുടെ കൂടെയുള്ളത് വളരെ സുപ്രസിദ്ധനായ, ഒരുപക്ഷെ ഈ ഒരു ശാസ്ത്രശാഖയിൽ ഏറ്റവും കൂടുതൽ പരിജ്ഞാനമുള്ള, അറിവുള്ള, എന്നാൽ സാധാരണക്കാരനുള്ള എന്ത് സംശയങ്ങളും ദൂരീകരിക്കാൻ തക്ക പ്രാപ്തിയുള്ള ഒരു വ്യക്തിയാണ്. കുട്ടേട്ടൻ എന്ന് ശിഷ്യന്മാരെല്ലാരും വിളിക്കുന്ന ശ്രീ KS രാവ് ഉണ്ണിപ്പണിക്കർ ആണ് നമ്മുടെ കൂടെയുള്ളത്. അപ്പൊ സ്വാഗതം കുട്ടേട്ട. ഞാനും ആ സ്വാതന്ത്ര്യം എടുത്ത് വിളിക്കുകയാണ് കേട്ടോ കുട്ടേട്ടാന്ന്. ഒരുപാട് പേരായിട്ട് ഇങ്ങനെ കാത്തിരിക്കുകയാണ് എന്താ ഇന്നത്തെ പ്രത്യേക ചർച്ചാ വിഷയം എന്നറിയാനായിട്ട്, ഇത് എങ്ങനെയായിരിക്കും ഈ ചർച്ച എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട്. ഞാൻ ഒറ്റ കാര്യം ആദ്യം ഒന്ന് ചോദിച്ചോട്ടെ, കാര്യം ഇതിന്റെ ലിങ്കുകളൊന്ന് അയച്ചു കൊടുക്കേണ്ടതാണ്, ഇത്തിരി ലേറ്റ് ആവുന്നു കേട്ടോ. എങ്ങനെയായിരുന്നു ഈ ചെറുപ്പത്തിലുള്ള ഒരു കാര്യങ്ങളുണ്ടോ? കുട്ടിക്കാലമാണല്ലോ എല്ലാത്തിന്റെയും തുടക്കം എന്ന് പറയുന്നത് നമ്മള്. അപ്പൊ ഈ കുട്ടിക്കാലം എന്തൊക്കെയായിരുന്നു, എങ്ങനെയായിരുന്നു, എവിടെയായിരുന്നു പഠനമൊക്കെ? പഠനം വീട്ടിൽ നിന്ന് തന്നെ ഇവിടെ സ്കൂളിലായിരുന്നു. ഇവിടുത്തെ ഒട്ടനാട് സ്കൂൾ 10th വരെ, 10ാം ക്ലാസ് വരെ പഠിച്ചു. 1964 എന്റെ SSLC കഴിഞ്ഞു. പിന്നെ പാസ്സാകുന്നതോടുകൂടി ആ കൊല്ലം തന്നെ എൻ്റെ അച്ഛൻ സുഖമില്ലാതെ കിടപ്പാവുകയാണ്. പിന്നെ അപ്പൊ അങ്ങനെ അന്ന് എനിക്ക് 14.5 വയസ്സാണ്. SSLC എക്സാം അപ്പിയർ ചെയ്യാൻ 6 മാസത്തെ പോരായ്മ വന്ന് അതിന് സർട്ടിഫിക്കറ്റ് ഒക്കെ ഹാജരാക്കി അങ്ങനെയൊക്കെയാണ് ഉണ്ടായത്. അത്രയും നേരത്തെ SSLC കഴിഞ്ഞു. പക്ഷെ നിർഭാഗ്യവശാൽ അത് കഴിഞ്ഞ് ഉടനെ അച്ഛൻ്റെ അസുഖവും പിന്നെ കുടുംബ പ്രാരബ്ധമായിട്ട് വരിക എൻ്റെ ജീവിതം. അപ്പൊ കുട്ടിക്കാലം എന്നുള്ളതൊന്നും എനിക്ക് ശരിക്കും ഉണ്ടായിട്ടില്ല. ഈ 14.5 വയസ്സിൽ എൻ്റെ കുടുംബത്തിന്റെ ഭാരം മുഴുവൻ എൻ്റെ തലയിൽ വരികയും പിന്നെ അവിടുന്ന് അങ്ങോട്ട് പ്രയത്നം തന്നെയാണ്. പിന്നെ പഠനവും, പിന്നെ ജ്യോതിഷ പഠനത്തിലേക്ക് നീങ്ങി ജ്യോതിഷം പഠിച്ചു. ജ്യോതിഷത്തോടൊപ്പം അന്ന് മുതൽ തന്നെ, അതിന് മുൻപ് തന്നെ 8ാം ക്ലാസ് പഠിക്കുമ്പോൾ തന്നെ സംസ്കൃത പഠനം തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പെരിങ്ങോട്ട് രാമവാര്യർ സംസ്കൃത പഠനം കഴിഞ്ഞിരുന്നു. ആ സംസ്കൃത പഠനം കഴിഞ്ഞ് പിന്നെ അത് കഴിഞ്ഞൊരു 4-5 കൊല്ലത്തോളം അദ്ദേഹത്തിൻ്റെ അടുത്തുണ്ടായി. അപ്പം SSLC കഴിഞ്ഞ് ഒരു 3 കൊല്ലം കഴിഞ്ഞപ്പോൾ ഞാൻ വീണ്ടും സംസ്കൃത പഠനം ഉപരിപഠനത്തിനായിട്ട് കടുങ്ങോട് ബാലകൃഷ്ണ പഠിക്കുന്ന മാഷടുത്ത് പഠിച്ചു. അപ്പോഴും പഠിക്കാൻ പോവും വേണം, അതേസമയം കുടുംബം പുലർത്തും വേണം. ഭക്ഷണം ഉണ്ടാക്കണ്ടേ, എല്ലാ ഈ അമ്മയ്ക്കും തെങ്ങന്മാരും കുട്ടികളൊക്കെ ഉള്ളതല്ലേ. അപ്പൊ ആ 2 ജോലി എൻ്റെ അടുത്തായിരുന്നു. അപ്പൊ ഒരു നേരത്തൊന്ന് എപ്പോഴെങ്കിലും ഉച്ചയിട്ട് പഠിക്കാൻ പോവും. ബാക്കിയുള്ള സമയം ജോലിസ്, എന്താ വെച്ചാൽ ജോലിസ് എന്നൊന്നും പറയാൻ പറ്റില്ല, എന്തോ ഒരു വിഡ്ഢിത്തങ്ങളൊക്കെ കാണിക്കും. പക്ഷെ എന്തോ ഗുരുനാഥന്മാരുടെ അച്ഛൻ്റെ അനുഗ്രഹം കൊണ്ട് നാട്ടുകാർക്കുള്ള വാത്സല്യം കൂടി വെച്ചിട്ട് എനിക്ക് ബുദ്ധിമുട്ടില്ലാതെ അങ്ങനെ കഴിഞ്ഞു പോകുന്നു. ആ പഠനം എന്നുള്ള കാര്യം ഞാൻ വിടാതെ തുറന്നു പോകുന്നു. അതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനുള്ളത് എനിക്ക്. എന്നുള്ള തലമുറയോടും പറയാനുള്ള കാര്യം അതാ, അത് നിർത്തുക എന്നുള്ള ജീവിതത്തിൽ പാടില്ല. ഇന്ന് 72 വയസ്സായി, 71 വയസ്സായി എനിക്കിപ്പോൾ. 1949 ജനിച്ചത് ഞാൻ. പക്ഷെ 71 വയസ്സായാലും ഇന്നും ഞാൻ 1-2 ശ്ലോകം പഠിക്കാത്തൊരു ദിവസം ഉണ്ടാവില്ല, പുസ്തകം തൊടാത്തൊരു ദിവസം ഉണ്ടാവില്ല. രാത്രി കിടന്നു തുടങ്ങുന്നതിന് മുമ്പ് എങ്ങനെയായാലും 1 മണിക്കൂർ നേരം പുസ്തകങ്ങളോട് സഞ്ചരിക്കുക. അതിപ്പോ ഈ പുതിയ തലമുറയോട് എനിക്ക് പറയാനുള്ളത് അത് തന്നെയാണ്. നിങ്ങൾ പഠനം കഴിഞ്ഞു, ഞാൻ എല്ലാം പാസ്സായിരിക്കുന്നു, പെർഫെക്റ്റ് ആയി എന്നുള്ള ധാരണയിൽ ഒരാൾ ഇരിക്കാൻ പാടില്ല. പഠിച്ചുകൊണ്ടേയിരിക്കുക. അതാണ് ഈ ഇദ്ദേഹം പറയേണ്ടതിനെ പറ്റിയിട്ട്. എന്താണ്? അജരാമരവൽ പ്രജ്ഞോ വിദ്യാമർത്ഥം ച സാധയേത് ഗൃഹീതയോ കേശേന മൃത്യുനാ ധർമ്മമാചരേത്. ഇതാണ് എനിക്ക് എല്ലാവരോടും പറയാനുള്ള വാക്കും. ധനം സമ്പാദിക്കുമ്പോഴും വിദ്യ സമ്പാദിക്കുമ്പോഴും നാം ഇവിടെ 100-200 കൊല്ലം ജീവിക്കാൻ പോകുന്നുണ്ട് എന്നുള്ള ആ മെന്റാലിറ്റി വെച്ചുകൊണ്ടായിരിക്കണം ഈ 2 കാര്യങ്ങൾ. ധനസമ്പാദനത്തിനും അതെ, വിദ്യ സമ്പാദിക്കുമ്പോഴും അങ്ങനെയാണ്. അത്ര മതി, ഇനിയിപ്പത്ര കൊല്ലല്ലേ ഉള്ളൂ, മരിക്കാൻ പോവായില്ലേ, ഇനിയിപ്പത്ര വേണ്ട, അങ്ങനെ ഈ 2 കാര്യം പാടില്ല എന്ന്. വിദ്യാം അർത്ഥം ച സാധയേത് ഗൃഹീതയവ കേശേന മൃത്യുനാ ധർമ്മമാചരേത്. അതാണ് രസം. 2 കൂട്ടുള്ള വളരെ വളരെ എക്സ്ട്രീമാണ് ഈ 2. ഒന്ന്, ഞാൻ ഈ ഭൂമിയിൽ ഒരു 100-200 കൊല്ലം ജീവിച്ചിരിക്കാൻ പോകുന്നുള്ള ആറ്റിറ്റ്യൂഡിലാവണം ധനസമ്പാദനവും വിദ്യാസമ്പാദനവും. ധർമാചരണത്തിൽ, ധർമ്മം എന്നുള്ളതുകൊണ്ടോ ഡ്യൂട്ടി എന്ന് വെച്ചോളൂ, നമ്മൾ ഓരോ ദിവസം ചെയ്യേണ്ട ഡ്യൂട്ടീസ് അവിടേക്ക് എത്തുമ്പോ ഗൃഹീതൈവ കേശേന മൃത്യുന, മൃതി വന്ന്, അതായത് കാലം വന്ന് തൻ്റെ തലയിൽ മുടി ചുറ്റിപ്പിടിച്ചിരിക്കുന്നു എന്നുള്ള ധാരണയിൽ, അതായത് ഇന്ന് മാത്രമേ നമ്മുടെ മുന്നിലുള്ളൂ, നാളേക്ക് വെച്ചേക്കരുത് എന്നർത്ഥം. അതാണ് ഡ്യൂട്ടീസ് ചെയ്യേണ്ടത്.
ധർമ്മം. അപ്പോ ഡ്യൂട്ടി ചെയ്യുമ്പോൾ, ധർമ്മം ചെയ്യുമ്പോൾ ഈ മനസ്ഥിതി ഇങ്ങനെയും ഇന്നേ എനിക്കുള്ളൂ നാളേക്കില്ല, നാളെ ഒരാൾ അസുഖം ആയിട്ട് കിടക്കുന്നു കേട്ട് കഴിഞ്ഞാൽ നാളെ പോയി കാണാം എന്ന് വെക്കാൻ പാടില്ല ഒരാളും. ഇന്ന് തന്നെ കാണണം, സംശയമില്ലാത്ത കാര്യം. നാളെ എന്നുള്ള എനിക്കില്ല, ആളുടെ കാര്യമല്ല പ്രശ്നം, നമുക്ക് നാളേക്ക് ഉണ്ടായിക്കോളുന്നില്ല. അപ്പോൾ ധർമ്മം അനുഷ്ഠിക്കുമ്പോൾ ഇന്നേ എനിക്കുള്ളൂ എന്ന ധാരണയിലും, വിദ്യ അഭ്യസിക്കുമ്പോൾ ഞാനിവിടെ 100 കൊല്ലം ജീവിക്കാൻ പോകുന്നു എന്നുള്ള ധാരണയിലും, ഇത് 2 വ്യത്യസ്തങ്ങളായ ആറ്റിറ്റ്യൂഡിലാവണം എന്നാണ്. അപ്പൊ ആൾക്ക് ഗുരുനാഥന്മാരെ വാക്ക് കേട്ട് അതനുസരിച്ച് അതന്നെയാണ് ഇന്നും തുറന്നു പോകുന്നതും ഈ 2 കാര്യങ്ങളിൽ ഇങ്ങനെ. ശരി. എന്നാലും ഈ ചെറുപ്പത്തിലെ പഠനമുണ്ടല്ലോ, നമ്മുടെ ഈ പഠനം കഴിഞ്ഞ ഒരു 10ാം ക്ലാസ് ഒക്കെ കഴിയുന്ന സമയത്ത് ഈ ശാസ്ത്രശാഖയിലേക്ക് കടന്നു വരാനായിട്ട് ഒരു നിമിത്തം ഉണ്ടാവുമല്ലോ, അതെന്തായിരുന്നു? എങ്ങനെയാണ്? വീട്ടിലെ സിറ്റുവേഷൻ ആണോ അതോ? അത് നിമിത്തമല്ലല്ലോ, പാരമ്പര്യ ജ്യോത്സ്യന്മാരില്ല, നമ്മുടെ കുടുംബം തന്നെ പരമ്പരാ ജ്യോത്സ്യന്മാരില്ല. അച്ഛനും മുത്തച്ഛനും എത്രയോ തലമുറകളായിട്ട് ജ്യോത്സ്യ കുടുംബമായതുകൊണ്ട് തന്നെ ആ കാര്യത്തിൽ സംശയമില്ല. പിന്നെ വേറെ ആ സമയത്ത് വേറെ ഉപജീവനമാർക്ക് ഇല്ല. കാരണം ഇതൊക്കെ എവിഡൻസ് കയറിയിട്ടൊക്കെ അല്ലാതെ വേറെ എന്താ 14-15 വയസ്സുള്ള ആൺകുട്ടി എന്താ ചെയ്യാ, എന്ത് ചെയ്യാൻ പോണു? പിന്നെ ഒരു ക്വാളിഫിക്കേഷൻ സമ്പാദിച്ച് ജോലി സമ്പാദിച്ച് അതൊന്നും ചിന്തിക്കാൻ പോലും പറ്റാത്ത, ഞാൻ പലതും ചിന്തിച്ചിരുന്നായിരുന്നു, അച്ഛനും പ്ലാൻ ഉണ്ടായിരുന്നു അത്, പക്ഷെ അതിന് സാധിക്കാത്ത സാഹചര്യം ഒന്നും ഉടനെ ഇരിക്കേണ്ട ഇറങ്ങുകയായി. ഞാൻ പറഞ്ഞില്ലേ, അന്ന് തന്നെ ഇറങ്ങുക പറഞ്ഞില്ലേ. അത് എന്തുകൊണ്ട് പഠിച്ചിട്ടുമില്ല. അപ്പം ജ്യോതിഷമല്ല, ഞാൻ സംസ്കൃതം കുറെ പഠിച്ചു വന്നിരുന്നു, ജ്യോതിഷം വേണമെങ്കിൽ പഠിച്ചിട്ടുണ്ടാവില്ലേ ശരിക്കും. പിന്നെ ടെക്സ്റ്റും പുസ്തകവും ഞാനുമായിട്ട് ഇങ്ങനെ പോയി ഗുരുനാഥന്മാരത്തെ വിട്ട് പഠിച്ച് ഒപ്പം പഠിച്ച് എത്തിയതാണ്. പിന്നെ ഹോരാപഠനം, പിന്നെ ബാലപാഠനങ്ങൾ അച്ഛൻ്റെ അടുത്ത് നിന്ന് പഠിച്ചു, ഒരു കൃഷ്ണമാർഗം വരെയുള്ള എല്ലാം അച്ഛൻ്റെ അടുത്ത് പഠിച്ചു. പിന്നെ ഹോര പഠിക്കാനാണ് ഞാൻ ഇവിടേക്ക് പോയത്, കടുങ്ങോട് ബാലകൃഷ്ണൻ പഠിക്കുന്ന മാഷ്, കഥാ ബാലകൃഷ്ണൻ പഠിക്കുന്ന മാഷ് എനിക്ക് ഹോര വൃത്തിയായിട്ട് എടുക്കുമായിരുന്നു. അത് മുഴുവൻ തറവായിട്ട് ഞാൻ പഠിക്കുകയും ചെയ്തു. അതാണ് ഒരു ജീവിതത്തിലെ നേട്ടം. കുട്ടേട്ടാ, നമ്മളൊക്കെ സാധാരണ ഇതിൽ ഇപ്പൊ എന്നെ പോലുള്ള ആളുകൾക്കൊന്നും ജ്യോതിഷം എന്താണെന്ന് അറിയില്ല, ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അറിയില്ല. അപ്പൊ ഞങ്ങൾക്ക് സ്വാഭാവികമായിട്ട് ആദ്യം തന്നെ എനിക്ക് ചോദിക്കാനുള്ളത്, എന്താണ് ഈ ജ്യോതിഷം? 2, ഈ ജ്യോതിശാസ്ത്രം എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട് നമ്മൾ പലപ്പോഴും. അപ്പൊ ഈ ജ്യോതിശാസ്ത്രവും ജ്യോതിഷവും ഒന്നാണോ അതോ അത് 2ആണോ? അതേപോലെ തന്നെ ഈ ജ്യോതിഷവും ജ്യോതിശാസ്ത്രവും എന്ന് 2ആണെങ്കിൽ തന്നെ ജ്യോതിഷത്തിന് ശാസ്ത്രീയത എന്തെങ്കിലും ഉണ്ടോ? അതോ വെറുതെ നമ്മൾ ശാസ്ത്രീയത ഉണ്ടെന്ന് കുറെ പേര് പറയുന്നു, ഇല്ലാതെ കുറെ പേര് പറയുന്നു, ഒരു അർത്ഥമില്ലാത്ത കുറെ ഡിബേറ്റുകൾ ഇങ്ങനെ നടക്കുന്നു എന്നുള്ളതാണ്. ഇതിന് വ്യക്തമായിട്ടുള്ള ഉത്തരം പലപ്പോഴും സാധാരണ ജനങ്ങൾക്ക് മനസ്സിലാവില്ല. അപ്പൊ ഈ 3 കാര്യത്തിന് എന്താണ് ജ്യോതിഷം, അതേപോലെ എന്താണ് ജ്യോതിശാസ്ത്രം, ഇത് 2ഉം ഒന്നാണോ, ഇതിന് ശാസ്ത്രവുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ? ഈ കാര്യങ്ങളൊന്ന് വിശദീകരിച്ചു തരാൻ പറ്റുമോ? അവിടെ ഒന്ന് അസ്ട്രോണമി എന്നതാണ് ജ്യോതിശാസ്ത്രം എന്ന് പറയുന്നത്. ഇതിന്റെ ഉൽപ്പത്തി അസ്ട്രോണമിയാണ്. ഈ അസ്ട്രോണമിയാണ് ജ്യോതിശാസ്ത്രം എന്ന് പറയുന്നത്. ജ്യോതിഷുകളുടെ, ഗ്രഹങ്ങളുടെ ഗതിവിഗതികളെ നിർണ്ണയിച്ചുകൊണ്ടും നോക്കിക്കണ്ടുകൊണ്ടും, അറിയാലോ സ്റ്റാർസ് ആൻഡ് സോഡിയാക്സ് എന്ന് പറഞ്ഞ പോലെ പ്രപഞ്ചത്തിന്റെ ബ്രഹ്മാണ്ഡത്തെ മുഴുവൻ 12 രാശികളായി ഭാഗിച്ച് ആ 12 ഇടത്തിൽ മാറ്റം വരാതെ നിൽക്കുന്ന 27 നക്ഷത്രങ്ങളെ കണ്ടെത്തി ആ നക്ഷത്രങ്ങളെ കൊണ്ട് അതിന്റെ 30 ഡിഗ്രി വീതം പിരിച്ച് ഓരോ നക്ഷത്രങ്ങൾക്കും രൂപം കൽപ്പന ചെയ്തിട്ട് ഉണ്ടാക്കിയതാണ് ഇപ്പൊ ജ്യോതിശാസ്ത്രത്തിന്റെ ബേസിക്. അതാണ്, അതൊക്കെ അവിടെയുള്ള ശാസ്ത്രം തന്നെ, സംശയിക്കേണ്ടതില്ല. എന്നിട്ട് പിന്നെ ഏത് ശാസ്ത്രത്തിലുണ്ട് ഫലഭാഗം എന്നുള്ള ഒന്ന്. അതായത് അസ്ട്രോണമി ഒരു വൃക്ഷമാണെങ്കിൽ അസ്ട്രോളജി അതിന്റെ ഫ്രൂട്ട്സ് ആണ്. അവിടെയാണ് 2ഉം ഒന്നാണ് സത്യത്തിൽ. ഈ ഫ്രൂട്ട്സിൽ നിന്ന് ഈ ട്രീയുടെ എല്ലാ ഗുണങ്ങളെയും തിരിച്ചെടുക്കാൻ കഴിയും, ട്രീയിൽ നിന്ന് ഫ്രൂട്ടിന്റെ എല്ലാ ഗുണങ്ങളെയും തിരിച്ചെടുക്കാൻ കഴിയും. ഇത് 2അല്ല സത്യത്തിൽ. അത് ഒന്ന് ട്രീ ആണ്, മറ്റൊന്ന് ഫ്രൂട്ടാണ്. ഒരു മാവ് അവിടെ നിൽക്കുന്നുണ്ട്, മാവ് നിൽക്കുന്നുണ്ടെങ്കിൽ മാവാണ് അതിന്റെ ട്രങ്ക്, സംശയിക്കേണ്ടതില്ല, അതിന്റെ ബേസിക് അത് തന്നെ. പക്ഷേ ഇതുകൊണ്ട് എന്ത് പ്രയോജനം? ഈ മാവ് അവിടെ വളപ്പിൽ നിന്നത് കൊണ്ട് നമ്മെ സംബന്ധിച്ചിടത്തോളം എന്ത് പ്രയോജനം ചോദിച്ചാൽ ഒരു പ്രയോജനമില്ല. എപ്പോ അത് പ്രയോജനപ്പെടുന്നു? എപ്പോ അത് ഫ്രൂട്ടാകുന്നുവോ ആ ഫ്രൂട്ടാണ് നമുക്ക് ഉപയോഗപ്പെടുന്നത്. ഇതേപോലെയാണ് അസ്ട്രോണമിയിൽ നിന്ന് അസ്ട്രോളജി ഉണ്ടാവുന്നത്. അപ്പൊ അസ്ട്രോണമി എന്നുള്ളതിന്റെ അടിസ്ഥാന പ്രമാണഭാഗം എന്നാണ് അതിന് പറയാ. പ്രമാണഭാഗവും അസ്ട്രോളജി എന്നുള്ളത് ഫലഭാഗവുമാണ്. 2ഉം ഒന്ന് തന്നെയാണ്, 2ഉം 2അല്ല, സംശയിക്കേണ്ടതില്ല. ഏതുപോലെ? ഈ മാവും മാമ്പഴവും പോലെ എന്നർത്ഥം.
ഈ മാമ്പഴത്തെ എടുത്ത് പരിശോധിച്ചാൽ വ്യക്തമായിട്ട് അറിയാലോ മാവിന്റെ സ്വഭാവങ്ങൾ മുഴുവനും നമുക്ക് തിരിച്ചെടുക്കാൻ കഴിയും. മാവിൽ നിന്ന് എടുത്ത മാമ്പഴത്തിൻ്റെ പറ്റുന്നുള്ള അപ്പൊ പരസ്പരം യാതൊരു വ്യത്യാസവും ഇല്ല. അതൊക്കെ ഒന്ന് തന്നെ, അതൊന്ന് ഫ്രൂട്ട്, മറ്റൊന്ന് അതിന്റെ സബ്ജക്റ്റ് ആയിട്ടുള്ള ഘടകം. ഇതാണ് ആസ്ട്രോണമിയും ആസ്ട്രോളജിയും തമ്മിലുള്ള വ്യത്യാസം. പിന്നെ ഈ ശാസ്ത്രം എന്ന വാക്ക് നിങ്ങൾ പറഞ്ഞു. ഈ ശാസ്ത്രം എന്നുള്ള വാക്കിനെ, അതിന് ഭാരതീയതയും പാശ്ചാത്യതയും രണ്ടുണ്ട്. ശാസ്ത്രം എന്ന വാക്ക് ഭാരതീയ തത്വശാസ്ത്രത്തിൽ ശാസനാത് ത്രായതേ ഇതി ശാസ്ത്ര എന്നാണ്. ശിക്ഷണം കൊണ്ട്, അഭ്യസിപ്പിച്ചുകൊണ്ട് ത്രാണനം ചെയ്യുന്ന, രക്ഷിക്കുന്ന, ഒരാളിൽ നിന്ന് മറ്റുള്ളിലേക്ക്, അയാളിൽ വേറൊന്നിലേക്ക്, അയാളിൽ വേറിലേക്ക്, ഇങ്ങനെ മാറി 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 പരമ്പര തലമുറകളായിട്ട് അഭ്യസിപ്പിച്ചുകൊണ്ട് ഈ തത്വത്തിന് യാതൊരു ഹാനിയും കൂടാതെ പകർന്ന് കൊടുക്കാവുന്ന രീതിയിൽ ഉള്ള അറിവുകൾ ഏതോ അത് മുഴുവൻ ശാസ്ത്രങ്ങളാണ് ഭാരതീയ തത്വചിന്തയിൽ. ഈ ശാസ്ത്രം എന്നുള്ള വാക്കിന്റെ ട്രാൻസ്ലേഷനിലാണ് തെറ്റുപറ്റുന്നത്. ശാസ്ത്രം എന്നുള്ള വാക്കിന്റെ ട്രാൻസ്ലേഷൻ വരുന്നത് സയൻസ് എന്നാണ്. ഭാരതീയതയിൽ സയൻസും ശാസ്ത്രമാണെന്നേ ഉള്ളൂ, ശാസ്ത്രം സയൻസ് അല്ല. അപ്പൊ നമുക്ക് അവിടെ സയൻസ് എന്ന് പറയുന്ന വാക്കിൽ പെടുത്തു. അപ്പൊ മാത്തമാറ്റിക്സ് അതിൽ പെടില്ലല്ലോ, പിന്നെ നാട്യകലകൾ പെടില്ല, സംഗീതം അതിൽ പെടില്ല. പക്ഷേ ഭാരതീയത ഇതൊക്കെ ശാസ്ത്രങ്ങളാണ്. നാട്യശാസ്ത്രമാണ്, ഗണിതശാസ്ത്രമാണ്, എല്ലാ ശാസ്ത്രങ്ങളും. അപ്പോ സയൻസ് എന്ന വാക്കിന് അപ്പുറത്ത് നിൽക്കുന്നതാണ് ശാസ്ത്രം എന്നുള്ള ഭാരതീയത. ഈ ഒരു കൺഫ്യൂഷനാണ് ഈ ചോദ്യത്തിന്റെ അടിസ്ഥാന കാരണം. സയൻസ് സമം ശാസ്ത്രം, ഈ ട്രാൻസ്ലേഷനിലാണ് ഈ തെറ്റുപറ്റുന്നത്. അല്ല, സയൻസും ശാസ്ത്രമാണ്. ശാസ്ത്രം എന്നുള്ള ഡിസൈൻഡ് നോളജ്. സത്യത്തിൽ ശാസ്ത്രം എന്ന വാക്കിന് പറയാനുള്ള ഡിസൈൻഡ് നോളജ്, എന്ത് വിഷയമായാലും ഡിസൈൻഡ് നോളജ്, അതാണ് ശാസ്ത്രം എന്ന് പറയുന്നത്. അത് ഏതെടുത്താലും അതെ, സംഗീതം എടുത്താലും സാഹിത്യം എടുത്താലും കലകൾ എടുത്താലും ഏതെടുത്തോളൂ, ഏത് ഭാരതീയമായിട്ടുള്ള സംസ്കാരത്തിൽ എന്തൊക്കെ പറഞ്ഞാൽ അതിനൊക്കെ ശാസ്ത്രമുണ്ട്. കാമശാസ്ത്രം അടക്കമുണ്ട് എന്നർത്ഥം, ചുരുക്കം എന്നെ അങ്ങേയറ്റം വരെ പറഞ്ഞാൽ ശാസ്ത്രമാണത്. എന്ന് വെച്ചാൽ കാമകേളികള് അതിന്റെ സിദ്ധാന്തമല്ലാതെ ചെയ്യുന്നവർ എത്ര ഉണ്ട്, ഏതെല്ലാം തരണ്ട്, അതല്ല. അതിന്റെ സിദ്ധാന്തപക്ഷം, ആ സിദ്ധാന്തപക്ഷത്തെ ഉത്ബോധിപ്പിക്കുന്നതാണ് ഭാരതത്തിലെ ശാസ്ത്രം എന്നുള്ളത്. അവിടെയാണ് ഈ വ്യത്യാസമൊക്കെ വരുന്നത്. അപ്പൊ ഇത് ശാസ്ത്രമാണോ അല്ലേ എന്നൊരു ചോദ്യം വരും. ശാസ്ത്രമാണ്, സംശയിക്കേണ്ട. സയൻസ് ആണോ അല്ലേ, സയൻസിൽ ഇതിൽ പെടുത്തിയിട്ടില്ല, അത്ര മാത്രമേ ഉള്ളൂ. ഇതാണ് രണ്ടും തമ്മിലുള്ള വ്യത്യാസം. ഇപ്പൊ സയൻസ് ആണെന്ന് നമ്മൾ പറയുന്നില്ല. സയൻസ് ആവണമെങ്കിൽ എന്ത് വേണം? സയൻസ് is a knowledge ascertained by observations and experiments, critically tested and brought under general rules. ഇതാണ് സയൻസ് എന്ന പദത്തിന് ഒരു ജോൺസൺ കൊടുത്തിട്ടുള്ള ഡെഫിനിഷൻ ആണത്. ഇസ് എ നോളജ്. സയൻസ് എന്ന് പറഞ്ഞ അറിവാണത്. അതാണ് ആ ഡിസൈൻഡ് നോളജ് ശാസ്ത്രമാണെന്ന് പറയാനുള്ളതായ കാരണം. അപ്പോ ക്രിറ്റിക്കലി ടെസ്റ്റഡ് ഉണ്ടോ? ക്രിറ്റിക്കലി ടെസ്റ്റഡ്, അതിന്റെ പൂർവപക്ഷവും അപരപക്ഷവും പരിശോധിച്ചുകൊണ്ട് അതിനെ ടെസ്റ്റ് ചെയ്തിട്ടുള്ളതാണ്. പരിശോധിച്ചു അതിന്റെ അപ്പുറം എന്താണ്, ഇപ്പുറം എന്താണ്, എങ്ങനെ വരുന്നു. ആൻഡ് ബ്രോട്ട് അണ്ടർ ജനറൽ റൂൾസ്. അത് സാമാന്യ ബുദ്ധിക്ക് നിരക്കുന്നതായിരിക്കും ചെയ്യണം. ഇതാണ് സയൻസ് എന്ന് പറയുന്നതിന് ഒരാൾ അനവധി ഡെഫിനിഷൻ ഉണ്ട്. ഒരു ഡെഫിനിഷൻ ഇതാണ്: സയൻസ് ഇസ് എ നോളജ് അസർട്ടൈൻഡ് ബൈ ഒബ്സർവേഷൻസ് ആൻഡ് എക്സ്പെരിമെന്റ്സ്. പരീക്ഷണങ്ങളും അതിന്റെ നിരീക്ഷണങ്ങളെ കൊണ്ട് തീരുമാനിക്കപ്പെട്ട് ക്രിറ്റിക്കലി ടെസ്റ്റഡ്, അത് ശരിയാണോ അല്ലേ എന്ന് വീണ്ടും പരിശോധിച്ച്, ഇതാണ് അവർ കൊടുത്തിട്ടുള്ള ഡെഫിനിഷൻ. നമ്മളുടെയും ശാസ്ത്രം അത് തന്നെയാണ് ചെയ്തിട്ടുള്ളതെല്ലാം. ഏതൊരു തത്വം പറയണമെങ്കിലും ആ തത്വത്തിന് ഇതേ പ്രകാരത്തിൽ, ഇതേ പദ്ധതി നമ്മുടെ ശാസ്ത്ര സിദ്ധാന്തങ്ങൾക്കൊക്കെ ഉണ്ട്. ഭാരതീയ ശാസ്ത്രങ്ങളൊക്കെ, ജ്യോതിഷമായാലും ശരി, വൈദ്യശാസ്ത്രമായാലും ശരി, വേദാന്ത ശാസ്ത്രമായാലും ശരി, എല്ലാത്തിനും ഈ റൂള് ഫോളോ ചെയ്യണം. ഇത് അവരുടെ റൂളല്ല, അത് മാത്രം വ്യത്യസ്തമായിട്ട്. വിഷയശ്ചൈവ പൂർവപക്ഷ തദോത്തരം സംഗതിശ്ചേരി പഞ്ചാംഗം ശാസ്ത്രേധികരണം സ്മൃതം. ശാസ്ത്ര അധികരണം,
അധികരണത്തെ ഒരു സ്റ്റെപ്പ് എന്ന് വെച്ചോളൂ. ഒരു സ്റ്റെപ്പിൽ നിന്ന് മറ്റ് സ്റ്റെപ്പിലേക്ക് കാല് വെക്കണമെങ്കിൽ വിഷയ, ആ സബ്ജക്റ്റ് മാറ്റർ എന്താണെന്ന് ഇയാൾ പറയണം. വിഷയ, വിഷയ സംശയ, അതിൽ എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ആ സംശയങ്ങളെ മുഴുവൻ സ്വയം ദൂരീകരിക്കണം. അപ്പൊ സ്വയം തന്നെ ഉണ്ടാവും. ഒരു സബ്ജക്റ്റിനെ കൊണ്ട് ഒരു തിയറി കൊണ്ടുവരുമ്പോൾ ആ തിയറിയിൽ അവനവന് സംശയങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യത, ആ സംശയങ്ങളെ മുഴുവൻ ദൂരീകരിച്ചുകൊണ്ട് പൂർവപക്ഷ ഹൂ ക്വസ്റ്റ്യൻസ് അതാണ് എൻ്റെ ഈ തിയറിയെ ഹൂ ക്വസ്റ്റ്യൻസ് കണ്ടോ പബ്ലിക്കിന് ഇട്ട് കൊടുക്കുകയാണ്. ആർക്ക് വേണമെങ്കിൽ ചോദ്യം ചെയ്യാം, ഏത് ശാസ്ത്രത്തിന് വേണമെങ്കിൽ ചോദ്യം ചെയ്യാം. ആ ക്വസ്റ്റ്യൻസിന് മുഴുവനും ഇദ്ദേഹം ഉത്തരം പറയണം. തഥാ ഉത്തരപക്ഷം സിദ്ധാന്തപക്ഷം അതിന് പറയണം. സംഗതിശ്ചേരി, സംഗതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൂർവ തുറന്നു വന്നിട്ടുള്ള എന്താണോ സബ്ജക്റ്റ് എന്താണോ അതും ഇതുമായിട്ട് ലിങ്ക് ചെയ്യാനുള്ള ഫാക്ടർ എന്തൊക്കെ ഉണ്ട് എന്ന് തീരുമാനിക്കുക. കണ്ടോ, ഇപ്പൊ എന്ത് തോന്നും, ഈ സയൻസിന് ജോൺസൺ പറഞ്ഞിട്ടുള്ള ഡെഫിനിഷനും ശാസ്ത്രത്തിന് ഇവിടെ കൊടുത്ത ഡെഫിനിഷൻ തമ്മിൽ യാതൊരു വ്യത്യാസവും ഇല്ലാത്തത്. അവിടെ എന്ത് പറഞ്ഞു, സയൻസ് നോളജ് അസെപ്റ്റഡ് ബൈ ഒബ്സർവേഷൻസ് ആൻഡ് എക്സ്പീരിമെന്റ്സ് ക്രിറ്റിക്കലി ടെസ്റ്റഡ് ആൻഡ് ക്രിറ്റിക്കലി പൂർവപക്ഷ ഹൂ ക്വസ്റ്റ്യൻസ് യു കൻ ആസ്ക് എനി ക്വസ്റ്റ്യൻസ് ഐ ആം റെഡി ടു ആൻസർ ഹൂ ദ ഓതർ ഷുഡ് ആൻസർ. ആ ഉത്തരം കൊടുത്തതിന് ശേഷം പൂർവപക്ഷം ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ആ സിദ്ധാന്തപക്ഷം ഉറപ്പിക്കുക. ആ സിദ്ധാന്തപക്ഷം ഉറപ്പിച്ചു കഴിഞ്ഞ ശേഷം മാത്രമാണ് ശാസ്ത്രം ഒരു സ്റ്റെപ്പ് മുന്നോട്ട് പോകുള്ളൂ. ഇങ്ങനെയാണ് ഏത് ഭാരതീയ ശാസ്ത്രങ്ങൾ മുഴുവൻ, ജ്യോതിഷമായാലും ശരി, ആയുർവേദമായാലും ശരി, നാട്യശാസ്ത്രമായാലും ശരി, കണക്കൽ എന്തുമായാലും ഇങ്ങനെയാണ് മുന്നോട്ട് വളർന്നു വന്നിട്ടുള്ളത്. അപ്പൊ ഇത്രയും വിമർശനങ്ങളുടെ ഇടയിൽ കൂടെ വളർന്നു വന്നത് തന്നെയാണിത്. അല്ലാതെ ഇപ്പൊ ഉണ്ടാകുന്ന ഈ വിമർശനങ്ങളൊന്നും അല്ല. ഇതിനേക്കാളൊക്കെ ഉപരി തലതെറിക്കാവുന്ന രീതിയിലുള്ള വിമർശനങ്ങളെ കണ്ടുപോകുന്നതാണ് ഇത്. അങ്ങനെ വന്നപ്പോഴാണ് ഈ പറഞ്ഞ ഈ സംഭവം ഉദ്ഭവിക്കുന്നത് തന്നെ. അവിടെ നമ്മള് ഇതിൽ വിശ്വസിക്കുന്നവരുണ്ട്, വിശ്വസിക്കാത്തവരുണ്ട് എന്ന് പറയും. രണ്ടു തരം ജനങ്ങളുണ്ടാവും. പക്ഷെ യഥാർത്ഥത്തിൽ നമ്മുടെ ഭാരതീയ ശാസ്ത്രത്തിൽ അങ്ങനെ ഒന്നില്ല. അതാദ്യം മനസ്സിലാക്കുക. നമ്മൾ അവിശ്വാസികളും വിശ്വാസികളും ഇല്ല, എല്ലാവരും വിശ്വാസികളാണ്. ഈ പ്രപഞ്ചത്തിലെ സകല ജീവജാലങ്ങളും വിശ്വാസികൾ മാത്രമേ ഉള്ളൂ. ഈ അവിശ്വാസി എന്നുള്ളത് ആ സ്റ്റാൻഡ് പോയിന്റുകൾ ഉണ്ടാക്കുകയാണ്. ഒരു വിഷയത്തെ എടുക്കുമ്പോൾ അതിൽ വിശ്വാസിയാണ് അവിശ്വാസിയാണ്. കണ്ടോ, വിശ്വാസി അവിശ്വാസി എന്നത് ആ സ്റ്റാൻഡ് പോയിന്റ് ഉണ്ടാക്കുന്നതാണ്. യഥാർത്ഥത്തിൽ അങ്ങനെ ഒന്നില്ല, എല്ലാവരും വിശ്വാസികളാണ്. അതായത് അതൊരു ബാക്ടീരിയ മുതൽ അങ്ങോട്ട് എടുത്താൽ ഖഗോളങ്ങൾ വരെ വിശ്വാസികളാണ്. നമ്മള് ചേതന ഇല്ലാത്ത വസ്തുക്കൾ പറയില്ലേ, കല്ലും മുള്ളും മരവും, ഈ ഭൂഗോളമല്ലേ, ആ ഭൂഗോളടക്കം വിശ്വാസികളാണ്. ഭൂഗോളമായാലും ചന്ദ്രഗോളമായാലും ചൊവ്വയായാലും വിശ്വാസികളാണ്. എന്ത് വിശ്വാസം? അതാണല്ലോ അവർ, ആ വിശ്വാസമാണ് അവർ സെർട്ടൺ ഒരേ രൂപത്തിൽ അവരുടെ കൊടുത്തുള്ള ഡ്യൂട്ടി കൃത്യമായി ആ ഭൂമിയോട് തിരിയാനും ഒരു ദിവസം 1 ഡിഗ്രി നീങ്ങിക്കോളാനും പറഞ്ഞിട്ടുള്ള ആ കൽപ്പനയെ അനുസരിച്ചു കൊണ്ട് ഇങ്ങനെ ഇത്രയും കോടിക്കണക്കിന് വർഷമായിട്ട് മാറ്റം വരാതെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത് എന്താണ്? വിശ്വാസമാണത്. അപ്പോ ചേതന വസ്തുക്കൾക്കും അചേതന വസ്തുക്കളും ഒരുപോലെ ഉള്ളതാണ് വിശ്വാസം. അക്കൂട്ടത്തിൽ എല്ലാ ജീവജാലങ്ങൾക്കും ഉണ്ട്. അത് വിശേഷ ബുദ്ധിയുള്ളതായ മനുഷ്യന് അത് കുറച്ച് കൂടുതലുണ്ട്. ഈ വിശ്വാസം അവിശ്വാസി എന്ന് പറഞ്ഞ് തള്ളാനുള്ള കാരണം, ഒരു സബ്ജക്റ്റ് മുന്നിൽ വരുമ്പോ, ഒരു വിഷയം മുന്നിൽ വരുമ്പോ ആ വിഷയത്തോട് വിശ്വാസി അവിശ്വാസി ഉണ്ടാവുകയാണ്. എല്ലാത്തിലും ഉണ്ടാവും ചെയ്യത്. ഈ ലോകമുള്ള കാലം വരെ ഇത് ഉണ്ടാവും ചെയ്യും. ഉണ്ടായ കാലം മുതൽ ഇന്നേ വരെ ഉണ്ട്, ഇനിയുള്ള കാലത്തും ഉണ്ടാവും ചെയ്യും. വിശ്വാസി ഉണ്ടാവും, അവിശ്വാസി ഉണ്ടാവും. ബട്ട് ഡിപ്പെൻഡിങ് അപ്പോഴത്തെ പെർട്ടിക്കുലർ സബ്ജക്റ്റ് അത് മനസ്സിലാക്കണം നമ്മൾ. ആ സബ്ജക്റ്റിലാണ് അവിശ്വാസി. എനിക്ക് ആയുർവേദത്തിൽ വിശ്വാസമില്ല എന്നൊരാൾ പറഞ്ഞു, അപ്പോഴത്തെ ആൾ പറഞ്ഞു എനിക്ക് അലോപ്പതിയിൽ വിശ്വാസമില്ല എന്ന് പറഞ്ഞു. കണ്ടില്ലേ? അപ്പൊ രണ്ടിനും വിശ്വാസിയുണ്ട് അവിശ്വാസിയുണ്ട്. ഇവിടെ ഒരാൾ ആയുർവേദ സബ്ജക്റ്റ്, മറ്റാളുടെ അലോപ്പതി സബ്ജക്റ്റ്, ഇത്രയും വ്യത്യാസം. അതുപോലെ ജ്യോതിഷത്തിൽ വിശ്വാസമില്ല എന്ന് വേണമെങ്കിൽ എത്ര ആൾക്ക് വേണമെങ്കിൽ പറയാം, ധാരാളം പറയാം. ജ്യോതിഷത്തിലല്ല, അതിനപ്പുറത്ത് ഏതിലും വിശ്വാസമില്ലെന്ന് പറയാനുള്ള സ്വാതന്ത്ര്യം മനുഷ്യനുണ്ട്. മനുഷ്യനല്ല, ബീയിങ്സിനുണ്ട്, എല്ലാ ജീവജാലങ്ങൾക്കും ഉണ്ട്. അങ്ങനെ വരുമ്പോഴാണ് ഈ വ്യത്യാസങ്ങൾ സംഭവിക്കുന്നത്.
വിശ്വാസിയെന്ന് തള്ളാൻ ഭാരതീയ തത്വസംഹിത സമ്മതിക്കുന്നില്ല. ഇവിടെ ഒരൊറ്റ കാര്യം ചോദിച്ചോട്ടെ ഞാൻ. അതായത് ഇപ്പോ പറഞ്ഞല്ലോ നമ്മുടെ സബ്ജക്ട് വൈസ് ആണ്. അത് പലപ്പോഴും നമ്മുടെ മനസ്സിലും സാധാരണക്കാരനായിട്ടുള്ള ആളുകൾക്കും തോന്നുന്ന ഒരു സബ്ജക്ട് വൈസ് ആണെന്നുള്ളത്. അത് വളരെ ക്ലാരിറ്റിയോടുകൂടി തന്നെ പറഞ്ഞു തന്നു. എന്തായാലും അതിനോട് ചേർത്ത് ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ. ഈ വിശ്വാസവും അവിശ്വാസവും തമ്മിൽ ഉണ്ടാവും എന്നുള്ളതൊക്കെ ക്ലിയർ ആയി. പക്ഷെ ദൈവവിശ്വാസം, എവിടെയാണ് ദൈവവിശ്വാസം എന്നുള്ള ഒരു സംഭവം ജ്യോതിഷത്തിൽ കടന്നു വരുന്നുണ്ടോ? ഇതിൽ വന്നപ്പോ ദൈവം ഒരു സബ്ജക്റ്റാണ്, അതൊരു സബ്ജക്ട്. ആ സബ്ജക്ട് വരുമ്പോ അതിനെ വിശ്വസിക്കുന്നവർ വിശ്വസിക്കുന്നുണ്ടാവാണ്. സെയിം ഞാൻ പറഞ്ഞ ഒറ്റ സബ്ജക്റ്റ് ആണത്. ഏതാണോ സ്റ്റാൻഡ് പോയിന്റ് അവിടുന്ന് ഉണ്ടാവുന്നതെന്ന് ആ സ്റ്റാൻഡ് പോയിന്റ് ഉണ്ടാക്കുന്നതാണ് അവിശ്വാസവും. തീർച്ചയായിട്ടും സ്വാതന്ത്ര്യമുണ്ട്. അവിശ്വാസം ഞാൻ ഈശ്വര വിശ്വാസി അല്ല എന്ന് പറയാനുള്ള പൂർണ്ണ സ്വാതന്ത്ര്യം എല്ലാവർക്കും ഉണ്ട്. ഞാൻ ഈശ്വര വിശ്വാസി ആണെന്ന് പറയുന്നതിനുള്ള സ്വാതന്ത്ര്യമുണ്ട്. ഇത് രണ്ടും ഈശ്വരന്റെ മുന്നിൽ ഒന്നാണ്, ഒരു വ്യത്യാസവും ഇല്ല, സംശയിക്കേണ്ട. യാതൊരു ഭേദവും രണ്ടിലും ഇല്ല. രണ്ടും ഈശ്വരനെ സംബന്ധിച്ച് ഒന്നാണ്. കാരണം എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ അവിശ്വാസിയാണെന്ന് പറയുന്നവനുണ്ടല്ലോ, ആ പറയുന്ന വാക്കുകൾ പോലും വിശ്വാസത്തിന്റെയാണ്. അത് മനസ്സിലാക്കണം. അതാണ് എൻ്റെ ഈശ്വര ചൈതന്യമാണ് നമ്മൾ സ്ഫുരിക്കുന്നത്. ആ ഈശ്വര ചൈതന്യം ജീവസ്വരൂപമായിട്ട് നമ്മളിലുള്ളത്. ആ ജീവസ്വരൂപമാണ് ഞാൻ അവിശ്വാസിയാണെന്ന് പറയാൻ നമ്മളെ പ്രേരിപ്പിക്കുന്നത്. കഴിഞ്ഞല്ലോ. അപ്പൊ അതായത് പറഞ്ഞാൽ മതി, ഞാൻ അവിശ്വാസിയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മതി അവിശ്വാസിയാണ്, ദൈവവിശ്വാസിയാണ്. അപ്പോ കഴിഞ്ഞ കാരണത്തിൽ അയാൾക്ക് പറയാൻ കഴിഞ്ഞല്ലോ. അല്ലെങ്കിൽ പാരാലിറ്റിക്കോ മറ്റോ പറഞ്ഞ് അങ്ങനെ കിടക്കുമ്പോൾ ബുബൂന്നേ പറയുള്ളൂ. പക്ഷെ വ്യക്തമായിട്ട് ഞാൻ ഈശ്വര വിശ്വാസി അല്ല എന്ന് പറയണമെങ്കിൽ അയാളുടെ ഉള്ളിലുള്ള വിശ്വാസമാണ്. കാരണം ഇതെന്താ കാരണം അറിയോ? ഇതെല്ലാ ജീവജാലങ്ങളിലും ഉള്ളതാണത്. ഇതിപ്പോ ഒരു ബാക്ടീരിയ മൂലകങ്ങളിലെ എല്ലാ ജീവജാലങ്ങളിലും. കാരണം ഇതെല്ലായിടത്തും സ്ഫുരിക്കുന്നത് ഏകശക്തിയാണ്. അത് നോക്കണം, അത് അന്വേഷിക്കണം. ഏകമേവ അദ്വിതീയം ഏകം. ആ ബ്രഹ്മ ചൈതന്യമാണ് ഈ ഒരു ബാക്ടീരിയ മൂലക്കുള്ള എല്ലാ ജീവികളിലും ഒരേ ശക്തി, സെയിം വൺ. ആ ശക്തിയാണ് ഇത് പറയിപ്പിച്ചിട്ടുള്ളത്. അപ്പൊ എന്താ വിരോധമുള്ളത്? അതെന്ത്? ആ ശക്തിയെ ഉൾക്കൊണ്ടുകൊണ്ട് ആ ബുദ്ധിയെ നോക്കൂ, ആ ശക്തിയെ ഉൾക്കൊണ്ടുകൊണ്ട് എനിക്കിത് പറയാനുള്ള ശക്തി തന്നിട്ടുള്ള ആ ആളെ കുറിച്ച് എനിക്ക് വിശ്വാസമില്ല എന്ന് ഞാൻ പറയുകയാണെങ്കിൽ എന്താ തെറ്റ്? അത്രയും വ്യക്തമാണ്. അവിടെ എനിക്ക് വളരെ ക്ലാരിറ്റി വന്നു ആ ഒരു സബ്ജക്റ്റില്. അപ്പൊ അതിനോട് അത് ആയാലും നമ്മുടെ ഞാൻ വീണ്ടും ഒരു കാര്യം ചോദിക്കാനുള്ളത്, നമ്മുടെയൊക്കെ ഇപ്പൊ ചെറുപ്പം തൊട്ടേ എല്ലാവരും കേൾക്കുന്നതാണ് ജാതകം എന്നുള്ളൊരു സംഭവം. അപ്പൊ ഈ ജാതകം കൊണ്ട് എന്താണ് ഈ ജാതകം കൊണ്ട് ഉദ്ദേശിക്കുന്നത്? അതേപോലെ സത്യത്തിൽ ജാതകം എഴുതുന്ന രീതി എങ്ങനെയാണ്? കാരണം എല്ലാവർക്കും ജാതകം എഴുതിക്കാൻ പോകണം, ഞാൻ ജാതകം എഴുതിയെന്നൊക്കെ പറയണം. പക്ഷെ ഈ ജാതകം സാധാരണക്കാരന് മനസ്സിലാവുന്ന രീതിയിൽ ഇപ്പൊ താങ്കൾ ഇതേവരെ പറഞ്ഞ പോലെ കൂട്ടായിട്ടുണ്ട്, ഇതൊന്ന് ജാതകം എന്താ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്, അതേപോലെ തന്നെ ജാതകം എഴുതുന്ന രീതി എന്താണ് ഒന്ന് പറഞ്ഞുതരും. അതിലേക്ക് നമുക്ക് വരാം. അതിലേക്ക് വരുന്നതിന് മുമ്പ് അതിലേക്ക് വരുന്ന ആ ജീവിതത്തിലേക്ക് വരുന്ന മുമ്പ് ഈ ജ്യോതിഷത്തിലേക്ക് എങ്ങനെ വന്ന് നോക്കണം നമ്മളെ. ഈ ജ്യോതിഷത്തിലേക്ക് എങ്ങനെ വന്ന് നോക്കിയിട്ടുണ്ടോ ജാതകത്തിലേക്ക് കിടക്കാൻ നമ്മൾ. ഞാൻ പറഞ്ഞത് ഇങ്ങനെയുള്ള ജീവജാലങ്ങൾക്കിടയിൽ നിന്ന് ഈ ജ്യോതിഷത്തിലേക്ക് എങ്ങനെ വന്നു, അത് മനുഷ്യന്റെ അന്വേഷണ ത്വരയാണ്. ആ അന്വേഷണ ത്വര എവിടെ മൂക്ക് തുടങ്ങിയെന്നറിയോ? അതാണ് ആ ജ്യോതിഷ് ശാസ്ത്രത്തിന്റെ അന്വേഷണം. അതാണ് കടലിൽ സഞ്ചരിക്കുന്ന, തോണിയിൽ സഞ്ചരിക്കുന്നവരും ഡെസേർട്ടിൽ സഞ്ചരിക്കുന്നവരും അങ്ങനെ അവിടെ മൂക്ക് തുടങ്ങുകയാണ് ഈ ജ്യോതിഷ് ശാസ്ത്രത്തിന്റെ അന്വേഷണം. അവർ ദിക്ക് കണ്ടെത്താൻ വേണ്ടി സ്ഥിരമായി ഇത്തരത്തിലുള്ള നക്ഷത്രങ്ങളെ കണ്ടുവച്ച് ആ നക്ഷത്രങ്ങളെ ലക്ഷ്യമാക്കിക്കൊണ്ട് നീങ്ങുക. അത് ധ്രുവ നക്ഷത്രത്തെ പ്രത്യേകം അത് എടുത്തു പറഞ്ഞിട്ടുണ്ട്. അതേ കാലം ഒന്നുമില്ലാത്ത ഈ വക ശാസ്ത്രജ്ഞാനം ഒന്നുമില്ലാത്ത കാലത്തും അവരുടെ ലക്ഷ്യം ധ്രുവ നക്ഷത്രമായിരുന്നു. ആ ധ്രുവ നക്ഷത്രം കിട്ടിക്കഴിഞ്ഞാൽ അവർക്ക് ദിക്ക് കിട്ടി. ആ ദിക്ക് കിട്ടിക്കഴിഞ്ഞാൽ അവർക്ക് എങ്ങോട്ട് നീങ്ങണം എന്നുള്ള തീരുമാനം. അങ്ങനെയാണ് ഇതിന്റെ അന്വേഷണം ശരിക്കും ആരംഭിക്കുന്നത്. അത് പിന്നെ വന്നിട്ട് ധാരാളം എത്രയോ ആയിരക്കണക്കിന് വർഷങ്ങളുടെ വളർച്ച ഹേതുവായിട്ട് അത് കൊണ്ടുവന്നിട്ടാണ് പിന്നെ ഈ മനുഷ്യ ജാതകം എന്നുള്ള വിഷയത്തിലേക്ക് വന്നിട്ടുള്ളത്. അപ്പൊ എങ്ങനെ വന്നു ചോദിച്ചാൽ, ഈ ജാതകം എന്നുള്ളത് എങ്ങനെ വന്നു ചോദിച്ചു കഴിഞ്ഞാൽ, അത് തന്നെ ഈ മനുഷ്യന്റെ വിശേഷ ബുദ്ധിയുടെ ഒരു പ്രത്യേകതയാണ് ഈ അന്വേഷണം വരാനുള്ള കാരണം. ഇത് മറ്റാർക്കും ഇല്ല, മനുഷ്യന് വന്ന വിശേഷമാണ്. എന്തുകൊണ്ട്? മനുഷ്യൻ മറ്റ് ജീവികളിൽ നിന്ന് വ്യത്യസ്തമാണെന്നർത്ഥം.
ആണ്. അവിടെയാണ് സാധാരണ ധർമ്മവും വിശേഷധർമ്മവും. സാധാരണ ധർമ്മം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആഹാര നിദ്ര ഭയ മൈഥുനം ച സാമാന്യമേതൽ പശുഭിർ നരാണാം. നമ്മുടെ വേദാന്ത ശാസ്ത്രം പറയാം, ജീവജാലങ്ങൾക്കെല്ലാം ആഹാരം, ഭക്ഷണം, വിശക്കുമ്പോൾ ഭക്ഷണം കഴിക്കണം. നിദ്ര, ആ ഭക്ഷണ സമ്പാദനത്തിന് വേണ്ടി ബുദ്ധിമുട്ടി കഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ക്ഷീണിക്കുമ്പോൾ ഉറങ്ങണം. ഭയം, ഇൻസെക്യൂരിറ്റി, അവനവനെ സംരക്ഷിക്കാനുള്ള, തന്നെ സംരക്ഷിക്കാനുള്ള മാർഗങ്ങൾ എന്തൊക്കെ ഉണ്ടോ അത് മുഴുവനും ആശയിക്കണം. ഈ 3 കാര്യങ്ങളും എല്ലാ ജീവികൾക്കും ഉള്ളതാണ്. ബാക്ടീരിയ മുതൽക്ക് അങ്ങോട്ടുള്ള എല്ലാ ജീവികൾക്കും മനുഷ്യനുള്ളതാണ്. അതാണ് ഈ 3 ധർമ്മങ്ങൾ. ഇത് സാമാന്യമാണ്. ഭക്ഷണം കഴിക്കണം, നിദ്ര, ഏത് ജീവിയും വേണം. കുറെ കഴിയുമ്പോൾ അത് ഉറങ്ങും. ആ ഉറങ്ങുന്നത് അതിന്റെ ക്ഷീണം തീർക്കാൻ വേണ്ടിയിട്ടാണ്, ബുദ്ധിയുടെ തലച്ചോറിന്റെ പ്രവർത്തനം നിർത്താൻ വേണ്ടി, റെസ്റ്റ് കൊടുക്കാൻ വേണ്ടി. ഭയം, ഭയം എന്നുള്ള വകുപ്പാണ് ഇൻസെക്യൂരിറ്റി എന്ന് പറയുന്നത്, സെക്യൂരിറ്റിക്ക് ആയിക്കൊണ്ട്. അത് എല്ലാ ജീവിക്കും ഉണ്ട്. സ്വന്തം ആത്മസംരക്ഷണം എന്നുള്ള ഒരു സ്വഭാവം എല്ലാ ജീവികൾക്കും ഉണ്ട്. നമുക്ക് കുറച്ച് അധികം ഉണ്ടെന്ന് മാത്രം, മനുഷ്യനായതുകൊണ്ട് കുറച്ച് അധികം ഉണ്ട്. എങ്ങനെ? മനുഷ്യന്റെ ഈ സെക്യൂരിറ്റി എന്നുള്ളൊരു വാക്കിന്റെ അണ്ടറിലാണ് നമ്മൾ വസ്ത്രധാരണം മുതൽക്ക് അങ്ങോട്ടുള്ള എല്ലാം വരിക. വസ്ത്രധാരണം ചെയ്യുന്നതിനാണ്, വീടുണ്ടാക്കുന്നതിനാണ്, അതിനുവേണ്ടി സമ്പാദിക്കുന്നതിനാണ്, നമ്മൾ ഇൻഷൂർ ചെയ്യുന്നതിനാണ്. ഇങ്ങനെ പോയിട്ട് ജീവിതാന്ത്യം വരേക്ക്, എൻ്റെ ജീവിതം വരേക്ക് ഈ 90 വയസ്സ് വരെയുള്ളതായ സെക്യൂരിറ്റിക്ക് വേണ്ടിയിട്ടുള്ള ഒക്കെ ഞാൻ ഇൻഷൂർ ചെയ്തു വെക്കണം. പോരാ, എൻ്റെ മകന് വേണ്ടിയിട്ടുള്ള ചെയ്തു വെക്കണു, മകന്റെ മകന് വേണ്ടി ചെയ്തു വെക്കണു. ഇങ്ങനെ നമ്മൾ ഈ പരാക്രമങ്ങൾ, നമ്മൾ കാട്ടിക്കൂട്ടുന്ന പരാക്രമങ്ങൾ മുഴുവൻ സെക്യൂരിറ്റി എന്ന ഒറ്റ വാക്കിലാണ്. ഇതെന്റെ മുഴുവൻ അടിസ്ഥാനത്തിലേക്ക് അന്വേഷിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുക സെക്യൂരിറ്റിക്ക് വേണ്ടിയാണ് ആ ചെയ്തതൊക്കെ. ഭക്ഷണം കരുതി വെക്കുന്നു, നാളേക്ക്, 4 നാളേക്ക്, 1 കൊല്ലത്തേക്ക്, അങ്ങനെ എടുത്തു വെക്കുന്നത്. ഇങ്ങനെ ഈ സ്വഭാവം എല്ലാ ജീവജാലങ്ങൾക്കും ഉണ്ട്. അപ്പോ ആഹാരം, നിദ്ര, ഭയം, ഈ 3 എണ്ണം എല്ലാ ജീവജാലങ്ങൾക്കുള്ളതാണ്. മൈഥുനഞ്ച, 4മത്തെ, റീപ്രൊഡക്ഷന് വേണ്ടിയിട്ടുള്ളതായ, അറിയാലോ, മൈഥുനം എന്നുള്ളതുകൊണ്ട് സ്ത്രീ പുരുഷ സംസർഗം, അത് റീപ്രൊഡക്ഷൻ, അതിന്റെ തന്റെ പരമ്പരയെ നിലനിർത്താൻ വേണ്ടിയിട്ടുള്ള ആഹാര, നിദ്ര, ഭയ, മൈഥുന, ഈ 4 വരെ എല്ലാ ജീവജാലങ്ങൾക്കും മനുഷ്യനും ഒപ്പം ഒരേപോലെ. ബുദ്ധിരഹിതേഷ അധികോ വിശേഷ, മനുഷ്യന് വിശേഷ ബുദ്ധിയുണ്ട്. ഈ ഡിസ്ക്രിമിനേറ്റീവ് പവർ എന്നുള്ള ബുദ്ധി എല്ലാ ജീവജാലങ്ങൾക്കുണ്ട്. ഈ ഡിസ്ക്രിമിനേറ്റീവ് പവർ എന്നുള്ള ഒരു ശക്തി, വിവേക ബുദ്ധി എന്നുള്ളത്, വിവേചന ബുദ്ധി, വിവേക ബുദ്ധി എന്ന് പറഞ്ഞ മനുഷ്യന് മാത്രമുള്ളതാണ്. ഈ വിവേക ബുദ്ധിയുടെ ഭാഗമാണ് ഈ വക അന്വേഷണങ്ങളൊക്കെ. ഈ വിവേകമാണ് മനുഷ്യനെ ഈ ശാസ്ത്രത്തെ പറ്റി അന്വേഷിപ്പിക്കാനും, ശാസ്ത്ര വളർച്ചയെ പറ്റി അന്വേഷിക്കാനും, ശാസ്ത്രങ്ങളിൽ നിന്ന് ശാസ്ത്രങ്ങളിലേക്കും പോവാനും, ഈ സാഹിത്യം ഉണ്ടാക്കാനും, കലകൾ ഉണ്ടാക്കാനും എല്ലാത്തിനും കാരണം ഈ വിശേഷ ബുദ്ധിയാണ്. അത് മാത്രമല്ല, ഈ വിശേഷ ബുദ്ധിക്ക് മറ്റൊരു സ്വഭാവം കൂടിയുണ്ട്. വിശേഷ ബുദ്ധിക്ക് ക്വസ്റ്റ്യനിങ് എന്നുള്ള സ്വഭാവമുണ്ട്. ഈ വിശേഷ ബുദ്ധിക്ക് എന്ത് കണ്ടാലും അതിനെ ക്വസ്റ്റ്യൻ ചെയ്യാനുള്ളതായ ഒരു ത്വര മനുഷ്യ ബുദ്ധിക്കുണ്ട്. ഈ ക്വസ്റ്റ്യനിങ് പവർ മറ്റൊരു ജീവിക്ക് കാണാൻ കഴിയില്ല, മനുഷ്യ ബുദ്ധിക്ക് മാത്രമേ ഉള്ളൂ. അപ്പൊ നമ്മളെ പശുവുണ്ട്, അല്ലെങ്കിൽ നായുണ്ട്, അവരോട് ക്വസ്റ്റ്യൻ ചെയ്യാറുണ്ട് നമ്മളോട്. എന്തിനു വേണ്ടി ചോദിക്കാറില്ല, ഇവരൊന്നും കഴിക്കില്ല. എന്താ വെച്ചാൽ കൊടുത്താൽ കഴിക്കുക, കിടക്കുക. കണ്ടോ? നേരെ മറിച്ച് നമ്മുടെ കുട്ടി നോക്കൂ, ആ 4 വയസ്സുള്ള കുട്ടി ചോദിക്കും, എന്തിനാ അച്ഛപ്പ പോണ്, അല്ലെങ്കിൽ എന്തിനാ അത് പഠിക്കുന്നത്? കണ്ടോ? ആ ക്വസ്റ്റ്യനിങ് എന്നുള്ള ഒരു ബുദ്ധിയുടെ വിശേഷ വിദ്യ, ഈ ക്വസ്റ്റ്യനിങ് ആണ് സത്യത്തില് ഈ ശാസ്ത്രത്തിലേക്കൊക്കെ നമ്മളെ എത്തിച്ചിട്ടുള്ളത്. സകല ശാസ്ത്രങ്ങളുടെയും വളർച്ചയുടെ കാരണം ഈ ക്വസ്റ്റ്യനിങ്, ഇതേ ബുദ്ധിയാണ്. അത് മനുഷ്യന്റെ വിശേഷ ബുദ്ധിയാണ്. ഡിസ്ക്രിമിനേഷൻ, വിവേചനം, വേർതിരിച്ചറിയുകയും ക്വസ്റ്റ്യൻ ചെയ്യുകയും ചെയ്യുന്ന ഈ ബുദ്ധിയുടെ വിശേഷ ഗുണങ്ങളാണ് മനുഷ്യനെ ഈ നിലയ്ക്ക് എത്തിച്ചിട്ടുള്ളത്. അതിൽ നിന്നുണ്ടായതാണ് മുഴുവൻ ശാസ്ത്രങ്ങൾ. ബുദ്ധിർഹിതേഷ അധികോ വിശേഷ. അവിടെ മറ്റ് ജീവികളിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഒന്ന് മനുഷ്യന് എന്തുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ വിശേഷ ബുദ്ധിയാണുള്ളത്. ഈ വിശേഷ ബുദ്ധി എപ്പോ ഇല്ലാതെ ആവുന്നുവോ, ബുദ്ധിർഹിതേഷ, അപ്പോ പശുഭി സമാനാഹ, ഇതിന്റെ അഭാവം എപ്പോ സംഭവിക്കുന്നുവോ ആ സമയത്ത് മനുഷ്യനും മൃഗവും ഒന്നാണ് എന്നർത്ഥം. ഈക്വൽ, യാതൊരു സംശയമില്ല. അപ്പൊ മനുഷ്യനെ മൃഗത്തിൽ നിന്ന് മാറ്റി നിർത്തുന്ന ഘടകം എന്നുള്ളത് ഈ വിശേഷ ബുദ്ധിയാണ്. ആ വിശേഷ ബുദ്ധിയുള്ള ഡിസ്ക്രിമിനേറ്റീവ് പവർ, അതിന് ബുദ്ധിക്ക് അനവധി ഗുണങ്ങളുണ്ട്. മെമ്മറി പലതും ഉണ്ടല്ലോ. ആ പല ഗുണങ്ങൾ കൂട്ടത്തിൽ പല ഗുണങ്ങൾ അവർക്കുണ്ട്. മെമ്മറി പവർ അവർക്കുണ്ട്,
മനസ്സിലാക്കാനുള്ള കഴിവ് അവർക്കുണ്ട്, ഘ്രാണശക്തിയുണ്ട്, ഇന്ദ്രിയ ശക്തിയുണ്ട്, എല്ലാവർക്കും ഉണ്ട്. പക്ഷെ ഈ ഡിസ്ക്രിമിനേറ്റീവ് പവറും ക്വസ്റ്റ്യനിങ് പവറും ഈ മനുഷ്യന് മാത്രം ഉള്ളതാണ്. അതാണ് മനുഷ്യനെ ഈ ശാസ്ത്ര അന്വേഷണത്തിന് മുകളിൽ എത്തിച്ചിട്ടുള്ളതും. അവിടെയാണ് ജാതക അന്വേഷണം വേണ്ടി വന്നതും. ഈ ജാതക അന്വേഷണം വേണ്ടി വന്നതും അതന്നെയാ കാരണം. എങ്ങനെ ഈ ഒന്ന് ഞാൻ ഇടപെട്ടോട്ടെ. ഒന്ന് ചെറുതായിട്ടൊന്ന് ഇങ്ങോട്ട് മാറിയിരുന്നല്ലേ, ഈ ഫേസ് പകുതിയായിട്ട് കട്ടായി പോകുന്നുണ്ട്, അതുകൊണ്ടാണ് കേട്ടോ, സോറി. കുറച്ചും കൂടി ഇങ്ങോട്ട്, കുറച്ചും കൂടി. ഇപ്പൊ കറക്റ്റാ. ഒന്ന് പറഞ്ഞു തുടങ്ങിക്കോളൂ. സോറി കേട്ടോ. തുടങ്ങിക്കോളൂ. ഇതാണ് ഈ ശാസ്ത്രാന്വേഷണം എന്നുള്ളത്. അത് എവിടെ മുതൽ തുടങ്ങി ചോദിച്ചു കഴിഞ്ഞാൽ അത് മനുഷ്യൻ തുടങ്ങുന്നത് എവിടെ നിന്ന് നമുക്കറിയോ? അത് നമ്മൾ പഠിക്കുകയാണെങ്കിൽ മനുഷ്യൻ കാട്ടിൽ നടന്നിരുന്ന കാലഘട്ടം മുതൽക്കുള്ളതായ വളർച്ചയാണ് ഈ കാണുന്നതൊക്കെ. എങ്ങനെ കാട്ടിൽ നടക്കുന്ന കണ്ടതിനെ മുഴുവൻ പിടിച്ചു തിന്നിരുന്ന കാലത്ത് കാട്ടുതീ വന്നിട്ട് കിഴങ്ങുകളൊക്കെ വെന്ത് കണ്ടപ്പോ ആ വെന്ത കഴിച്ചപ്പോ കുറച്ചുകൂടി നന്നായി തോന്നി, സ്വാദിഷ്ടമായി തോന്നിയപ്പോ വേവിച്ച് കഴിക്കാൻ പഠിക്കുന്നു. ഇങ്ങനെ അന്ന് മുതൽ തുടങ്ങിയ പാഠങ്ങളായത് മുഴുവനും. പിന്നെ അങ്ങനെ ഓരോന്നോരോന്ന് വന്നു, വസ്ത്രധാരണം വന്നു, അതിനുവേണ്ടി പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടുള്ള വഴികളായി. ഇങ്ങനെയാണ് ആ വളർച്ച ഇന്നിപ്പോ നമ്മൾ കണ്ടില്ലേ, എല്ലാ മറ്റ് ഗ്രഹങ്ങളിൽ പോലും ചൊവ്വയിലേക്കും സൂര്യനിലേക്കുള്ളതായ ശാസ്ത്രത്തിന്റെ വളർച്ച വരെ എത്തിയിട്ടുണ്ടെങ്കിൽ ഇത് എത്തിയിട്ടുള്ളത് ഈ ഒരൊറ്റ മനുഷ്യ ബുദ്ധിയുടെ ഈ ക്വസ്റ്റ്യനിങ് പവറും ഡിസ്ക്രിമിനേറ്റീവ് പവറും വെച്ചുകൊണ്ടാണ് ഇതുവരെ എത്തിയത്. അതിലത്തെ ഒരു വിശേഷപ്പെട്ട ഒരു ഘടകമാണ് ജ്യോതിഷം. അത് എന്താണ് ഈ ജ്യോതിഷത്തിലേക്ക് വന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ഇതിനോടൊപ്പം ഈ ക്വസ്റ്റ്യനിങ് പവറിനോടൊപ്പം തന്നെ ക്യൂരിയോസിറ്റി എന്നുള്ള ഒന്നുണ്ട്. അത് മനുഷ്യന്റെ പ്രത്യേകത, മനുഷ്യന് മാത്രമുള്ളതാണ്. ഒരു മൃഗങ്ങളും പറയാറില്ല നാളെ എന്താ ഉണ്ടാവുക, അല്ലെങ്കിൽ എൻ്റെ കുട്ടി എങ്ങനെയാവും, എൻ്റെ കുട്ടിക്ക് രോഗം വരുമോ, ഞാൻ പ്രസവിച്ചത് കുട്ടി പാലില്ലാതെ ആവുമോ. ഇങ്ങനെയൊന്നും ഒരു ചോദ്യം ഒരു മൃഗങ്ങളും പശുക്കളും ചോദിച്ചതായിട്ടോ അതിനെപ്പറ്റി വേവലാതിപ്പെട്ടിട്ടോ കണ്ടിട്ടില്ല. പക്ഷേ മനുഷ്യൻ അങ്ങനെയല്ല. മനുഷ്യനതിൽ വേവലാതിയുണ്ട്. എന്തായിത്തീരും. അപ്പോൾ മനുഷ്യനൊരു ശിശു ജനിക്കുമ്പോൾ ആ കുട്ടി എന്തായിത്തീരും, അവന്റെ എങ്ങനെയൊക്കെ ആയിത്തീരും, അത് നമ്മൾ എടുക്കേണ്ട പ്രിപ്പറേഷൻ എന്തൊക്കെയുണ്ട് എന്നുള്ള ആ ക്യൂരിയോസിറ്റി എന്നുള്ള ഒരു ഗുണം കൂടി ഈ ബുദ്ധിയുടെ വശമായിട്ട് വന്നതിൽ നിന്നുണ്ടായതാണ് ഈ ശാസ്ത്ര അന്വേഷണങ്ങൾ മുഴുവൻ. അത് ജ്യോതിഷം എന്ന് മാത്രമല്ല ഞാൻ പറഞ്ഞത്, ജ്യോതിഷത്തിന്റെ കാര്യം മാത്രമല്ല, എല്ലാ ശാസ്ത്രങ്ങളിലേക്കും എത്തിച്ചേർത്തുള്ള ഇപ്പോൾ വൈദ്യശാസ്ത്രം വികസിപ്പിച്ചുകൊണ്ടാലും കാരണം ഈ ക്യൂരിയോസിറ്റിയാണ്. ഇത് തന്നെയാണ് കാരണം. ഈ ആകാംക്ഷ എന്ന് പറയില്ലേ നമ്മൾ, ആ ആകാംക്ഷയിൽ നിന്നാണ് ഇത് മുഴുവനും ഉണ്ടായത്. ആ ആകാംക്ഷയുടെ ഒരു ഭാഗമാണ് ഈ ജ്യോതിശാസ്ത്രം എത്തിയിട്ടുള്ളത്. അപ്പൊ അതിനെന്ത് വന്നു ചോദിച്ചു കഴിഞ്ഞാൽ ഈ ജ്യോതിഷ സമയത്ത് അതാണ്, അങ്ങനെയാണ് ഈ ജാതകത്തിലേക്ക് വരുന്നത്. അത് എന്താണ് ജാതകം എന്ന് ചോദിച്ചല്ലോ, ഈ എന്താണ് ജാതകം എന്ന് ചോദിച്ചപ്പോൾ അതിലാണ് ഈ ഇതിലേക്ക് എത്താനുള്ള കാരണം. അതാണ് ഈ നമ്മുടെ ഋഷീശ്വരന്മാരും അനവധി ഋഷീശ്വരന്മാരും അവിടെ നമ്മൾ ഒരു കാര്യം നമ്മൾ എല്ലാ രാജ്യങ്ങളോടും കടപ്പെട്ട് കിടക്കുന്നു. അത് നമ്മൾ മനസ്സിലാക്കണം. എല്ലാവരും പറയും ഇതൊക്കെ ഭാരതീയം എന്ന് പറയുമ്പോൾ അവർ ധാരണ ഇന്ത്യയുടെ എന്നൊരു ധാരണ, ആ ധാരണ വെച്ച് പുറത്താൻ പാടില്ല ഒരിക്കലും. ഭാരത തത്വശാസ്ത്രങ്ങൾ എന്ന് പറയുന്നത് ഭാരതത്തിന്റെയാണ്. ഭാരതം എന്ന് പറയുന്നത് ഏഷ്യ, യൂറോപ്പ് വൻകരകൾ മുഴുവൻ വ്യാപിച്ചു കിടക്കുന്നതാണ്. അത് മനസ്സിലാക്കണം. ഇന്ത്യ എന്ന അർത്ഥം പറയാൻ പാടില്ല. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് മാത്രം വരച്ചുണ്ടാക്കിയ മാപ്പിനെയാണ് നമ്മൾ ഇന്ത്യ എന്ന് പറയുന്നത്. അപ്പൊ ഈ കാണുന്ന ജ്യോതിശാസ്ത്രമായാലും വൈദ്യശാസ്ത്രമായാലും മറ്റേ വേദാന്ത ശാസ്ത്രമായാലും ഇത് മുഴുവൻ ഇന്ത്യയുടേതാണെന്നുള്ള വാക്ക് പല മഹാന്മാരും ഉപയോഗിച്ച് കാണുന്നുണ്ട്. യഥാർത്ഥത്തിൽ അതൊരു അബദ്ധമായിട്ടുള്ള ഒരു വാക്കാണ്. ഇന്ത്യയുടെ എന്ന് പറയാൻ പാടില്ല, ഭാരതത്തിന്റെ എന്ന് പറയണം. ഭാരതത്തിന്റെ എന്ന് പറയുമ്പോൾ ഭാരതവർഷത്തിൽ കിടന്നിരുന്ന ഏഷ്യ, യൂറോപ്പ് വൻകരകളിൽ മുഴുവൻ വ്യാപിച്ചു കിടന്നിരുന്ന രാജ്യങ്ങളിലെ മുഴുവൻ ജനവിഭാഗങ്ങളുടെ കൂട്ടായ്മ, അവരുടെ മുഴുവൻ ബുദ്ധിയും കുറിച്ച് ഏകോപിപ്പിച്ചു കൊണ്ടുവന്ന് ഹിമാലയ സാനുക്കളിലുള്ള അതാണ് അവർക്ക് ഏറ്റവും ആ ബുദ്ധി, ഈ ഏഷ്യ യൂറോപ്പ് വൻകരകളിൽ വെച്ച് ഏറ്റവും ബുദ്ധി വികസിക്കാനും പറ്റിയ സ്ഥലം ഹിമാലയ സാനുക്കളാണ്. ഏകാന്തതയ്ക്കും പറ്റിയ സ്ഥലം കണ്ടെത്തി അവിടെ ഈ ഋഷീശ്വരന്മാരൊക്കെ വന്നിട്ട് അവിടെ കൂടി അതിൽ നിന്ന് ഉൽപ്പതിച്ചു വന്നപ്പോൾ അത് നമ്മുടേതാണെന്ന് പറഞ്ഞു പോയതാണ് സത്യത്തിൽ. അതൊരു ധാരണ ഈ ലോകത്ത് മുഴുവൻ ഉണ്ട്. ഈ ഭാരതീയ തത്വശാസ്ത്രം, ഭാരതീയ സംസ്കാരം എന്ന് പറയുമ്പോൾ ഇന്ത്യൻ കൾച്ചർ, ഇന്ത്യൻ സംസ്കാരം, ഇന്ത്യൻ ശാസ്ത്രം എന്നാണ് പെട്ടെന്ന് നമ്മൾ മനസ്സിലാക്കി വെക്കുക. അത് ആ ധാരണ ഒരിക്കലും ഉണ്ടാവാൻ പാടില്ല. കാരണം എത്രയോ ഇതൊക്കെ പരന്നു കിടന്ന എല്ലാ രാജ്യങ്ങളും, ഈ അഫ്ഗാനിസ്ഥാൻ, സൗദി അറേബ്യ, ലെബനോൺ, അങ്ങനെയുള്ള ഈ രാഷ്ട്രങ്ങൾ മുഴുവൻ വ്യാപിച്ചു കിടന്നിരുന്ന വിസ്തൃതമായിരുന്ന ഈ ഏഷ്യ വൻകരയും യൂറോപ്പ് വൻകരയും കൂടി ആര്യന്മാരുടെ അവിടെ മുതൽക്കുള്ള കാലഘട്ടം മുതൽ ഈ രണ്ടും തമ്മിൽ സമ്മേളിച്ച് അതിൽ നിന്ന് ഉരുത്തിരിഞ്ഞ ബുദ്ധിയാണ് ഈ ശാസ്ത്ര സിദ്ധാന്തങ്ങൾ ഉരുത്തിരിഞ്ഞുണ്ടാവാനുള്ളതായ കാരണം. ഇപ്പൊ നമ്മളെ പൂർവസ്ഥരും പാശ്ചാത്യരും ഒക്കെ പിന്നീട് പറഞ്ഞു പോയി എന്ന് മാത്രമേ ഉള്ളൂ. ആ
പാശ്ചാത്യ ദേശത്തെ എന്നുള്ള വാക്ക് തന്നെ യഥാർത്ഥത്തിൽ ഉപയോഗിക്കുന്നത് ശരിയായ തെറ്റായ ഒരു ആശയത്തോടു കൂടി ഉപയോഗിക്കുന്നതാണ്. അല്ല, ഭാരത ശാസ്ത്ര സിദ്ധാന്തങ്ങൾക്ക് അങ്ങനെ രണ്ടില്ല, ഒറ്റ ഒന്നേ ഉള്ളൂ. ഏഷ്യ, യൂറോപ്പ്, വൻകര, അമേരിക്ക, ആസ്ട്രേലിയ ഒന്നും പെടില്ല. അതിനെ ദ്വീപങ്ങളായിട്ട് അന്ന് തന്നെ തിരിച്ചുവിട്ടുള്ളതാണ്. ഈ പറയുന്ന ഈ ഭാരതവർഷേ ഭരതഖണ്ഡേ മേരോഹോ ദക്ഷിണേ പാർശ്വി എന്നുള്ള നമ്മുടെ സങ്കല്പം വന്നിട്ടുള്ള പരിശോധിച്ച് അറിയാൻ പറയും. ആ ഭാരതവർഷം എന്നുള്ള ആ ഒരു ഭൂഖണ്ഡം മുഴുവൻ കൂടി ചെന്നുള്ള ഈ ഭാരതവർഷത്തെയാണ് ഈ പറയുന്നത്. അപ്പൊ അവിടെ ഉണ്ടായിരുന്ന ഋഷീശ്വരന്മാരെ തപസ്സിന്റെ ശക്തിയുടെ ഫലമായി, തപസ് എന്ന് കഴിഞ്ഞാൽ സത്യത്തിൽ ഗവേഷണമാണ്. ഈ കണ്ണടച്ചിരുന്ന് ധ്യാനിക്കുക എന്നൊക്കെ പറയുന്നത് ബുദ്ധിപരമായിട്ടുള്ള വളർച്ച, വേറെ ഒന്നുമല്ല. വെറും അവരുടെ കയ്യിൽ ഉപകരണം അത് മാത്രമേ ഉള്ളൂ, ഒരേ ഒരു ഉപകരണം, സ്വന്തം ബുദ്ധി മാത്രം. ആ ബുദ്ധി എന്നുള്ള ഒറ്റ ഉപകരണം വെച്ച് ഈ പ്രപഞ്ചത്തിന്റെ അങ്ങേയറ്റം വരെ അന്വേഷിച്ചു പിടിച്ചു എന്നതാണ് ഇതിന്റെ കാരണം. അങ്ങനെ അന്വേഷിച്ചു വന്നപ്പോ അവരുണ്ടാക്കിയതാണ് എല്ലാ ഈ ഒരു മാറ്റം വരാത്ത ഒരു ഘടകം കാണണം. അതിനെയാണ് നമ്മൾ ഈ ജനന സമയം എന്ന് പറയുന്നത്. ഒരു മാറ്റവും വരാത്തതും ഒരു കാലത്തും ആവർത്തിക്കപ്പെടാത്തതുമായിട്ടുള്ള ഒരു ഘടകം അവർ കണ്ടെത്തി പിടിച്ചു. അതാണ് ഈ ജാതകം എന്ന് പറയുന്നത്. എന്താണ് രണ്ട് ഘടകം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ പ്രപഞ്ച സൃഷ്ടിയുടെ അടിസ്ഥാന ഘടകമാണ് അത്. ദക്ഷിണാമൂർത്തി അഷ്ടകത്തിലൊക്കെ പറയുന്നത് ദേശകാല കലന വൈചിത്ര ചിത്രീകൃതം. ദേശ ആൻഡ് കാല, ദേശ ആൻഡ് കാല ഇവയുടെ കലനയാണ് ഈ മൾട്ടിപ്ലിക്കേഷന്റെ അടിസ്ഥാന തത്വം. മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറയില്ല നമ്മൾ, മൾട്ടിപ്ലിക്കേഷൻ 1 എന്നുള്ളത് 2 ആയി മാറാം. 1 എന്നുള്ളത് 2 ആയി മാറുന്നതിന്റെ അടിസ്ഥാന തത്വം 2 വിധത്തിലേ അത് സാധിക്കുള്ളൂ. ഈ മൾട്ടിപ്ലിക്കേഷൻ എന്നുള്ളത് 2 വിധത്തിൽ സാധിക്കും. ഒന്ന് സ്പേഷ്യൽ ഡിഫറൻഷിയേഷൻ, മറ്റൊന്ന് വെർട്ടിക്കൽ ടൈം ബേസ്ഡ്. ഈ 2 തരത്തിലാണ് മൾട്ടിപ്ലിക്കേഷൻ ഉള്ളൂ. നമ്മൾ ഏതൊരു വസ്തു എടുത്താലും, ഒരു ചോക്ക് പീസ് എടുത്ത് 2 കഷ്ണമാക്കുക എന്ന് പറയുമ്പോൾ അവിടെ സംഭവിക്കുന്നത് സ്പേഷ്യലാണ്. സ്പേസ്, ആ പൊട്ടിക്കിനോട് കൂടി അതിനിടയിൽ സ്പേസ് വന്നു. ഈ ഒരു ചോക്കിനെ ആ 2 സ്പേസ് എപ്പോൾ വന്നു അപ്പോഴാണ് ഈ 2 കഷ്ടമായത്. അത് ഈ മൾട്ടിപ്ലിക്കേഷൻ ഈ സ്പേഷ്യലാണെന്ന് പറയാനുള്ള കാരണം അതാണ്, സ്പേഷ്യൽ മൾട്ടിപ്ലിക്കേഷൻ. മറ്റത് പറഞ്ഞത് വെർട്ടിക്കൽ, ദ സെയിം പോയിന്റിൽ, മനസ്സിലായല്ലോ, സെയിം പോയിന്റിൽ. ഇപ്പൊ ഞാൻ ഈ ചെയർ ഞാൻ ഓക്യുപ്പൈഡ് ആണ്, ഇപ്പൊ ഈ സ്ഥലം എൻ്റെത്, ഞാൻ ഇരിക്കുന്ന സ്ഥലം. ഇനി ഇവിടെ ഒന്നിനും പറ്റില്ല, ഈ സ്പേസ് ഞാൻ എടുത്തു കഴിഞ്ഞതാണ്, നിങ്ങൾ ആ സ്പേസ് എടുത്തു കഴിഞ്ഞാണ്. ഇതിനെയാണ് നമ്മൾ സ്പേഷ്യൽ ഡിഫറൻഷിയേഷൻ എന്ന് പറയുന്നത്. ഇനി ഇതേ സ്പേസ് സാധ്യമാണ്, ഞാനിരിക്കുന്ന ഇതേ ചെയർ സ്പേസ് തന്നെ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റും. എങ്ങനെ? ഞാൻ ഇവിടെ നിന്ന് നീങ്ങിച്ചിട്ട് നിങ്ങൾക്ക് ഇരിക്കാൻ പറ്റും. ഇതേ സൈസിൽ ഞാൻ ഇവിടെ നിന്ന് നീങ്ങുന്നതോടുകൂടി നിങ്ങൾക്ക് ഇവിടെ ഇരിക്കാം. പക്ഷെ അപ്പോഴേക്കും വേറെ അബദ്ധം പറ്റി. അവിടെയാണ് വെർട്ടിക്കൽ എന്ന് പറയുന്നത്. ടൈം മാറിയില്ലേ? ഞാൻ ഇവിടെ ഇരിക്കുന്ന സമയത്ത് സാധ്യമല്ല, ഞാൻ ഇവിടുന്ന് മാറുമ്പോൾ കണ്ടോ. അപ്പൊ ടൈം ബേസ്ഡ് ആയിട്ട് ഒരു മൾട്ടിപ്ലിക്കേഷനും സ്പേഷ്യലായിട്ട് മറ്റൊരു മൾട്ടിപ്ലിക്കേഷനും, ഇതാണ് ഇതിന്റെ തത്വം. അപ്പൊ അവിടെ എന്ത് വന്നു? ദേശ ആൻഡ് കാല. ദേശ സ്പേസ്, കാല എന്നുള്ളത് ടൈം. ഈ ടൈം ആൻഡ് സ്പേസ് അടിസ്ഥാനമാക്കിയിട്ടാണ് ജാതകം തന്നെ ഉണ്ടാക്കുന്നത് എന്നർത്ഥം. ഏത് ലാറ്റിറ്റ്യൂഡിലെ ലോഞ്ചിറ്റ്യൂഡിലാണ് ബർത്ത് കണ്ടോ. ഒരു കുട്ടി ജനിച്ചു എന്ന് പറയുന്ന ചോദ്യം, ആദ്യത്തെ ചോദ്യം ടൈം, എത്ര മണി എത്ര മിനിറ്റിന് ജനിച്ചു, 10:25 ജനിച്ചു. വേർ, അവിടെ ചോദിക്കുന്ന 2 ചോദ്യം, വെൻ ആൻഡ് വേർ അല്ലെ. വെൻ എന്നുള്ള ടൈം, വേർ എന്നുള്ള സ്പേസ്. തൃശ്ശൂർ അല്ലെ, എറണാകുളം അല്ലെങ്കിൽ ദുബായ് അല്ലെങ്കിൽ അബുദാബി, ഏത് പ്ലേസ് പറഞ്ഞോളൂ. ഇതൊക്കെ ആ ലാറ്റിറ്റ്യൂഡ് ലോഞ്ചിറ്റ്യൂഡ് ഒന്ന്, ടൈം വേറെ ഒന്ന്. ഈ 2 എണ്ണം. എന്താണ് ഈ 2 എണ്ണത്തിന്റെ പ്രത്യേകത എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ 2ഉം കൂടിയതുണ്ടല്ലോ, ഇത് റിപ്പീറ്റബിൾ അല്ല. അതാണ് അതിന്റെ പ്രത്യേകത. ഈ 2ഉം റിപ്പീറ്റബിൾ അല്ല. ടൈമിന്റെ കാര്യം പറയാതെ നിങ്ങൾക്ക് അറിയാലോ, ടൈം റിപ്പീറ്റബിൾ അല്ലാത്ത കാര്യം തിരിച്ചപ്പോ നമ്മൾ 8 മണിക്ക് ഇവിടെ ഇരുന്ന് കഴിഞ്ഞു പോയി. ഇനി ഈ പ്രപഞ്ചമുള്ള കാലം വരെ ഇത് മടങ്ങി വരില്ല, ഉറപ്പായി. അപ്പൊ സംശയമില്ലാത്ത കാര്യമാണ് ഈ ടൈം. അപ്പൊ അതിനെ സ്പേസ് എന്ന് പറയാം. അതുപോലെ തന്നെ ഒന്നാണ് സ്പേസ്. ഇപ്പൊ നമ്മൾ ഈ പറഞ്ഞ 8 മിനി സമയം എന്നുള്ളത്, ഈ പോയിന്റ്, നമ്മൾ ഇരിക്കുന്ന ഈ പോയിന്റ് യൂണിവേഴ്സിനെ അഭിമുഖീകരിക്കുന്നുണ്ടല്ലോ.
ആ സമയമുണ്ടല്ലോ അപ്പൊ നമ്മള് അതിനാണല്ലോ ഈ സ്പേസ് എന്ന് പറയുന്നത്. ഈ സ്പേസ് അഭിമുഖീകരിക്കുന്ന ഈ സമയം ഉണ്ടല്ലോ, ഈ സമയം ഇനി ഒരിക്കലും വരില്ല. അതെന്താ കാരണം ചോദിച്ചു കഴിഞ്ഞാൽ, അപ്പൊ ചോദിക്കും നിങ്ങള് നാളെ ഭൂമി തിരിഞ്ഞു വന്നിട്ട് ഇവിടെ തന്നെ എത്തുമ്പോൾ ഇതേ സ്ഥാനത്ത് തന്നെ എത്തില്ലേ എന്നാണ് ചോദ്യം വരിക. ആണ് ചോദ്യം. അവിടേക്ക് എത്തില്ലേ? അവിടേക്ക് എത്തില്ല. എന്താ കാരണം? അപ്പോഴേക്കും ഭൂമി 10,000 കണക്കിലും മൈൽ നീങ്ങിക്കഴിഞ്ഞു. ഈ ഭൂഗോളം പോയില്ലേ? അപ്പൊ നാളെ ഇതേ നേരത്ത് നിങ്ങൾ പറഞ്ഞു ശരിയാ, ഞാൻ ഇരുന്നത് ഈ കൂറ്റനാട്ട് ഈ ചെയറിലാണ്. നാളെ ഇതേ സമയം 8 മണിക്ക് ഞാൻ ഇവിടെ തന്നെ ഇരുന്നിരുന്നു കഴിഞ്ഞാൽ സ്പേസിനെ എനിക്ക് അഭിമുഖീകരിക്കാൻ പറ്റും. അപ്പൊ സ്പേസ് മാറി. ഇന്നിരുന്ന സ്പേസിൽ നിന്ന് 10,000 കണക്കിന് മൈൽ അപ്പുറത്താണ് നാളെ ഇരിക്കുന്ന സ്പേസ്. പോയില്ലേ? ഓക്കെ. അപ്പൊ ഇനി അടുത്ത കൊല്ലം പറ്റില്ല എന്നാ ചോദ്യം. നാളെ പറ്റില്ല, സംഭവിച്ചു. ഓക്കെ, നാളെ ഭൂമി തിരിഞ്ഞു വന്നിട്ട് ഇതേ പോയിന്റിൽ തിരിച്ചെത്തുമല്ലോ നാളെ ഒരു കൊല്ലം കഴിയുമ്പോൾ. ആ ദിവസം എത്തില്ലേ എന്നൊരു ചോദ്യം വരും. അപ്പോഴേക്കും ഓർബിറ്റ് തന്നെ മാറി. ടോട്ടലി ഓർബിറ്റ് മാറി കഴിഞ്ഞു. പോയില്ലേ? എന്ന് വെച്ചാൽ ഈ ചലനം ഇത് ഒരു കാലത്ത്, ഇപ്പൊ നമ്മൾ നിന്നിരുന്ന സമയം മിനിറ്റ് പറഞ്ഞില്ലേ, ഈ സ്പേസിലും ഈ ഭൂമിയിലും ഒരു കാലത്തും എത്തലില്ല. ഇനി ഇത് റിപ്പീറ്റബിളേ അല്ല. അതാണ് എന്റെ ഈ സ്പേസിനെ അഭിമുഖീകരിക്കുന്ന ഈ സ്പേസും ടൈമും തമ്മിലുള്ള ഈ ബന്ധം ഒരിക്കലും റിപ്പീറ്റ് ചെയ്യാൻ സാധ്യമല്ല. ഒരു കാലത്തും ഉണ്ടാവില്ല. അങ്ങനെ ഓർബിറ്റ് മൂവ് ചെയ്താൽ ഇനി മിൽക്കി വേയിലെത്തും തന്നെ സെയിം തന്നെ സംഭവിക്കണം. അവിടെയും നമ്മൾ പോയിട്ട് ഇനി ഒരു മിൽക്കി വേ പോയിട്ട് അന്വേഷിച്ച് കഴിഞ്ഞാൽ സംഭവിക്കുന്ന അവിടെ ഓർബിറ്റുകൾ ഇങ്ങനെ നീങ്ങുക, അതിന് നടക്ക് വേറൊരു ഓർബിറ്റ് നിൽക്കുക, ആ ഓർബിറ്റ് നീങ്ങുമ്പോൾ മറ്റേത്. ഇതേ പ്രകൃതി. ഇത് എവിടം മുതൽ എവിടം വരെ തുടങ്ങുന്നു നമ്മൾ പരിശോധിക്കണം. കണ്ടോ? ഞാൻ ഈ പറഞ്ഞ തിയറി എവിടം മുതൽ ആരംഭിച്ചു എന്നും എവിടം വരെ എത്തും നോക്കൂ നിങ്ങൾ. ഈ യൂണിവേഴ്സ് മുഴുവൻ എത്തിച്ചേരും. എവിടം മുതൽ അറിയോ? ദ സെയിം സംഭവം. ഒരു പരമാണുവിൽ നടക്കുന്ന സംഭവമാണിത്. ഒരു ആറ്റത്തിൽ നടക്കുന്ന പ്രക്രിയ ഈ സംഭവം. അതാണ് ബ്രഹ്മാണ്ഡ പിണ്ഡാണ്ഡങ്ങൾ തമ്മിലുള്ള ബന്ധം. കണ്ടോ? ഒരു ആറ്റത്തിന്റെ ഉള്ളിൽ ഒരു ന്യൂക്ലിയസും ആ ന്യൂക്ലിയസിനെ ചുറ്റിക്കൊണ്ടുള്ള കുറച്ച് ഇലക്ട്രോൺസും ഉണ്ട്. ഒരു ആറ്റം മുറിച്ചാൽ കാണുന്ന ആ ചിത്രമില്ലേ, ആ ചിത്രമാണ് ഈ യൂണിവേഴ്സ് മുഴുവൻ കാണാൻ കഴിയുമെന്നാണ് ഈ പറഞ്ഞതിന്റെ സാരം. നമ്മുടെ ഓർബിറ്റ് എടുത്തു കഴിഞ്ഞാൽ എങ്ങനെയാ? സൂര്യൻ എന്നുള്ള ന്യൂക്ലിയസ്, പ്ലാനറ്റ്സ് എന്നുള്ള കുറച്ച് ഇലക്ട്രോൺസ് ചുറ്റിക്കൊണ്ടിരിക്കുന്ന സെയിം അല്ലേ? ഇനി അതിനെടുത്ത് അടുത്തതിലേക്ക് പോയി കഴിഞ്ഞാൽ കുറെ സൗരയൂഥങ്ങൾ, ഓർബിറ്റുകൾ നിറയെ, അതിന്റെ നടുവിൽ വേറൊരു ഓർബിറ്റ്. അതൊന്നും പോയി കഴിഞ്ഞാൽ അതുപോലത്തെ ഓർബിറ്റുകൾ നിറയെ, അതിൻ്റെ ഉള്ളിൽ വേറെ ഓർബിറ്റ് സെയിം. ഈ ഒരു പരമാണുവിൽ കാണുന്ന ഈ തത്വമല്ലാതെ ഒന്ന് യൂണിവേഴ്സ് മുഴുവൻ, പ്രപഞ്ചം മുഴുവൻ അന്വേഷിച്ചാലും കണ്ടെത്താൻ സാധ്യമല്ല. ഇതാണ് ഈ ജ്യോതിശാസ്ത്രത്തിന്റെ പ്രത്യേകത. അപ്പൊ ഈ ഒരു പരമാണുവിൽ നടക്കുന്ന പ്രക്രിയയും യൂണിവേഴ്സിൽ നടക്കുന്ന പ്രക്രിയയും ഒന്നാണ്, ഒരു വ്യത്യാസമില്ലാതെ ഒന്ന് തന്നെ. ഈ പ്രക്രിയയാണ് ഈ ടൈം ആൻഡ് സ്പേസ് ബന്ധിപ്പിച്ചുകൊണ്ട് നമ്മൾ ഈ പറഞ്ഞിട്ടുള്ളത്. ഈ ടൈം ആൻഡ് സ്പേസിലാണ് നമ്മൾ ജാതകം എന്ന് എടുക്കുന്നത്. ഈ ഇന്ന സ്ഥലത്ത് ജനിച്ചു, ഇന്ന ലാറ്റിറ്റ്യൂഡ് ലോണ്ടിറ്റ്യൂഡ് ജനിച്ചു, സ്ഥലവും കാലവും പറഞ്ഞു കഴിഞ്ഞാൽ ഈ സമയത്ത് കിട്ടുന്ന പ്ലാനറ്ററി പൊസിഷനെ അപ്പൊ കിട്ടുന്ന നമുക്കൊരു പാറ്റേൺ ഉണ്ട്. ഈ ബിന്ദുവിൽ നിന്ന് ഈ യൂണിവേഴ്സിലേക്ക് നോക്കുമ്പോൾ കിട്ടുന്ന ഒരു പാറ്റേൺ, ആ പാറ്റേണെ വെച്ചുകൊണ്ട് അതിലൊക്കെ നമ്മൾ ഇൻവോക്ക് ചെയ്യാണ് ഈ പറഞ്ഞ സംഭവങ്ങളൊക്കെ. ഇത് സ്വാധീനം ചെലുത്തുക എന്ന് പറഞ്ഞാൽ മുഴുവൻ അത് ശരിയാണെന്ന് എനിക്ക് അഭിപ്രായം ഇല്ല. കുറെ ഗ്രഹങ്ങൾ സ്വാധീനം ഉണ്ടില്ല എന്ന് പറയില്ല. ഇതിന്റെ സ്വാധീനത്തെക്കാൾ ഉപരി ഈ സമയത്ത് കിട്ടുന്ന ആ പാറ്റേൺ സമഭിവ്യഞ്ജന്തി എന്നാണ് ശാസ്ത്രവാക്യം പറഞ്ഞിരിക്കുന്നത്. അതിനെ പ്രകാശിപ്പിച്ചു തരുന്നു മാത്രം. ആ സമയത്തുള്ള ആ പ്ലാനറ്ററി പൊസിഷനിൽ നിന്ന് കിട്ടുന്ന ഒരു പാറ്റേൺ ഉണ്ട്. ആ പാറ്റേൺ ആണ് നമ്മൾ ജാതകമാക്കി എടുക്കുന്നത്. ഈ 27 നക്ഷത്രങ്ങളുടെ ഗതി, അതിലൂടെ ഗ്രഹങ്ങളുടെ സഞ്ചാരഗതി, എത്ര ഡിഗ്രികളിൽ ഇന്ന ഗ്രഹങ്ങൾ നിൽക്കുന്നു എന്നുള്ള സഞ്ചാരഗതി, ആ സഞ്ചാരഗതിയിൽ ഇന്ന സന്ദർഭത്തിലാണ് ഈ കുട്ടി ജനിച്ചു എന്ന് പറഞ്ഞിട്ടുള്ള ആ ലഗ്നം എന്ന് പറയുന്നത് അതാണ്. ഇനി അതിൽ ഈ വേറൊരു ചോദ്യം നിങ്ങൾക്ക് ഇങ്ങനെ വരാൻ ചിലപ്പോ ഇതിന് അനവധി അഭിപ്രായം പറഞ്ഞിട്ടുണ്ട് ഈ ജനന സമയത്ത് എടുക്കാൻ. യഥാർത്ഥത്തിൽ ശാസ്ത്രം പറഞ്ഞിട്ടുള്ളത്
ഇതിനെ ഒന്നുമല്ല. അതായത് ഭൂസ്പർശ സമയം, ഭൂമിയിൽ തൊടുമ്പോഴാണെന്നൊരു വക, ജല ഈ സ്രാവജലം പുറത്തു വരുമ്പോഴാണെന്ന് വേറൊരു വക, ശിരസ് പുറത്തു വരുമ്പോഴാണ് വേറൊരു വക, പൊക്കിൾക്കൊടി കുറിക്കുമ്പോഴാണ് വേറൊരു വക. ഇങ്ങനെ അനവധി അഭിപ്രായമുണ്ട് ജനന സമയത്തെക്കുറിച്ച്. യഥാർത്ഥത്തിൽ ശാസ്ത്രം നിൽക്കുന്നത് ഇവിടെ ഒന്നുമല്ല, ഇത് സാങ്കല്പികമാണ്. കൺസീവിങ് മൊമെന്റ് ആണ് ശരിക്കുള്ള ആധാന ലഗ്നം, നമ്മുടെ ഒറിജിനൽ ജ്യോതിശാസ്ത്രത്തിന്റെ ലഗ്നം. അതിന്റെ അജ്ഞത കൊണ്ട് ആർക്കും അത്, ആ ജ്ഞാനമുള്ളവർക്ക് ഓക്കെ. പഴയ നമ്മുടെ കഥകളിലൊക്കെ കണ്ടിട്ടില്ലേ, ചില ഋഷീശ്വരന്മാരെ മഹാന്മാരെ കഥകളിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. ആ സമയം നോക്കിയപ്പോൾ ഈ സമയം ഒരു വലിയ മഹാനായ ഒരു പുത്രൻ ജനിക്കാവുന്ന സമയമാണെന്ന് വെച്ചാൽ ആ സമയത്ത് കൺസീവ് ചെയ്തിട്ടുണ്ട് ഈ സ്ത്രീയുമായിട്ട്. അങ്ങനെ ചില കഥകളുണ്ട്, അനുഭവത്തിൽ പറയാൻ പറ്റില്ല. അപ്പൊ ഈ കൺസീവിങ് മൊമെന്റ് നമുക്ക് ലഭ്യമല്ലാത്തത് കൊണ്ട് അതിനെ കൊണ്ടുവന്നിട്ട് ഈ ജനിച്ച് പുറത്തു വന്ന സമയത്തേക്ക് നമ്മൾ ഘടിപ്പിക്കുക ചെയ്യുന്നത്. സത്യത്തിൽ പറയാൻ ഇതൊരു അഡ്ജസ്റ്റ്മെന്റ് ആണ് ഈ ചെയ്യുന്നത്. ഇത് പെർഫെക്റ്റ് എന്ന് പറയാൻ പറ്റില്ല. അതിനെ പെർഫെക്റ്റ് എന്ന് ശാസ്ത്രം പറഞ്ഞിട്ടുള്ളത് മുഴുവൻ കൺസീവിങ് മൊമെന്റ്. അതിന് ആധാന ലഗ്നം എന്ന് പറയും. ആധാന ലഗ്നം വെച്ചാൽ സ്പേം ചെന്ന് എഗ്ഗിൽ തറച്ചു കയറുന്ന ആ സമയത്തിനെയാണ് കൺസീവിങ്. അതാണ് ശരിക്കുള്ള ജാതക സമയം. അത് അജ്ഞാതമാണ്, ആർക്കും അറിയില്ല, ഒരാൾക്ക് അറിയില്ലാത്തതുകൊണ്ട് അതിന്റെ രണ്ടാമത്തെ സ്റ്റേജിൽ അതാണല്ലോ ഈ ഇതൊക്കെ പറഞ്ഞല്ലേ, ജന്മം എവിടെന്നാ തോന്നണത്? ഈ ജന്മം എവിടെന്നാ തോന്നണത്? ശാസ്ത്രം പറഞ്ഞല്ലേ, അസ്ഥി ജായത്തെ വർദ്ധത്തെ വിപരിമണപത്തെ അപക്ഷീയത്തെ വിനശ്യരീതി ഷഡ്വികാരവതേത സ്ഥൂലശരീരം. സ്ഥൂലശരീരം ഗ്രോസ് ബോഡിയെ പറ്റിയിട്ടുള്ള ഡെഫിനേഷനാണ് പറഞ്ഞത്. എവിടെ? അസ്ഥി എന്നാ പറഞ്ഞ ആദ്യത്തെ സ്റ്റേജ്. ശരീരം അസ്ഥി. അസ്ഥി എന്ന് പറയുന്നത് ഈ കൺസീവിങ് ആണ്. ജായതേ, ആ 10 മാസം കഴിഞ്ഞിട്ട് പുറത്തേക്ക് വരുന്നു, അത് രണ്ടാമത്തെ മോഡിഫിക്കേഷനാണ്. അസ്ഥി ജായതേ വർദ്ധതേ, അവിടെ നിന്ന് വളർച്ച, ആ ശരീരം കുട്ടി പിന്നെ വലുതായി വരിക. ജായതേ വർദ്ധതേ, ആ വളർച്ച അങ്ങനെ പോവില്ല. 40 കൊല്ലം ആകുമ്പോൾ പോലും വളരൊന്നുമില്ല. കുറച്ച് കൊല്ലങ്ങൾ വരുന്നതോടുകൂടി സ്റ്റോപ്പ്, ആ വളർച്ച നിൽക്കുകയും വിപരിണമത്തെ ട്രാൻസ്ഫോർമേഷൻ അവിടെ നിന്നിട്ട് ഒരു പ്രത്യേക 18 വയസ്സിലോ 16 വയസ്സിലോ 20 വയസ്സിലോ വന്നിട്ട് അവിടെ സ്റ്റോപ്പ് ആവുകയാണ്. വളർച്ച നിന്നിട്ട് പിന്നെ ട്രാൻസ്ഫോർമേഷൻ മാത്രമേ നടക്കുള്ളൂ, അതിന്റെ ശരീരത്തിൽ വരുന്ന മാറ്റങ്ങൾ മാത്രം. അതാണ് വിപരിണമത്തെ. പിന്നെ അതും അങ്ങനെ തുറന്നുകൊണ്ട് പോവില്ല. ഒരു certain ഏജിൽ എത്തുമ്പോൾ 45-50 വയസ്സാവുമ്പോ അപക്ഷീയതേ, കണ്ടോ, DK ആരംഭിക്കേ, ഇങ്ങോട്ട് DK സ്റ്റേജിലേക്ക് വരും. അത് കഴിഞ്ഞ് അപക്ഷീയതേ വിനശ്യരീതി, അങ്ങനെ പോയിട്ട് ആ ശരീരം നശിക്കും. ഇതാണ് ശരീരത്തിന്റെ ഡെഫിനിഷൻ. അസ്ഥി ജായത്തെ വർദ്ധത്തെ വിപരിണമത്തെ അപക്ഷീയതേ വിനശ്യരീതി ഷഡ്വികാരവതേത സ്ഥൂല ശരീരം. സ്ഥൂല ശരീരത്തിന്റെ ഡെഫിനിഷനാണത്. അങ്ങനെ വരുമ്പോ അസ്ഥി എന്ന് എവിടെയാ? ആധാനത്തിലാണ് ഫസ്റ്റ് സ്റ്റേജ്. സെക്കൻഡ് മോഡിഫിക്കേഷൻ ആണ് നമ്മൾ എടുക്കുന്നത്. ജായതേ, കണ്ടോ, രണ്ടാം മോഡിഫിക്കേഷനാ. ഈ കുട്ടി അവിടെ ജനിച്ചു കഴിഞ്ഞു, ഈ ശിശു ഭ്രൂണത്തിൽ അവിടെ ജനിച്ചു കഴിഞ്ഞു. അതാണ് അസ്ഥി എന്ന് പറയുന്നത്. ജനനം അവിടെ കഴിഞ്ഞത്. പിന്നെ അതിന്റെ രണ്ടാമത്തെ മോഡിഫിക്കേഷനാണ് ജായതേ. ഈ അസ്ഥിയെ പറ്റി നമുക്ക് അറിയാത്തത് കൊണ്ട് ജായതേ എന്നുള്ള രണ്ടാമത്തെ മോഡിഫിക്കേഷനെ ജാതകമാക്കി എടുക്കുകയാണ് ഇപ്പൊ നമ്മൾ ചെയ്തു വരുന്നത്. കണ്ടോ, അവിടെ തന്നെ അതിന് ഇംപെർഫെക്ഷൻ വന്നു കഴിഞ്ഞു, ഇല്ലേ? ഒറിജിനൽ ടൈം, ഒറിജിനൽ പ്ലാനറ്ററി പൊസിഷൻ, ഒറിജിനൽ ഗ്രഹങ്ങൾ എന്താണോ എന്നുള്ളത് ആ സമയത്ത് നിന്ന് കിട്ടണം, ആധാന ലഗ്നത്തിൽ നിന്ന് കിട്ടണം. അത് സാധ്യമല്ല. അപ്പൊ ഇത് മുഴുവൻ കൊണ്ടുവന്നിട്ട് അതേ തിയറിയാ, ഈ ആധാന ലഗ്നത്തെ പറ്റി പറഞ്ഞിട്ടുള്ള അതേ തിയറികളെ മുഴുവൻ കൊണ്ടുവന്ന് ഈ രണ്ടാമത്തെ മോഡിഫിക്കേഷനിൽ ജായതേ എന്നുള്ള മോമെന്റിലേക്ക് ബന്ധിപ്പിച്ചുകൊണ്ടാണ് നമ്മൾ ഈ ജാതകം എഴുതുന്നത്. അവിടെയാണ് ഈ ചെറിയൊരു വ്യത്യാസം ചിലപ്പോൾ നല്ല വ്യത്യാസമാവാം, ഏതായാലും ആ ഒരു എന്താ പറയാ, എൻ്റെ ക്ലാരിറ്റിക്ക് ഒരു കുറവോ അല്ലെങ്കിൽ വ്യക്തതയ്ക്കുള്ള കുറവോ അതൊക്കെ സംഭവിക്കുന്നത് ഇതിനാണ്. ഈ ആധാന ലഗ്നത്തെ കിട്ടിയാൽ വ്യക്തമാണത്, യാതൊരു സംശയമില്ലാത്ത രീതിയിൽ നിസ്സംശയം ശാസ്ത്രം പറഞ്ഞിട്ടുണ്ട് ഈ വാക്യങ്ങളൊക്കെ. അതാണ് ജാതകം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ജാതകം എന്ന് പറയുന്നത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ പ്ലാനറ്ററി പൊസിഷൻ, അന്നത്തെ ആ ടൈം ആൻഡ് സ്പേസ് വെച്ചുകൊണ്ട് സ്പേസിലേക്ക് നോക്കുമ്പോൾ സ്പേസിൽ ഏതെല്ലാം ഗ്രഹങ്ങൾ, ഏതെല്ലാം സ്റ്റാർസിന്റെ ഏതെല്ലാം എത്രാമത്തെ ഡിഗ്രികളിൽ നിൽക്കുന്നു എന്ന് മുഴുവൻ പരിശോധിച്ചുകൊണ്ട് ആ മോമെന്റിനെ, ഈ ജനിക്കുന്ന മോമെന്റിനെ ലഗ്നമാക്കി എടുത്തിട്ട് അതിൽ നിന്ന് നമ്മൾ ആ പാറ്റേൺ വെച്ചുകൊണ്ട് ഇതിനെ മുഴുവൻ ചിത്രീകരിക്കുക.
ഇതിന്റെ സ്വഭാവത്തെയും വളർച്ചയും ഭാവിയും ഭൂതവും എല്ലാം കഴിഞ്ഞ ജന്മം, അടുത്ത ജന്മം, ഈ ജന്മം, കഴിഞ്ഞ ജന്മം എല്ലാം ഏത് വേണമെങ്കിൽ കഴിഞ്ഞ ജന്മത്തെ മുഴുവൻ ചിന്തിക്കാൻ പറയണം, അടുത്ത ജന്മം ചിന്തിക്കാൻ പറയണം. ശാസ്ത്രത്തിന്റെ ക്യൂരിയോസിറ്റി കൊണ്ടാണല്ലോ ഞാൻ തടസ്സപ്പെടുത്തുന്നത്. ഒരു ക്യൂരിയോസിറ്റി കൊണ്ടാണ്, എനിക്ക് സഹിക്കാൻ വയ്യാത്ത ക്യൂരിയോസിറ്റി കാരണം കൊണ്ടാണ്. ഞാൻ ഒറ്റ കാര്യം ചോദിക്കും. ഇപ്പൊ പറഞ്ഞല്ലോ നമുക്ക് ഈ രണ്ടാമത്തെ പാദത്തിലുള്ള കാര്യങ്ങളിൽ വെച്ചുകൊണ്ടാണ് നമ്മൾ പ്രത്യേക ഒരു ആംഗിളിൽ നോക്കുന്നത്, അത് പറഞ്ഞു. അപ്പൊ എന്റെ ഒരു പേഴ്സണൽ ആയിട്ടുള്ള ഒരു കാര്യമാണ്, എനിക്ക് എന്റെ കയ്യിൽ ജാതകം ഇല്ല സത്യം പറഞ്ഞാൽ. ഞാൻ ജനിച്ച സമയം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വീട്ടില് ഇപ്പൊ കറക്റ്റ് ആയിട്ടുള്ള സമയം ഒന്നും ആർക്കും അറിയില്ല. അപ്പൊ എനിക്ക് നേരെ ഇപ്പൊ ഏത് ആസ്പെക്റ്റിനും ഒരു ഇങ്ങോട്ട് നോക്കുമ്പോൾ ഒരു സമയം കണ്ട് നമുക്ക് മറ്റുള്ള കാര്യങ്ങൾ അറിയാന്ന് പറയുമ്പോൾ, സമയം അറിയാത്ത ഒരാൾക്ക് ആ സമയം കണ്ടുപിടിക്കാൻ എന്തെങ്കിലും വഴിയുണ്ടോ എന്നുള്ളതും കൂടി ഒന്ന് പറയും. അതിനൊരു പദ്ധതിയുണ്ട്, പ്രായോഗികമായിട്ട് ഇപ്പൊ ഇല്ല എന്ന് മാത്രമേ ഉള്ളൂ. ശാസ്ത്രത്തിലുണ്ട് നഷ്ടജാതക വിധി എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഡിവിഷൻ തന്നെ ഉണ്ട് ജ്യോതിഷത്തിലെ. ഒരു ഡിവിഷൻ, ഒരു ഭാഗത്ത് പറഞ്ഞൊന്നല്ല, അനവധി ഡിവിഷൻ ഉള്ളതിലത്തെ ഒരു ഡിവിഷനാണ് നഷ്ടജാതക പദ്ധതി എന്ന് പറയുന്നത്. അത് വെറും നിമിത്തങ്ങളെ വെച്ചുകൊണ്ട് ഈ ജനനസമയത്ത് മുഴുവനും പിന്നിലേക്ക് പോകാനുള്ളതായ ഒരു ഗണിത പദ്ധതിയാണ്. അതിപ്പോ ആരുടെ കയ്യിലും ഇല്ല എന്ന് വേണം ഞാൻ ഇപ്പൊ എൻ്റെ അറിവിലില്ല എന്ന് വെച്ചാൽ ഉറപ്പിച്ച് പറയാം. എനിക്കറിയില്ല, എൻ്റെ അറിവിലും ഒരാളത് അറിയുന്ന ആളുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല സത്യത്തിൽ. ആരൊക്കെ ചിലർക്ക് അവകാശപ്പെടുന്നു എന്നല്ലാതെ, അതൊക്കെ ഇപ്പൊ ഈ ഒരു ചക്ക വീണപ്പോ മോല് ചത്തു എന്ന് മാത്രമേ അതിന് അർത്ഥമുള്ളൂ. അല്ലാതെ അതല്ല രണ്ടാമത്തെ ചക്ക ഇട്ടിട്ട് മോല് വേണ്ട അതിനടിയില്ല, അങ്ങനെ ഉണ്ടാവുക. എങ്ങനെയൊക്കെ ചില അബദ്ധത്തിൽ ചിലർക്ക് പറ്റിയിട്ടുണ്ടായിരിക്കാം. ചില ആൾക്കാർ ചില ജ്യോത്സ്യന്മാരുടെ പറഞ്ഞിട്ട് ഞാൻ എന്നാളുടെ നഷ്ടജാതകം ഗണിച്ചു, അതങ്ങനെ ഇങ്ങനെയൊക്കെ, അതൊരു എങ്കിലും ഒന്നും റിപ്പീറ്റ് ചെയ്യണ്ടേ അത്. അതാണല്ലോ അതിന് ചില ന്യായം ഉണ്ട്. ന്യായശാസ്ത്രം സമ്മതിക്കില്ല അതിന്. അതാണല്ലോ ശാസ്ത്ര എന്ന് പറയുന്നത്. നിങ്ങള് ന്യായശാസ്ത്രം സമ്മതിക്കില്ല ഇതിനെ ഇപ്പോ നമ്മള് അത് ശാസ്ത്രത്തിന്റെ അടിസ്ഥാനത്തിലാവണം എഴുതുന്നത്. അതേ മാത്രമേ അംഗീകരിക്കുള്ളൂ, അല്ലാത്ത അംഗീകരിക്കില്ല. ഒരു പുഴു വെള്ളത്തിൽ നിന്ന് ഇങ്ങനെ അരിച്ചു വന്നിട്ട് അത് താന്ന് എഴുതിച്ചോളൂ. ഇങ്ങനെ അരിച്ചു പോയത് കഴിഞ്ഞ് നോക്കിയപ്പോൾ അതൊരു താന്ന അക്ഷരം. അപ്പൊ അവിടെ ചോദ്യം ചോദിക്കുക, ഈ പുഴുവിന് താന്ന് എഴുതാൻ അറിയുമോ എന്ന് ചോദിച്ചാൽ എന്താ ഉത്തരം? കഴിഞ്ഞില്ലേ? അറിയില്ല എന്ന് പറയും. അറിയില്ലെങ്കിൽ നിങ്ങൾ എഴുതൂ. എങ്ങനെ നിങ്ങൾ എഴുതുക? അങ്ങനെ തന്നെയല്ലേ? അപ്പൊ അറിയില്ലേ? അതിനൊരു വാച്ച്. അതേപ്പറ്റി കമന്റ്, നോ കമന്റ് എന്നാണ് അതിന് പറഞ്ഞത്. ഈ ന്യായത്തിന് ഇത് എഴുതി, ഇത് താന്നാണ് ആ പുഴു വരച്ചിരിക്കുന്നത്. ഈ നിങ്ങൾ പറയണോ അത് പുഴുവിന് താന്ന് എഴുതാൻ സ്കൂളിൽ പോയിട്ടില്ല എന്ന് പറഞ്ഞു. ഓക്കെ, സമ്മതിച്ചു, നിങ്ങൾ എഴുതൂ, നിങ്ങൾ സ്കൂളിൽ പോയ ആളല്ലേ, അതുപോലെ എഴുതി. അപ്പൊ പുഴുവിന് അറിയല്ലോ ഈ താന്ന്. അപ്പൊ അറിയില്ല. ഇതാ നോ കമന്റ്സ്. അത് അങ്ങനെ സംഭവിച്ചു എന്ന് മാത്രം. അങ്ങനെ ചില സംഭവിച്ചിരിക്കാമെന്നല്ലാതെ യഥാർത്ഥത്തിൽ എന്റെ അറിവിൽ ഇപ്പൊ എന്നിട്ട് തോന്നുന്നു നഷ്ടജാതകം. പക്ഷെ അത് പദ്ധതി വളരെ വ്യക്തമായി പറഞ്ഞിട്ടോ, വളരെ ചില ഓരയുടെ ചില ഭാഗത്തു നിന്നൊക്കെ നോക്കിയായിരിക്കുള്ള വിഷൻ ഉണ്ട്, വെളിച്ചങ്ങളുണ്ട്. പക്ഷെ അതൊക്കെ എന്താ വെച്ചാൽ അതിനായിട്ട് തപസ് ചെയ്തിട്ട് അതിനായിട്ടിരിക്കണം. ഒരു 10 കൊല്ലം അതിന് വേണ്ടിയിട്ട് മാത്രമായിട്ട് ഇരിക്കാൻ. അതായത് ചന്ദ്രോപഗദ്രസഭാരസമാന രൂപം സത്വം ബുധേത് എന്നുള്ള ആ ശ്ലോകത്തിന്റെ വ്യാഖ്യാനത്തിലൊക്കെ സൂചിപ്പിച്ചിട്ടുണ്ട്. അപ്പോ അത് അസാധ്യം എന്ന് വേണം പറയാൻ. പിന്നെ ചില ആൾക്കാരെ ദൈവാധീനം നമുക്ക് പറയാൻ പറ്റില്ല. ചില സംഭവിച്ചു എന്ന് വരാം, ഈ പറഞ്ഞതുപോലെ ചിലപ്പോ സംഭവിച്ചു എന്ന് വരാം. എങ്കിലും എനിക്ക് അറിവിൽപ്പെട്ടിടത്തോളം നഷ്ടജാതകം ഗണിച്ച് ക്ലിപ്തമാക്കാൻ പറ്റുന്ന ആൾക്കാരുണ്ടോ സംശയം. അതാണ് ഓക്കെ, ക്ലിയർ ആണ് അത്. എനിക്ക് വളരെ ക്ലിയർ ആയി. പക്ഷെ ഒരു കാര്യം കൂടി ചോദിക്കും. ഇപ്പൊ ജാതകം എന്ന് പറയുന്നത് ജ്യോതിഷി എന്നുള്ള ഒരു സംഭവം കൂടി ഉണ്ടല്ലോ. കാര്യം ഇന്നത്തെ കാലഘട്ടത്തിൽ ജനങ്ങൾ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് എന്നാൽ ഇത്തരത്തിലുള്ള ജ്യോതിഷവുമായി വിശ്വാസമുള്ള ആളുകൾ, ആ വിശ്വാസമുള്ള ആളുകൾ ഉണ്ടായിക്കോട്ടെ, വിശ്വാസമുള്ള ആളുകൾ. പക്ഷെ ആളുകൾക്ക് ഈ ജ്യോതിഷി ആരാണ്? ഈ ഒരു ജ്യോതിഷി എങ്ങനെയായിരിക്കുന്ന ഒരു ജ്യോതിഷി? ഇത് പറഞ്ഞു വെച്ചിട്ടുണ്ടാവുമല്ലോ കറക്റ്റ് ആയിട്ട്. അതിനെ പറ്റിയിട്ട് ഒന്ന് പറഞ്ഞു തരാൻ പറ്റുമോ? അതായിട്ടുണ്ട്. ആചാര്യൻ ആദ്യം തന്നെ എഴുതിയിട്ടുണ്ട്. അതില് വ്യത്യസ്തങ്ങളായിട്ട് എഴുതിയിട്ടുണ്ട്. വേദാധ്യായി വിനീതോ ഗ്രഹരചനപര സത്യവാദി സുഹൃത്തോ ജ്യോതിശാസ്ത്ര പ്രവീണോ ഗ്രഹഗണിത പടുസ്തോത്ര ദൈവജ്ഞ. ദൈവജ്ഞൻ ജ്യോതിഷി എന്ന് മാത്രമല്ല ഉള്ളൂ, അവിടെ ദൈവജ്ഞൻ എന്നാ വിശേഷണം കൊടുത്തിട്ടുള്ളത്. ദൈവം ജാനാതി ദൈവജ്ഞ, ഈശ്വരനെ പോലും അറിയുന്നവൻ, അല്ലെ ഈശ്വരനെ അറിയുന്നവൻ എന്നുള്ള അർത്ഥത്തിലാണ് ദൈവം ദിഷ്ട ഭാഗതയം എന്നുണ്ട്. ഭാഗതയജ്ഞത്യർത്ഥ, സകലവിധ ഭാഗദേഹങ്ങളെയും അറിയുന്ന തരത്തിൽപ്പെട്ടിട്ടുള്ള ഒന്നാണ് ഈ പറഞ്ഞ. അതിൽ വേദാധ്യായി, ജ്യോതിഷി വേദാധ്യായി ആവണം, വേദാധ്യയനം ചെയ്തവനെ, വേദാധ്യായം എന്നുകൊണ്ട് ശാസ്ത്ര പഠനം ചെയ്തവനാവണം. വിനീതനാവുക,
ഗ്രഹയജ്ഞപരഹ, ഗ്രഹയജ്ഞങ്ങൾ ചെയ്യാൻ കഴിവുള്ളവനാവണം. അതാ ഗ്രഹയജ്ഞഭാഗം, ഗ്രഹഗണിതല്ല, ഗ്രഹയജ്ഞഭാഗം എന്ന്. ജ്യോതിശാസ്ത്ര പ്രവീണോ, ജ്യോതിശാസ്ത്രത്തിൽ പ്രവീണനായിരിക്കണം. ഗ്രഹഗണിതപ്പെടില്ല. അതാ ത്രുടിപര്യന്തം എന്നാണ് പറയുന്നത്. ത്രുടിപര്യന്തം എന്ന് പറഞ്ഞാല് അറിയാലോ, ഒരു അതിന്റെ സമയഗണന പറയുന്നുണ്ട്. അത്ര വരെ സൂക്ഷ്മമായിട്ട്, സെക്കൻഡൊന്നും പോരാ, സെക്കൻഡൊക്കെ പോകും. എത്രയോ 1000 സെക്കൻഡിന്റെ അംശത്തിൽ, സെക്കൻഡിന്റെ 1000 അംശം വരേക്കുള്ളതായ സമയം വരേക്കുള്ളതായ ഓരോ ചലനങ്ങളെയും അറിയുന്നവനാവണം. അതുവരെ ഹൃദിസ്ഥമായിട്ട് ഇങ്ങനെ എപ്റ്റഡേ ഇപ്പൊ ഇങ്ങോട്ട് ചോദിച്ചാൽ പറയാനാവണം. ഇപ്പൊ ഈ സമയത്ത് വേണ്ടി 8:53 എല്ലാ കാര്യങ്ങളും പറയണം. ഭൂതോദയം പറയണം, ഗ്രഹോദയം പറയണം, നാട്യോദയം പറയണം. ഇങ്ങനെ ഈ ഇത്രയും മൊമെന്റിലെല്ലാം ഈ സമയത്ത് ഏത് ഭൂതം ഉദിച്ചു നിൽക്കുന്നു, അതാണ് ഭൂതോദയം എന്നൊക്കെ പണ്ട് ഒരു ഉപയോഗം ഉണ്ടാക്കപ്പെട്ട ആൾക്കാർ പറഞ്ഞു. ഭൂതോദയം, അവനെന്താ അല്ല ഭൂതോദയം ഉണ്ടോ? ആ ഭൂതോദയം എന്നുള്ള വാക്ക് ഇതാണ് ശരിക്കും ഇതിന്റെ അടിസ്ഥാനം. ആ മൊമെന്റ്, ആ മൊമെന്റ് ഇപ്പോ കാലത്ത് 3:45 നാഴിക നേരം കൊണ്ട് ഒരു റൗണ്ട് കഴിയല്ലോ. 7.5 നാഴിക കൊണ്ട് രണ്ടാമത്തെ കഴിഞ്ഞ് 15, അങ്ങനെ കഴിഞ്ഞു പോകും. അങ്ങനെ കഴിഞ്ഞു പോയിട്ട് 1.25 നാഴിക പൃഥിവി, 1 നാഴിക അപ്പ്, അഗ്നിക്ക് 3/4 നാഴിക, ഇങ്ങനെ ഭൂതം കണക്കാക്കുന്നതിന്റെ സമയം പോലും ഇപ്പൊ ഈ സമയത്ത് ഏതാണ് ഭൂതം അതുവരെയുള്ളതായ അത് പര്യന്തം ഇവരുള്ളതായ അവസ്ഥയിലേക്ക് ഗ്രഹഗണിതപ്പെട്ട സ്തോത്ര ദൈവജ്ഞ ഉക്ത. ഇതാണ് ദൈവജ്ഞന്റെ ചെയ്യട്ടുള്ള ഈ അത് ആ ക്വാളിഫിക്കേഷൻ നമുക്ക് ശ്ലോകം ചെല്ലാനും അർത്ഥം പറയാമെന്നല്ലാതെ നമുക്കൊന്നും തൽക്കാലം ആയിരിക്കും ആകത്തെ പറ്റി അന്വേഷിക്കേണ്ട. അങ്ങനെയുള്ള ആളെ ഇതാരില്ല. ഈ ഞാനും അതിൽപ്പെട്ട ആളൊന്നല്ല, ഒക്കെ കമേഴ്സ്യൽ എന്നല്ലാതെ നമ്മളൊക്കെ. പക്ഷെ ഒരു ചോദ്യം വന്നിട്ടുണ്ട്, അതും കൂടി ഒന്ന് പറഞ്ഞിട്ട് പോകുന്നില്ല, ഇതുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അരവിന്ദൻ പണിക്കർ എന്ന് പറഞ്ഞ അദ്ദേഹം ചോദിച്ചത്, എടപ്പാൾ ശൂലപാണി വാര്യർ സുവർണ നാലപ്പാടിന്റെ ജാതകം എഴുതി കൊടുത്തിട്ടുണ്ട് ഇതേപോലെ എന്ന് കേട്ടിട്ടുണ്ട്. അത് നേരത്തെ നമ്മൾ പറഞ്ഞ മാതിരി ജാതകം ഇല്ലാത്തത്, അത് ശരിയാണോ? സോറി, ഈ ഞാൻ വ്യക്തിഗതമായി ഒരാളുടെ പരാമർശത്തിന് ഈ രംഗം ഞാൻ ഉപയോഗിക്കില്ല. ഒരു പേഴ്സണൽ ആർഗ്യുമെന്റ് എന്നുള്ളത് എന്റെ ഭാഗത്തുനിന്ന് ഒട്ടും ഉണ്ടാവില്ല. ഞാൻ പറഞ്ഞതിൽ അതൊക്കെ ഉണ്ട്. ഇതല്ല, വേറെ ഉദാഹരണങ്ങൾ എനിക്ക് നിശ്ചയമായിട്ടാണ് ഞാൻ പറഞ്ഞിട്ടില്ല. ഉദാഹരണങ്ങൾ എത്രയോ പറഞ്ഞു. ഞാൻ പറഞ്ഞതിൽ അതുണ്ട്. അത് അതിലേക്ക് പോകണ്ട. അന്ന് വേറൊരു ചോദ്യം, നമുക്ക് 2-3 ചോദ്യങ്ങൾ അവരുടെ കയ്യിൽ എടുക്കാം. അത് ചോദിച്ചോളൂ. ഇനിയിപ്പോ ഈ ചർച്ച മുന്നോട്ട് പോകുമ്പോൾ ഒരിക്കലും ഇന്ന ജോത്സ്യൻ ഇങ്ങനെ പറഞ്ഞു, ഇന്ന ജോത്സ്യൻ ഇത് പറഞ്ഞു, അതിനെപ്പറ്റി പരാമർശേ എന്റെ ഭാഗത്തുണ്ടാവില്ല. കാരണം എനിക്ക് ഈ കേരളത്തിലുള്ള എല്ലാ ജ്യോത്സ്യന്മാരും വിദ്വാൻമാരും നല്ലവരാണെന്നുള്ള ബോധം ഇന്ന് വരെ ഉണ്ട് എന്റെ മനസ്സിനുള്ളിൽ. ഒരാളെ അതിലേക്ക് പോകണ്ട, ഞാനത് ചോദിക്കുന്നില്ല, ഞാൻ തിരിച്ചെടുത്തു. എന്റെ ആ ഉറച്ച ബോധം നിങ്ങളാരും ചോദിച്ചിട്ട് എന്നെ മനസ്സിനെ ചീറ്റാക്കുക. ഞാനത് തിരിച്ചെടുത്തു. വേറൊരു ചോദ്യം വന്നിട്ടുള്ളത്, 10 ചൊവ്വയ്ക്ക് ശുഭം പറയുമ്പോൾ 7 ദോഷം പറയുന്നു, ഇതൊക്കെ ബുക്ക് നോക്കി മനസ്സിലാക്കിക്കോളൂ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള അങ്ങനത്തെ കുറച്ച് ചോദ്യങ്ങൾ വരുന്നുണ്ട്. എന്തായാലും നമുക്ക് ഇതെല്ലാം വരുന്ന ഒരു കാര്യത്തിലേക്ക് ചോദിക്കാം, അതാണ് ബെറ്റർ എന്ന് തോന്നുന്നു എനിക്ക്. ഈ ഗ്രഹം എന്ന് പറയുന്നുണ്ടല്ലോ, നമ്മൾ ഇത് ജ്യോതിഷവുമായി ബന്ധപ്പെട്ടപ്പോഴും ഗ്രഹനില, ജ്യോതിഷ ഗ്രന്ഥങ്ങളിലൊക്കെ വളരെയധികം പറഞ്ഞു കേൾക്കുന്ന ഒരു സംഭവമാണ്. അപ്പൊ എന്താണ് ഈ ഗ്രഹം എന്ന് ഉദ്ദേശിക്കുന്നത്? ഈ നമ്മുടെ സാധാരണ നമ്മൾ പഠിക്കുന്ന ഗ്രഹങ്ങളുണ്ടല്ലോ, ഇപ്പൊ സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് നമ്മൾ പഠിക്കുന്നതിന് ശേഷം കോളേജിൽ ചെല്ലുമ്പോൾ പഠിക്കുന്നു, അത് അതിലെ ഗ്രഹവും ഈ ജ്യോതിഷത്തിലെ ഗ്രഹങ്ങളും തമ്മിൽ വല്ല ബന്ധമുണ്ടോ? അതുപോലെ തന്നെ ഗ്രഹനില എന്ന് പറയുന്നത് എന്താണ് യഥാർത്ഥത്തിൽ? ഒന്നാണ് ഗ്രഹിക്കുന്നവയാണ് ഗ്രഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞില്ലേ, ആകർഷണ വികർഷണങ്ങളെ കൊണ്ട് ഈ കറങ്ങിക്കൊണ്ടിരിക്കുന്ന അവസ്ഥ തന്നെ തമ്മിലുള്ള ഗ്രഹണമാണ് കാരണം. സൂര്യനിലുള്ള അന്യന്യമുള്ള ആകർഷണത്തിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന ആ ഗ്രൂപ്പിനെയാണ് ഗ്രഹം എന്ന് പറയുന്നത്. ആ ഗ്രൂപ്പില് നമ്മൾ സൂര്യൻ, ചന്ദ്രൻ, ചൊവ്വ, ബുധൻ, വ്യാഴം, ശുക്രൻ, ശനി വരെ എത്തിയിട്ടുണ്ട്. 7 ഗ്രഹങ്ങളായിട്ട് 7 പറഞ്ഞു. അത് 2 താരാഗ്രഹങ്ങള് ആയിട്ടും പറഞ്ഞു. അങ്ങനെ പറഞ്ഞല്ലോ, 2 സൂര്യചന്ദ്രന്മാരെ ഒഴിച്ച് മാറ്റി 5. അതിലെ ഈ 7 നിന്നു നമ്മുടെ ഈ ഗവേഷണം ഋഷികളുടെ യുറാനസ്, നെപ്റ്റ്യൂൺ, പ്ലൂട്ടോ എന്ന് പറഞ്ഞ് വീണ്ടും ശാസ്ത്രം മുന്നോട്ട് വന്നു. പാശ്ചാത്യ ജ്യോതിഷമൊക്കെ അതിലൂടെ കൂടി വികസിപ്പിച്ചെടുത്തവര്, അത് തെറ്റില്ല. സാറ്റേൺ വരെ നമ്മളെത്തി, നമ്മുടെ ശാസ്ത്രം പരാമർശിക്കുന്നുണ്ട്. പിന്നെ ഇതിന്റെ ആ നോബ്സ് എടുത്തിട്ട് രാഹു ആൻഡ് കേതു എന്ന് പറഞ്ഞിട്ടുള്ള 2 അന്ധകാരത്തിന്റെ ഇരുട്ടിന്റെ പോയിന്റുകൾ ഉണ്ടല്ലോ, 2 പോയിന്റ്, ഈ വിഷുവവൃത്തവും ക്രാന്തി വൃത്തവും തമ്മിൽ ബന്ധിക്കുന്ന ആ പോയിന്റുകളെ രാഹു എന്നും കേതു എന്നും പറഞ്ഞുകൊണ്ട് അതിനെ ഗ്രഹമാണെന്ന് സങ്കല്പിച്ചു. ഇമാജിനേഷൻ ആണത്. ഗ്രഹങ്ങളൊന്നും അതാണ് രാഹുവിനും കേതുവിനും ക്ഷേത്രമില്ല, ഉച്ചയില്ല, നീച എന്നൊക്കെ പറയാൻ കാരണം എന്താ? അതില്ല. അത് സത്യത്തിൽ ആ ഇതിന്റെ ആ ഒരു അന്ധകാരത്തിന്റെ ഇരുട്ടിന്റെ
2 പോയിന്റുകളാണ് അത് സത്യത്തിൽ. ഈ 2 പോയിന്റുകൾ, 2 ബിന്ദുക്കൾക്ക് രാഹു എന്നും കേതു എന്ന് പേരിട്ട് അതുകൂടി നമ്മളിവിടെ ചേർത്തു നമ്മുടെ ജ്യോതിഷത്തിൽ. അപ്പൊ 7 ഗ്രഹങ്ങള്, സൂര്യൻ മുതൽ ശനി വരെയുള്ള ഗ്രഹങ്ങള്, 2 ഗ്രഹങ്ങളെ ഈ 2 വൃത്തങ്ങളുടെ സന്ധിക്കുന്ന ഭാഗങ്ങളെ രാഹു എന്നും കേതു എന്നും കൂടി വിളിച്ചെടുത്തു. അതിന്റെ ആവശ്യം വന്നത് ഗ്രഹണം വരുന്നത് ഇവരെ ബേസ് ചെയ്തുകൊണ്ടാണ്, ഇവരുടെ ഈ ബിന്ദുക്കളെ ബേസ് ചെയ്തുകൊണ്ടാണ് ഗ്രഹണം ഗണിതം വന്നത്. അപ്പൊ ആ ഗ്രഹണ ഗണിതം വന്നപ്പോൾ ഇതുകൂടിയും ആഡ് ചെയ്ത് അതിനും കൂടിയും ഫലപ്രവചനം നടത്തിയെന്ന് മാത്രമേ ഉള്ളൂ രാഹു കേതു. പിന്നെ 10ാമത് കേരളത്തിൽ പ്രാദേശികമായി വന്ന ഒന്നാണ് നമ്മുടെ ഗുളികൻ എന്ന് പറയും. അതൊന്നും ഗ്രഹമല്ല. ഗുളിക എന്നൊക്കെ പറഞ്ഞാൽ ഇംപ്യൂർ പോർഷൻ എന്ന് വെച്ചാൽ മതി. ഇതിന്റെ എല്ലാറ്റിൻ്റെയും കൂടിയിട്ടുള്ള ഒരു മാലിന്യത്തിനെ നമ്മൾ അങ്ങനെയും വിളിച്ചു വന്നു. അതെങ്ങനെ ഗുളികോദയായിട്ട് കാണുമ്പോൾ അത് പല ഇതിന്റെ ഉദയം പറഞ്ഞ കൂട്ടത്തിൽ ഗുളികോദയം എന്ന് പറഞ്ഞ ഒന്നുകൂടി ഇപ്പൊ നമ്മുടെ പ്രയോഗത്തിലുണ്ട്. ഇവിടെ 10 എണ്ണം. സൂര്യൻ മുതൽക്ക് രാഹു കേതു വരെയുള്ളത് 9 പ്ലസ് ഗുളികൻ. ഇത് എല്ലാവർക്കും ഇല്ലാണ്, എല്ലാ പ്രദേശങ്ങളിലും ഇതില്ലാണ്, എല്ലാ പ്രദേശങ്ങളിലല്ല, ഇവിടെ തന്നെയാണ് നമ്മൾ പറഞ്ഞിട്ട്. അത് പലതിലും നമ്മുടെ കേരള ജ്യോതിഷം കുറെ മുന്നോട്ട് പോയതിന്റെ ഫലമായിട്ട് ഫലപ്രവചനത്തിന് ഏറ്റവും പറ്റിയതായിട്ടുള്ള ഈ ഗുളികോദയം എന്നുള്ള സിദ്ധാന്തം കൂടി ഉണ്ട് ഇവിടെ. അതാണ് ഗ്രഹം എന്ന് പറയുന്നത്. ഓക്കെ. അപ്പൊ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ഈ സാധാരണ നമ്മൾ ഈ കല്യാണം വരുന്ന സമയത്താണല്ലോ സാധാരണ ഇതിൽ ഈ ജാതകമൊക്കെ ആളുകൾ നോക്കാനൊക്കെ പോവുക. അപ്പൊ ഇതിന്റെ പൊരുത്തം എന്ന് പറയുന്ന സമയം 10 പൊരുത്തം എന്നൊക്കെ പറയാനായിട്ടുണ്ട്. അപ്പൊ ഈ പൊരുത്തം, ചൊവ്വാദോഷം, കാര്യം ചൊവ്വാദോഷമൊക്കെ ഞാൻ പറയുന്നത് കുറെ ആളുകളുടെ കല്യാണം കഴിഞ്ഞിട്ട് വരെ നിൽക്കുന്ന ഈ ചൊവ്വാദോഷമുള്ള സ്ത്രീയെ കല്യാണം കഴിക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കുറെ പ്രശ്നങ്ങളുണ്ട്. സത്യത്തിൽ പൊരുത്തം എന്നാൽ എന്താണ്? ഈ ചൊവ്വാദോഷമുള്ള സ്ത്രീയെ കല്യാണം കഴിക്കാൻ പറ്റില്ലേ? അല്ലെങ്കിൽ അത് ഇത്തരത്തിലുള്ള കുറെ വിശ്വാസങ്ങൾ അല്ലെങ്കിൽ അന്ധവിശ്വാസങ്ങൾ നിലനിൽക്കുന്നുണ്ട്. എന്താണ് സത്യത്തിൽ പൊരുത്തം എന്നാൽ എന്താണ്? ഈ ജാതക ദോഷം അല്ലെങ്കിൽ ചൊവ്വാദോഷം, ഇങ്ങനെ പല കാര്യങ്ങൾ പറഞ്ഞു കേൾക്കാറുണ്ട്. ഇതിന്റെ യാഥാർത്ഥ്യങ്ങൾ എന്താണ്? അത് ഈ പറഞ്ഞതുപോലെയാ. ഇത് ആദിമ കാലഘട്ടത്തിലുള്ളതല്ലാതെ ഈ ശാസ്ത്രങ്ങളുടെ ഒന്നും ആദിമ കാലഘട്ടത്തിൽ ഇങ്ങനെ വിഷയം ഉണ്ടായിരുന്നില്ല. ഈ ജാതചർച്ച നോക്കുന്ന വിഷയം ഉണ്ടായിരുന്നില്ല. അതാണ് ജ്യോതിഷ് ശാസ്ത്രത്തിന്റെ അടിസ്ഥാന ഗ്രന്ഥങ്ങൾ, ബൃഹജ്ജാതകം മുതലുള്ള അടിസ്ഥാന ഗ്രന്ഥങ്ങൾ എവിടെ പരിശോധിച്ചാലും അടിസ്ഥാന പ്രമാണ ഗ്രന്ഥങ്ങളിൽ ഒന്നും തന്നെ ഇങ്ങനൊരു സബ്ജക്റ്റ് തന്നെ ഇല്ല. ഇത് എല്ലാ ശാസ്ത്രങ്ങളിലും, ജ്യോതിഷത്തിൽ മാത്രമല്ല എല്ലാ ശാസ്ത്രങ്ങളിലും ആ ശാസ്ത്രം കൈകാര്യം ചെയ്യുന്ന മഹാന്മാരായ ആൾക്കാരുടെ യുക്തിയിൽ നിന്ന് ജനിക്കും. യുക്തിസിദ്ധമായിട്ടുള്ളത് എല്ലാ ശാസ്ത്രത്തിലും ഉണ്ട്. വൈദ്യശാസ്ത്രത്തിലുണ്ട്, ജ്യോതിശാസ്ത്രത്തിൽ എല്ലാറ്റിലും യുക്തിസിദ്ധമാവുക. ഒരു യുക്തിസിദ്ധമായിട്ടുള്ള ഒരു സമ്പ്രദായമാണ് ഈ ചേർച്ച നോക്കുക എന്നുള്ളത്. മനസ്സിലായോ? അതിന്റെ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ 8 വിധത്തിലാണ് വിവാഹം പറയുന്നത്. ബ്രാഹ്മം, ആർഷം, ദൈവം, പ്രാജാപത്യം, ആസുരം, ഗാന്ധർവം, രാക്ഷസം, പൈശാചം. ഇങ്ങനെ 8 വിധ വിവാഹങ്ങൾ പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ ഭാരതീയ സമ്പ്രദായം അനുസരിച്ച് 8 വിധത്തിലുണ്ട്. അതില് ഈ പ്രാജാപത്യ വിവാഹം ഉണ്ടല്ലോ, അതാണ് ഈ ഒരു വരനെ തെരഞ്ഞെടുത്ത് ആ വധുവിനെ മംഗല്യധാരണം ചെയ്ത് ദാനം ചെയ്യുന്ന, കന്യാദാനം എന്ന രൂപത്തിൽ ചെയ്യുന്ന, അത് അവിടേക്ക് എത്തിയപ്പോഴൊക്കെയാണ് ഈ സംഭവം വന്നിട്ടുള്ളൂ. അല്ലാതെ ബ്രാഹ്മത്തിനോ ദൈവത്തിനോ ആസുരത്തിനോ ഗാന്ധർവത്തിനോ രാക്ഷസത്തിനോ ഒന്നും ഈ മൂട്ടം നോക്കലില്ല. പിടിച്ചു പറിച്ചു കൊണ്ടുപോകല്, തട്ടി കൊണ്ടുപോകല്, സ്വയംവരം കണ്ടില്ലേ ഞങ്ങൾ? ഇപ്പൊ ശ്രീരാമനൊക്കെ എങ്ങനെയാ ജാതകം നോക്കിയിട്ടൊന്നുമല്ല, അത് ആ സദസ്സിൽ വെച്ച് യോഗ്യനായിട്ടുള്ള ആൾ, ആ ശൈവജാപം ആരാണോ കൊലച്ചത് ആ ആളെ വരിക്കുക എന്ന് സ്വയംവര സമ്പ്രദായം, ഇങ്ങനെ പല സമ്പ്രദായങ്ങളും ഭാരത സംസ്കാരത്തിൽ ഉണ്ടായി പോന്നിട്ടുണ്ട്. ഇതിൽ ഈ പ്രാജാപത്യ വിവാഹം വന്ന സമയത്ത് തെരഞ്ഞെടുത്തിട്ട് ആ തെരഞ്ഞെടുത്ത ആൾക്ക് വേണ്ട വിധത്തിൽ ദാനം ചെയ്യുക എന്നുള്ള സമ്പ്രദായം വന്നപ്പോഴാണ് മാത്രം ഉണ്ടായതാണ് ഈ പൊരുത്തം നോക്കുക എന്നുള്ളത്. അതല്ലാതെ പൊരുത്തം നോക്കുക എന്നുള്ള വിഷയം അടിസ്ഥാന ഗ്രന്ഥങ്ങൾ എവിടെയും പറഞ്ഞിട്ടില്ല. അപ്പൊ ഞാൻ കണ്ടിടത്തോളം ഇല്ല, ഞാൻ എൻ്റെ അപ്പുറത്തോ എനിക്കറിയില്ല. ഞാൻ പരിശോധിച്ചിടത്തോളം അടിസ്ഥാന പ്രമാണ ഗ്രന്ഥങ്ങൾ, പിൽക്കാല ഗ്രന്ഥങ്ങളിലൊക്കെ ഉണ്ട് അതിനത്. പിന്നീട് ഉണ്ടായിട്ടുള്ള ഗ്രന്ഥങ്ങൾ, ഈ ശാസ്ത്രത്തിന്റെ വളർച്ച ഞാൻ പറഞ്ഞല്ലോ, എവിടെയോ തുടങ്ങിയിട്ടുള്ള, എത്രയോ ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് തുടങ്ങിയിട്ടുള്ള ഇത് ഘട്ടമായി വികസിച്ചു വന്ന ഒരു ഘട്ടത്തിൽ ഈ യുക്തിസിദ്ധമായി ഉണ്ടായിട്ടെന്താണ് ഈ പൊരുത്തം നോക്കുക എന്നുള്ളത്. പൊരുത്തം നോക്കിയേ വിവാഹം നടത്തൂ എന്നുള്ളതൊന്നുമില്ല. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞതിലുണ്ടത് ഈ മനുഷ്യന്റെ വിവേകം, ആ വിവേകം വർക്ക് ചെയ്തതാണ് ഈ പൊരുത്തം നോക്കാനുള്ളതായ കാരണം. അത് ഏതോ കാലഘട്ടത്തിൽ, മറ്റൊന്നുമില്ല, മറ്റത് കായിക ശേഷിയാണ് നോക്കുന്നത്. ഇപ്പൊ ശ്രീരാമനെ വിവാഹം കഴിച്ചാൽ പ്രാപ്തനാണോ, ആരാണോ ആ ശൈവജാപം എടുത്ത് കുറയ്ക്കാൻ കഴിവുള്ളവൻ നോക്കട്ടെ. ആ രാജകീയ ഭരണ രാജാവിന്റെ കാലം അത്. അപ്പൊ ആ ആള് സന്നദ്ധനാണ്. അതിന് പലതരത്തിലല്ലേ. ഗാന്ധർവം കണ്ടില്ലേ, ഇപ്പൊ ശകുന്തളയെ കൊണ്ടുപോയിട്ട് ദുഷ്യൻ
ജാതകം നോക്കിയിട്ടാണോ പൈസ നോക്കിയിട്ടാണോ? അല്ല ഒന്നല്ലാതെ. അങ്ങനെ പലതരത്തിലുള്ള വിവാഹങ്ങൾ ഗാന്ധർവത്തിൽപ്പെട്ടതാണ്. ആ വിവാഹം ഗാന്ധർവമാണത്. മറ്റു ദൈവമുണ്ട്, ബ്രാഹ്മണുണ്ട്, ആഷുണ്ട്, പ്രാജാപത്യമുണ്ട്, ആസുരമുണ്ട്. ആസുരം കണ്ടില്ലേ? ഗാന്ധർവം, ആസുരം, രാക്ഷസം, പൈശാചം, ഇങ്ങനെ വിവിധ 8 വിധത്തിലുള്ള വിവാഹങ്ങളിൽ ഈ പ്രാജാപത്യ വിവാഹ സമ്പ്രദായത്തിൽ വന്നപ്പോൾ അതിലേക്കുള്ളതാണ് ഈ വിഷയം വന്നിട്ടുള്ളൂ. അത് ആദ്യം മനസ്സിലാക്കേണ്ടതിന്റെ ആരംഭ കാലഘട്ടത്തിൽ ഇങ്ങനെ ഉണ്ടെങ്കിൽ ഈ ഹോര മുതലായ ഗ്രന്ഥങ്ങൾ എവിടെയെങ്കിലും ഒന്ന് സൂചിപ്പിക്കേണ്ടതാണ്. ഈ ചേർച്ച നോക്കണം. അവിടെ ഹോരയ്ക്ക് എന്ത് പറഞ്ഞെന്ന് പറയുക, ബൃഹജാതകം എന്നല്ല, ആ അടിസ്ഥാന ഗ്രന്ഥം മുഴുവൻ ശ്രീജാതകം എടുത്തുകൊണ്ട് ആ ശ്രീജാതകത്തിൽ സംഭവിക്കാൻ സാധ്യതകളായ ഗുണവും ദോഷവും മുഴുവൻ ഒരു ഭാഗത്ത് പറഞ്ഞു പോയി. കൃഷയാതകം എടുത്തു വെച്ച് കൃഷയാതകത്തിൽ സംഭവിക്കാൻ സാധ്യതയുള്ള ഗുണങ്ങളെയും ദോഷങ്ങളെയും മുഴുവനും ഒരു ഭാഗത്ത് 2 ഭാഗത്ത് പറഞ്ഞു. ഇത് തമ്മിൽ ചേർക്കാനുള്ള സിദ്ധാന്തമേ അവരാരും പറഞ്ഞിട്ടില്ല. അത് ഉണ്ടായത് ഈ യുക്തി സിദ്ധമാണ്. ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോ വൈദ്യശാസ്ത്രം എടുക്കുക. ഇപ്പൊ ആയുർവേദത്തിലാണെങ്കിൽ പിണ്ടതൈലത്തിനൊരു ധർമ്മം, ഉപയോഗിക്കേണ്ട സ്ഥലങ്ങൾ, ഉണ്ടാക്കേണ്ട ക്രമങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. സഹചരാദി തൈലം ഉണ്ടാക്കാനുള്ളതായ പദ്ധതി ഒരു ഭാഗത്ത് പറഞ്ഞു. അത് ഉപയോഗിക്കേണ്ട സന്ദർഭങ്ങൾ പറഞ്ഞു, ദോഷകോപം പറഞ്ഞു. വൈദ്യന്റെ അടുത്ത് എത്തുമ്പോൾ ഈ രോഗിക്ക് ഈ രണ്ടിലും ചേർന്നതായ ദോഷകോപം കാണാണ്. ഇവിടെ ഈ ചുട്ടുനീറ്റും ഉണ്ട്, അതോടൊപ്പം കടച്ചിലുണ്ട്, നീരുണ്ടെന്ന് കാണുമ്പോ ഈ വൈദ്യന്റെ യുക്തിയാണത്. ഈ പിണ്ടതൈലവും സഹചരാദിയും സമം ചേർത്ത് പുരട്ടിക്കോളൂ എന്ന് പറയാം. ഈ സമം ചേർത്ത് പുരട്ടാൻ ആയുർവേദ ഗ്രന്ഥമൊന്നും പറഞ്ഞിട്ടില്ല. പിണ്ടതൈലത്തെയും സഹചരാരി തൈലത്തെയും സമം ചേർത്തിട്ട് ഉപയോഗിക്കാമെന്ന് ഒരു ഗ്രന്ഥത്തിലും കാണില്ല. അവിടെ കാണുന്നത് ഈ 2 തൈലങ്ങളുടെ നിർമ്മിതി, ആ 2 തൈലങ്ങളുടെ കണ്ടന്റ്, ആ 2 തൈലങ്ങൾ എവിടൊക്കെ എന്തെല്ലാം ദോഷങ്ങൾക്ക് ഉപയോഗിക്കണം എന്ന് മാത്രമേ ആയുർവേദ ശാസ്ത്രം പറഞ്ഞിട്ടുള്ളൂ. പിന്നെ ഇതെങ്ങനെ ഉണ്ടായി? ഇത് രണ്ടും സമം ചേർത്ത് പുരട്ടു എന്ന് വൈദ്യം പറഞ്ഞു. ഇത് എവിടുന്നാന്ന് അദ്ദേഹത്തോട് ചോദിച്ചാൽ യുക്തിസിദ്ധമാണ്. ആ രോഗി വന്നിരുന്നപ്പോൾ അയാളിൽ കാണുന്ന വികാരങ്ങൾ, ആ 2 വികാരങ്ങളും കാണുന്നതുകൊണ്ട് രണ്ടും വ്യത്യസ്തങ്ങളാണ്. ആ 2നെയും ശമിപ്പിക്കണമെങ്കിൽ ഈ 2 തൈലങ്ങൾ ചേർത്ത്. ഇതുപോലെ ഈ വിവാഹ ചർച്ചയിൽ വന്നപ്പോഴും ഇത് തന്നെ ഉണ്ടായിട്ടുള്ളത്. ഈ ശ്രീജാതകത്തില് 7 പാപയോഗമുണ്ട് എന്ന് വെച്ചാൽ ആ കുട്ടിയുടെ ഭർത്താവ് നേരത്തെ മരിക്കും, വൈധവ്യം വരും എന്ന് കണ്ടു. ഇതിന് ഒരു വഴിയില്ല. വൈധവ്യം വരുന്ന വേണം, അനുഭവിക്കുന്നവരുണ്ട്, ജാതകത്തിലുള്ളതല്ലേ, അനുഭവിക്കുന്ന വേണം. ആ കുട്ടി അകാല വൈധവ്യം പ്രാപിക്കണം എന്ന് പറഞ്ഞു. അതിലത്തെ ഒരു യുക്തിയാണ്. ഇതിനെന്ത് ചെയ്തു അറിയോ? അപ്പൊ വൈധവ്യം മരിക്കുക എന്ന എന്താ അർത്ഥം? ഭർത്താവ് മരിച്ചതിന് ശേഷം താൻ മരിക്കൂ എന്ന് പറയാം. അതാണല്ലോ വൈധവ്യല്ലേ. അങ്ങനെ സ്ത്രീ ജാതകം കണ്ടു. അതിനെന്ത് യുക്തി കണ്ടെത്തിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഭാര്യ മരിച്ചേ താൻ മരിക്കൂ എന്ന് പറയുന്ന ഒരു പുരുഷനെ കൊണ്ട് കല്യാണം കഴിപ്പിക്കാൻ നോക്കി. അയാളുടെ ജാതകത്തിൽ 7 പാപയോഗമുണ്ട്. ഇതുപോലെ ഇതിന് ഈക്വൽ ആയിട്ടുള്ള ഒരു ദോഷം അവിടെ ഉണ്ട്. അപ്പൊ ഈ പെൺകുട്ടിയുടെ ജാതകം പറയണു, ഭർത്താവ് മരിച്ച് കുറച്ച് ദിവസമെങ്കിലും ഞാൻ ജീവിക്കുമെന്ന് അവള് പറയണു. പുരുഷജാതകം പറയണു, ഈ ഭാര്യ മരിച്ചിട്ട് കുറച്ച് ദിവസം ജീവിക്കുമെന്ന് പറഞ്ഞു കഴിയുമ്പോൾ ഇതെന്തുണ്ടാവുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇത് നീണ്ടു പോകാൻ വേണ്ടി, ദാമ്പത്യം നീണ്ടു പോവാണ്. ഈ സംഭവ്യതയുടെ ദീപിക്കലാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. ഇതിങ്ങനെ കുറെ കാലം പോയിട്ട് ഏതെങ്കിലും ഒന്ന് സംഭവിക്കും. ഈ 2ന്റെയും ബലാബലങ്ങൾക്കനുസരിച്ച് ഏതെങ്കിലും ഒന്ന് സംഭവിക്കും. അത് ഏത് ജാതകമാണോ അധികം നിൽക്കുന്നത് അത് മറ്റേനെ തോൽപ്പിക്കും. അപ്പോഴും ഇത് ഒരു ഭാഗത്താവില്ല, ഈ 2ൽ ഏതെങ്കിലും ഒന്ന് സംഭവിക്കും. അപ്പൊ ഈ കാലം, ഇത് വിവാഹം കഴിഞ്ഞ് 2 കൊല്ലോ 4 കൊല്ലോ 10 കൊല്ലോ സംഭവിക്കുന്നതിന് പകരം അത് കൊണ്ടുപോയിട്ട് 30 കൊല്ലോ ഫലം മാറുന്നില്ല, ജാതകഫലം മാറുന്നില്ല. ഇതേ ഫലത്തെ നീട്ടിക്കൊണ്ട് എക്സ്റ്റെൻഡ് ചെയ്തിട്ട് 30 കൊല്ലോ 35 കൊല്ലോ 40 കൊല്ലോത്തേക്ക് എത്തിക്കുക എന്നുള്ള യുക്തിയാണ് ഈ പാപസാമ്യം എന്ന് പറഞ്ഞിട്ടുള്ളതായ വിഷയം. അതിന് ന്യായമുണ്ട്. 2 നായ്ക്കൾക്കിടയിൽ ഒരു ഉരുള വെച്ച് കൊടുക്കുക. ചോറുരുള വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഈ ഉരുളയ്ക്ക് കേടുവരില്ല എന്നാണ് അതിന്റെ തത്വം. ഈ 2 നായ്ക്കൾ ഇത് ആരെടുക്കണമെന്നല്ലേ, ഈ ഉരുളയ്ക്ക് 2 അവകാശിയായി. ഇവർ തമ്മിൽ ഇത് 2 തുല്യ ബലവാന്മാരാവണം. എങ്കിൽ ഈ ഉരുള അത്രയും കാലം കേടുവരാതിരിക്കും. നേരെ മറിച്ച് ഒന്നൊരു പൊട്ടിക്കുട്ടിയും ഒന്ന് പ്രഗത്ഭനായ നായാവുമ്പോൾ വേഗം തട്ടിയിട്ട് വേഗം കഴിയും ഉരുളവണം അവൻ. അപ്പൊ അതല്ല, അതിൻ്റെ ഈക്വാലിറ്റി, അതിന്റെ ബലാബലങ്ങളൊക്കെ പരിശോധിച്ച് ഈക്വലായിട്ട് ഈ 2 നായ്ക്കളുടെ ശക്തി സാമാന്യം സമാനമാണോ എന്ന് നോക്കി അതിൻ്റെ ഇടയിൽ ഇത് വെച്ചു കൊടുത്താൽ ഈ ദാമ്പത്യം എന്നുള്ള ഈ ഉരുള കേടുവരാതിരിക്കും. ഏതുവരെ? ഇതിൽ ഒരു നായ തോൽക്കുന്നത് വരെ. അത് ആര് തോറ്റുവോ മറ്റവൻ
ഈ കൊല്ലം നശിപ്പിക്കും. ഇതന്നെയാണ് അവസാനത്ത് സംഭവിക്കുകയും ചെയ്യുക. ഇതേപോലെ പോയിട്ട് 30 കൊല്ലം 35 കൊല്ലം കഴിയുമ്പോ ഒരു ജാതകം ജയിക്കും, മറ്റേ തട്ടും. അപ്പൊ ഒന്ന് ഭാര്യ ആദ്യം മരിക്കും, അല്ല ഭർത്താക്കും. പക്ഷെ എന്തുണ്ടായി സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഉടനെ നടക്കേണ്ടതായ സംഭവം, ഈ വിവാഹം കഴിഞ്ഞ് 2 കൊല്ലം 3 കൊല്ലത്തിൽ അകാലവൈധവ്യം വരേണ്ടതായ ആ സ്ത്രീയെ അത് കൂടാതെ സംരക്ഷിച്ചു കൊണ്ടുപോകാൻ വേണ്ടിയാണ്. ഇങ്ങനെയാണ് ഈ പാപസാമ്യം എന്നുള്ള സബ്ജക്റ്റ് തന്നെ ഉണ്ടായിട്ടുള്ളത്. അതിന്റെ പിന്നെ ഈ മറ്റേതിനെ പറ്റി ഞാൻ പറയുന്നില്ല, അതിന്റെ മിസ്യൂസ് എന്നുള്ളതൊക്കെ അത് വേറെ വിഷയം. അതൊക്കെ ആവശ്യമില്ല. ഞാൻ ഒറ്റ കാര്യം ഒരാൾ ചോദിച്ചു, പൊരുത്തക്കേട് കുറിക്കുന്ന ജ്യോത്സ്യൻ പരിഹാരം കുറിക്കാനായിട്ട് ബാധ്യസ്ഥനല്ലേ എന്ന് ഒരാൾ ചോദിച്ചിട്ടുണ്ട്. ഇല്ല, അതായത് ഈ വിഷയത്തിൽ പൊരുത്തക്കേട് തന്നെയാണ്. അതിന് പരിഹാരം പറഞ്ഞിട്ടില്ല എവിടെയും. ഈ പരിഹാരം എന്ന് പറയുന്നത് തന്നെ ഇത് സംഭവ്യതയല്ലേ. അതിനെന്താ പരിഹാരം? ഇതതിൽ ഡെഫിനറ്റ് ആയിട്ട് സംഭവിക്കുന്നത് കണ്ടതല്ലേ ഈ രൂപത്തിൽ. അതിന് പരിഹാരം കൽപ്പിക്കാൻ പറഞ്ഞിട്ടില്ല. ഈ പരിഹാരം എന്ന് പറയുമ്പോൾ തന്നെ ഒരു കാര്യമുണ്ട്, അത് നമ്മൾ നോക്കണം. അതിന് 2-3 ഘടകങ്ങളുണ്ട്. അതൊക്കെ കർമാധ്യായത്തിലേക്കൊക്കെ എത്തണം. നമ്മൾ കർമ്മഫലത്തിന്റെ അവിടേക്കൊക്കെ എത്തുമ്പോൾ ഈ പരിഹാരത്തിന്റെ സ്ഥാനം വരുന്നുള്ളൂ. ഈ പരിഹാരം എന്ന് പറയുന്നത് തന്നെ വളരെ ലിമിറ്റഡേ ഉള്ളൂ. എല്ലാത്തിനും പരിഹാരമില്ല. ജ്യോതിഷികളും നാട്ടുകാരും ഒക്കെ മനസ്സിലാക്കേണ്ട വിഷയമാണത്. എല്ലാ ദോഷങ്ങൾക്കും പരിഹാരം ഇല്ല എന്ന് ആദ്യം മനസ്സിലാക്കിയിരിക്കണം. നമ്മളുടെ കർമ്മഫലങ്ങളുണ്ടല്ലോ, ഓരോരുത്തരും അനുഭവിക്കേണ്ട കർമ്മഫലങ്ങളില്ലേ, ഈ കർമ്മഫലങ്ങള് അനുഭവിച്ച് തന്നെ മതിയാവണം. ഈ കർമ്മഫലങ്ങളെ തന്നെ 3 ആക്കി തിരിച്ചിട്ടുണ്ട്. 3 വിഭാഗമായിട്ടുണ്ട്. അതിൽ 3 വിഭാഗങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ഒരു കർമ്മം ചെയ്യുമ്പോൾ ഇച്ഛാജ്ഞാന ക്രിയാശക്തികള്, ഡിസയർ എന്ന് പറയില്ല നമ്മള്. ഇച്ഛ എന്ന് പറഞ്ഞാൽ ഡിസയർ ടു ഡു. ആ ഡിസയർ ഒരു സ്റ്റേജ്, ഒരു ദോഷകർമ്മം ചെയ്യാൻ വെച്ചുള്ളൂ. എക്സാമ്പിൾ, ഒരാളെ അടിക്കണം, എനിക്ക് നിങ്ങളെ അടിക്കണം എന്നുള്ള തോന്നലുണ്ടാകുന്നതിനാണ് ഇച്ഛ എന്ന് പറയാം. ഫസ്റ്റ് സ്റ്റേജ്. ഈ ഇച്ഛ, എൻ്റെ ഈ ഡിസയറിനെ ഞാൻ എൻ്റെ ഇന്റലക്റ്റിന് ബുദ്ധിക്ക് കൊടുക്കും. ബുദ്ധി അത് പ്ലാൻ ചെയ്യും. ആ ബുദ്ധി പ്ലാൻ ചെയ്തിട്ടാണ് എവിടെ വെച്ച് എങ്ങനെ എവിടുന്ന് ഇളെ ഒറ്റയ്ക്ക് കിട്ടും എന്നൊക്കെ പരിശോധിച്ച് ബുദ്ധിയാണ് അതൊക്കെ തരംതിരിച്ച് വെച്ചിട്ട് ഇന്ന ദിക്കിൽ വരുന്ന ഓഫീസ് വരുന്ന സമയത്ത് ഇന്ന ദിക്കിൽ കാണുമ്പോൾ അവിടെ വെച്ചാൽ ആരും ഉണ്ടാവില്ല എന്നുള്ളത് എൻ്റെ ബുദ്ധിയാണ് പ്ലാൻ ചെയ്യുന്നത്. ആൻഡ് ദ തേർഡ് സ്റ്റേജ്, ഞാനത് ചെയ്യുന്നു, നിങ്ങളെ അടിക്കുന്നു. അത് ക്രിയ. ഈ ഇച്ഛാജ്ഞാനം ക്രിയ, ഈ 3 ശക്തികൾ ബന്ധിച്ചുകൊണ്ടാണ് എവറി ആക്ഷൻ, നമ്മൾ അറിഞ്ഞോ അറിയാതെയോ ചെയ്യുന്ന എല്ലാ ഒരു ആക്ഷൻ ഉണ്ടെങ്കിൽ അത് ഈ 3 ശക്തികളുടെ സമ്മേളനം. ഇത് 3 തരത്തിലുണ്ട്. ഒന്ന്, ഇച്ഛ, ഡിസയർ ഉണ്ടാവും. നമുക്ക് അയാൾ അടിക്കണമെന്ന് ആഗ്രഹം തോന്നും. ആ ആഗ്രഹത്തെ ഞാൻ എൻ്റെ ബുദ്ധിക്ക് കൊടുത്തിട്ട് ബുദ്ധിക്ക് 2 തീരുമാനം എടുക്കാം. എങ്ങനെ? അത് ഇത് ശരിയല്ല, ഒരിക്കലും പാടില്ല എന്ന് പറഞ്ഞിട്ട് നമ്മളതിനെ പിന്തിരിപ്പിക്കാം വേണമെങ്കിൽ. അതൊരു സ്റ്റേജ്. അതിനൊരു പാപമുണ്ട്. മറ്റൊരു സ്റ്റേജ്, എൻ്റെ ബുദ്ധി അതിനെ അംഗീകരിക്കുന്നു. അംഗീകരിച്ചതിന് ശേഷം ക്രിയയ്ക്ക്, ഇന്ദ്രിയങ്ങൾക്ക് ഏൽപ്പിച്ചു കൊടുക്കുന്നു. ചെയ്യാനുള്ള സാഹചര്യങ്ങൾ ഒരുക്കി തീർത്തിട്ട് ആ ചെയ്യുക എന്നുള്ള ക്രിയ വരണം. അതൊരു സ്റ്റേജ് 2. മറ്റൊന്ന്, ഇച്ഛയും ജ്ഞാനവും ഇല്ലാതെ, ഡിസയർ ഇല്ല, ഇന്റലക്ച്വൽ പ്ലാനിങ് ഇല്ലാതെ കണ്ട് ആക്സിഡന്റലി സംഭവിക്കാം ഈ സംഭവം. നിങ്ങൾ അടിക്കല്, ഇപ്പൊ ഞാൻ നിങ്ങൾ ട്രെയിൻ കയറുകയാണ്. ട്രെയിൻ കയറുന്ന സമയത്ത് ഞാൻ ഇടിച്ചിട്ടൂടെ നിങ്ങളെ? ഞാൻ കേരള നിങ്ങൾ ഇടിച്ചിട്ടു. അവിടെ എൻ്റെ ഉള്ളിൽ ഡിസയർ ഇല്ല, ഇതില്ല, എന്ത് ഇന്റലക്ച്വൽ പ്ലാനിങ് ഒന്നുമില്ല. ബട്ട് ആക്ഷൻ വൈസ് എന്തുണ്ടായി? ക്രിയ ചെയ്തല്ലോ. ഇതിന് 3 തരം പാപ. ഒന്നാമത് പറഞ്ഞതിന്, രണ്ടാമതിനും മൂന്നാമത് പറഞ്ഞ 3 തരം പാപ. ഈ 3 തരം പാപങ്ങളിൽ ഒന്നാമത്തേനും മൂന്നാമത്തേനും പ്രായശ്ചിത്തമുണ്ട്. രണ്ടാമത് പറഞ്ഞ പാപത്തിന് പ്രായശ്ചിത്തമില്ല. എങ്ങനെ? ഡിസയർ പ്ലസ് ഇന്റലക്ച്വൽ പ്ലാനിങ് ആൻഡ് ആക്ഷൻ, ഈ 3ഉം ബന്ധിച്ചുണ്ടായത് പ്രവൃത്തി ഉണ്ടല്ലോ. നിങ്ങളെ ഞാൻ കരുതിക്കൂട്ടി പ്ലാൻ ചെയ്ത് ബുദ്ധിപൂർവം അടിച്ച അതിന് പ്രായശ്ചിത്തം ഇല്ല. ഏതെങ്കിലും ജന്മത്തിലെങ്കിലും നിങ്ങൾ എന്നെ അടിക്കുക, അടി കൊള്ളാൻ തന്നെയാണ് പരിഹാരം. അതുവരെ കാത്തിരിക്കുക, വേറൊരു പരിഹാരം ഇല്ല. IPC 308 IPC 326 കൂടി ചേർന്ന പോലെ ഇരിക്കും. ഞാൻ ഒരിക്കലാണ് ഈ തിയറിയെ, കിരാതാർജുനത്തിൽ പറഞ്ഞിട്ട് ഇതിന്റെ തിയറിയെ ബേസ് ചെയ്തുകൊണ്ടാണ് അവൾ IPS ഇതിന്റെ ഇതായിട്ടുള്ളത്. IPCയുടെ ഡിസൈനിങ് ഇതിന്റെ അടിസ്ഥാനത്തിലാ. ഇന്ത്യൻ പീനൽ കോഡിന്റെ ഡിസൈനിങ് ഉണ്ടല്ലോ, ഈ ജഡ്ജ്മെന്റ് വരുന്നില്ലേ, ഇതേ അടിസ്ഥാനത്തിലാണത്. പരിശോധിച്ചാൽ അറിയാം നമുക്കത്. ഈ 3-നും 3 ശിക്ഷയാണ്.
അതിനൊരു ക്ലാരിറ്റി വരുത്തിക്കൂടെ? അത് പുതിയൊരു അറിവായതുകൊണ്ടൊന്ന് ക്ലാരിറ്റി വരുത്താൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ വരുമ്പോ ഈ രണ്ടാമത്തെ വിഭാഗത്തിൽപ്പെട്ടതല്ല പ്രായശ്ചിത്തം. അതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ആദ്യവും മൂന്നാമതും പറഞ്ഞതിന് പ്രായശ്ചിത്തമുണ്ട്, രണ്ടാമത് പറഞ്ഞതിന് പ്രായശ്ചിത്തമില്ല. അപ്പൊ അതാണ് ഞാൻ എല്ലാ ദോഷങ്ങൾക്കും പരിഹാരം ഉണ്ടോ ചോദിച്ചാൽ ഇല്ല എന്നൊറ്റ ഉത്തരം. അതിൽ 2 ഭാഗം ദോഷങ്ങൾക്ക് പരിഹാരങ്ങളുണ്ട്, 1 ഭാഗത്തിന് പരിഹാരമില്ല, അനുഭവിച്ചേ കഴിയുന്ന. അതാണ് പരിഹാരം. അപ്പൊ പ്രായശ്ചിത്തം എല്ലാവരും ധാരണ അങ്ങനെയാ. ജ്യോത്സ്യന്മാർ ചോദിച്ചാൽ പിന്നെ എല്ലാറ്റിനും പരിഹാരം ഉണ്ടെന്ന് പറയണോ? തെറ്റായി, അബദ്ധമായി പോയി. നോ, ഒരിക്കലും ഇല്ല, പറയരുത്. ഒരു ജ്യോത്സ്യനും പറയരുത് എല്ലാ ദോഷങ്ങളും ജാതകത്തിൽ കാണുന്ന എല്ലാറ്റിനും പരിഹാരമില്ല ചോദിച്ചാൽ ഇല്ലാന്നാ പറഞ്ഞാൽ മതി. എല്ലാത്തിനും പരിഹാരമൊന്നുമില്ല. അതെ അതിന്റെ ഒപ്പം തന്നെ ചേർന്ന് നിൽക്കുന്ന ഒരു കാര്യമാണല്ലോ നമ്മുടെ നിമിത്തങ്ങൾ എന്ന് പറയുന്നത്. നമ്മുടെ ലൈഫിലാണെങ്കിൽ പോലും നമ്മൾ പറയും, ഇപ്പോ നമ്മളൊരു കാര്യത്തിന് പോകുന്ന സമയത്ത് നിമിത്തങ്ങൾ നമ്മൾ പലപ്പോഴും ഈവൻ ഞാൻ സത്യം പറഞ്ഞ കൂട്ടുകാരന്റെ ഒരു വളരെ ശിഷ്ടനായിട്ടുള്ള ഒരാളാണ്. ഒരു നിമിത്തം പോലെ ഞാൻ അദ്ദേഹത്തിനെ വേറൊരു കാര്യത്തിന് വിളിച്ചപ്പോഴാണ് അങ്ങനെ ഈ ഒരു വലിയൊരു മഹത്തായ ഒരു തരത്തിൽ എനിക്കൊരു അവസരം കിട്ടിയത്. താങ്കളെ പോലെ ഒരു ഗുരുസ്ഥാനീയന്റെ ഇത്രയധികം കാര്യങ്ങളും മറ്റുള്ള ജനങ്ങൾക്കും എനിക്കും മനസ്സിലാക്കാൻ സാധിച്ചു. അപ്പൊ ഈ നിമിത്തങ്ങൾക്ക് ഈ ശാസ്ത്രത്തില് എന്താണ് സ്ഥാനം? നിമിത്തങ്ങൾ വളരെയധികം സ്ഥാനമുണ്ടോ? എത്ര പെർസെന്റേജ് അങ്ങനെ ഉണ്ടാവും? അത് പെർസെന്റേജ് മീൻസ് ഞാൻ അതിന്റെ അളവ് പോലെയല്ല പറയുന്നത്, വളരെ വലിയൊരു ഈ ശാസ്ത്രശാഖയിലും നിമിത്തത്തിന് ഇത്രയധികം പ്രാധാന്യമുണ്ടോ? അതിന് കാരണം വെച്ചാല് ഈ നമ്മൾ ഈ കൈകാര്യം ചെയ്യുന്നതൊക്കെ നോൺ ഫാക്ടർ ആണല്ലോ. ഈ ഓരോ ചലനത്തിന്റെ പിന്നിലും അൺനോൺ ഫാക്ടർ ഉണ്ട്. ഇപ്പൊ ഇന്ന് നമ്മളിവിടെ സംസാരിക്കാൻ തന്നെ ഇതിന്റെ പിന്നിൽ നോൺ ഫാക്ടർ എന്താ? കഴിഞ്ഞ ആഴ്ച നിങ്ങൾ എന്നെ ഫോൺ ചെയ്ത് വിളിച്ചു, ഓക്കെ ശരി എന്ന് പറഞ്ഞു. ഇതാണ് നമ്മളെ നോൺ ഫാക്ടർ. ഈ നോൺ ഫാക്ടർ സംഭവിച്ചതല്ല ഇതൊന്നും. ഇതിന്റെ പിന്നിൽ അൺനോൺ ഫാക്ടർ ഉണ്ട്. അൺനോൺ ഫാക്ടർ എന്ന് പറയുന്നത് ദൈവം തന്നെ, സർവേശ്വരന്റെ ആ ഡിസൈൻ ഉണ്ടല്ലോ. ആ ഡിസൈനാണ് ഇങ്ങനെ സംഭവിച്ചത്. ഈ സംഭവിച്ചത് നോൺ ഫാക്ടർ നമ്മൾ പറയുമ്പോൾ ഇതുവരെ പറയാൻ പറ്റും. അന്ന് സാറ് എന്നെ വിളിച്ചില്ലേ, എന്നെ എന്നാൽ ആദ്യമായിട്ട് ഫോൺ ചെയ്തില്ലേ, ആ ഇത് മുതൽക്കുള്ളത് നോൺ ഫാക്ടറാണ്. ആ വിളിച്ചു, അപ്പൊ ഞാൻ റിപ്ലൈ ചെയ്തു, ചെയ്തു. പിന്നെ ഇയാള് ജോലി വിളിച്ച് മുൻകൂട്ടി ഇൻട്രൊഡ്യൂസ് ചെയ്തു, ഇതൊക്കെ ശരി, നോൺ ഫാക്ടറുകളാണ്. ഇതല്ലാത്തൊരു അൺനോൺ ഫാക്ടർ ഇതിന്റെ പിന്നിലുണ്ടായിരിക്കും. ഈ അൺനോൺ ഫാക്ടറിനെയാണ് നമ്മൾ നിമിത്തം എന്ന് പറയുന്നത്. അത് ദൈവീകമാണത്. ഒരാൾ പുറപ്പെടുന്ന സമയത്ത് നോൺ ഫാക്ടർ എന്താ? പിന്നെ ഇപ്പോൾ ഇവിടുന്ന് പുറപ്പെട്ടാൽ അവിടേക്ക് 1/2 മണിക്കൂർ കൊണ്ട് കുന്നംകുളത്ത് എത്താം. വണ്ടിയുടെ സ്പീഡും ഇതിൻ്റെ എല്ലാം കണക്കും വെച്ചുകൊണ്ട് അവിടേക്ക് എത്താമെന്ന് പറഞ്ഞു. ഇത് നോൺ ഫാക്ടറാണ്. വണ്ടി റെഡിയാക്കി ഓടിച്ചു. പക്ഷേ ഇതെവിടെ എത്തണം എത്തില്ലയോ തീരുമാനിക്കുന്നത് എന്താ? അൺനോൺ ഫാക്ടറാണ്. ഈ അൺനോൺ ഫാക്ടറാണ് അതിനെ നിയന്ത്രിക്കുന്നത് സത്യത്തിൽ. പക്ഷെ ചിലപ്പോൾ അത് നോൺ ഫാക്ടർ കറക്റ്റ് ആ ടൈമും ഇത്ര 10-30 മിനിറ്റ് സമയം കൊണ്ട് അവിടെ എത്തുന്നു. ഞാൻ എത്തി, അപ്പൊ ഞാൻ പുറപ്പെട്ടതും എത്തിയതും ശരിയായി എന്ന് പറയുന്ന വിഡ്ഢി പറയുന്നതാണ് നോൺ ഫാക്ടർ. ഇവന്റെ മോട്ടോർ ബൈക്കിന്റെ ഗുണവും പെട്രോളിന്റെ അവന്റെ കഴിവും വെച്ചിട്ടാണെന്ന് അവൻ തെറ്റിദ്ധരിച്ച സാഹചര്യത്തിൽ എല്ലാം സംശയിക്കണം. അറ്റ് എനി മോമെന്റ് ഇയാൾ കുന്നംകുളത്താവില്ല, ചിലപ്പോൾ ജനറൽ ഹോസ്പിറ്റലാവും, ചിലപ്പോൾ ഇതിന്റെ ഇടയിൽ ഇൻ ബിറ്റ്വീൻ. അപ്പൊ ഇത് അൺനോൺ ഫാക്ടറാണ്. അത് എല്ലാറ്റിലും ഉണ്ടത്. ഈ അൺനോൺ ഫാക്ടർ എന്ന് പറയുന്നത് എത്രയെന്നറിയോ? വളരെ 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 മൈന്യൂട്ട് കോസ് അതിന്റെ, വളരെ മൈന്യൂട്ട്. എ ഡസ്റ്റ് ഇസ് ഇനഫ് എന്നാ പറഞ്ഞത് ടു ലൂസ് എൻ ഒളിമ്പിക് മെഡൽ. എ ഡസ്റ്റ് ഇസ് ഇനഫ് ടു ലൂസ് എൻ ഒളിമ്പിക് മെഡൽ എന്നാ പറഞ്ഞത്. ഒളിമ്പിക്കിലെ ഓട്ടം നടക്കില്ലേ, ഓട്ടല്ലേ, ആ ഓട്ടത്തിലെ ഒരു ഡസ്റ്റ്, ഒരു പൊടിപടലം ആ ഓടുന്ന ആളുടെ കണ്ണിൽ തട്ടിയാൽ മതി, ഒരു ഒളിമ്പിക് മെഡലാ നഷ്ടപ്പെടുക. നോക്കൂ, ഒരു നമ്മൾ കാണുന്ന ഒരു പൊടി ആണ് കാരണം എന്തിനെ? ഒരു ഒളിമ്പിക് മെഡലാ നഷ്ടപ്പെടുന്നത്. നോക്കൂ, ഡസ്റ്റ് ഇസ് ഇനഫ് എന്നാ പറഞ്ഞത്. കണ്ടോ? ഇതാണ് അൺനോൺ ഫാക്ടർ. ഇത് ഈ ഓടുന്ന ഒളിമ്പിക്കിൽ മത്സരിച്ച് ഓടുന്നവന്റെ കണ്ണിൽ വീഴാതിരിക്കുക എന്നുള്ളതിനെയാണ് നമ്മൾ അൺനോൺ ഫാക്ടർ ആണത്. അത് നമ്മുടെ ആരുടെയും കയ്യിലല്ല. ഒരു പൊടിപടലം വന്ന് കണ്ണിൽ വീഴാതെ ആക്കാൻ വല്ല വഴിയുണ്ടോ? ഒരു വഴിയില്ല. അത് അൺനോൺ ഫാക്ടർ അദ്ദേഹത്തിന്റെ എത്തുന്നത്. അതിനെയാണ് നമ്മൾ ദൈവം എന്ന് പറഞ്ഞ് എന്ത് ആരംഭിക്കുമ്പോഴും നമ്മുടെ മംഗളം ചൊല്ലിക്കൊണ്ടും മംഗള പ്രാർത്ഥന ചെയ്തുകൊണ്ടും ക്രിയകൾ ആരംഭിക്കുന്നതിന്റെ കാരണം ഇതാണ്. ഇതിൽ നിന്ന് ഇപ്പൊ ഉദ്ദേശിക്കുന്നതിന്റെ തന്നെ കാര്യങ്ങൾ ചെയ്യാനാണ്. ഇപ്പൊ ഞാൻ കുന്നംകുളത്ത് പോകാനാണ് പുറപ്പെടുന്നത്. ഈശ്വര ഭഗവാനെ എന്ന സമ്പ്രദായത്തെയോ എന്റെ ആരെ വേണ്ടില്ല, ഏതെങ്കിലും ഒരു ദൈവത്തിനെ വെച്ചിട്ട് ദൈവമേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചിറങ്ങുന്നതിന്റെ പിന്നിൽ അൺനോൺ ഫാക്ടറാണ്.
ആ ഫാക്ടറാണ് ശരിക്ക് എന്നെ കുന്നംകുളത്ത് എത്തിക്കുന്നത്. അതല്ലാതെ എൻ്റെ വണ്ടിയുടെ ഗുണോ എൻ്റെ ഗുണോ ഒന്നുമല്ല. പക്ഷെ ഇവൻ വിഡ്ഢി ധരിക്കുകയാണ് ഞാൻ കറക്റ്റ് ടൈമിൽ എത്തിയിട്ടോ, അതാ 29 മിനിറ്റ് ആകുമ്പോഴേക്കും ഞാൻ അവിടെ എത്തി എന്നൊക്കെ പറയുമ്പോൾ അവന്റെ അഭിമാനം അവനെ എത്തിച്ചു എന്നല്ല. അതിനാണ് നിമിത്തം എന്ന് പറയുന്നത്. ഈ അൺനോൺ ഫാക്ടറിനെ കൺട്രോൾ ചെയ്യുന്നത് അദ്ദേഹം തന്നെയാണ്. അത് അൺനോണാണ്, നോണല്ല. കഴിഞ്ഞില്ലേ? അപ്പൊ നമുക്കതിന് കയ്യില്ല മാത്രം. അതിനെയാണ് നിമിത്തം എന്ന രൂപത്തിൽ നമ്മൾ എടുക്കുന്നത്. അത് വളരെ വളരെ ഡീപ്പ് സയൻസാണ്. ഈ നിമിത്തം എന്നുള്ളത് വളരെ ഡീപ്പാണ്. സൂക്ഷ്മമായി പരിശോധിക്കാൻ കഴിയുന്നവർ. അതാണ് പ്രപഞ്ചത്തെ എല്ലാ ഈശ്വരന്റെ കൺട്രോളിലാണ്. അദ്ദേഹത്തിന്റെ കമ്പ്യൂട്ടറിൽ ഡിസൈൻ ചെയ്ത് വെക്കാതെ നീ പോണ്ട, ഇന്ന കാര്യം നടക്കില്ല, യാതൊരു സംശയമില്ല, അതിന് വേണ്ടി ഇതാ എന്ന് പറയാനാണ് ആ ശകനം കാണിച്ചതെന്ന് പറഞ്ഞത്. പക്ഷെ അത് ഇവനാകേണ്ട നടക്കും, അവിടെ പോയി ശരിയായിട്ട് മടങ്ങി വരും ഈ വിഡ്ഢി എന്നല്ലാതെ. അത് ബുദ്ധിമാന്മാർക്കാണെങ്കിൽ ഓഹോ ഇത് ശരിയല്ലല്ലോ, പന്തികേടാണെന്ന് തോന്നിപ്പിക്കുന്നത്. ആ നിമിത്തത്തിന് വലിയൊരു സ്ഥാനം ജ്യോതിഷത്തിലുണ്ടായി അല്ലേ? ജ്യോതിഷത്തിന്റെ ഭാഗം മുഴുവൻ നിമിത്തല്ലേ? ആ നിമിത്തല്ലേ പ്രശ്നം ഉണ്ടാക്കി തന്നെ. ഈ പ്രശ്നം എന്നുള്ള ശാഖ ഉണ്ടാക്കി തന്നെ നിമിത്തം എന്നുള്ള ഒരു ശാസ്ത്രമാണ് ഈ പ്രശ്നം എന്നുള്ള ശാഖയെ കേരളത്തിൽ വികസിപ്പിച്ചത്. നോക്കണം, നിമിത്തത്തിന് ചെറുതല്ലാതെ പ്രശ്നം എന്ന് നമ്മൾ പറഞ്ഞു വരുന്ന പ്രശ്നശാഖ, എൻ്റയർ പ്രശ്നശാഖ നിമിത്ത സൃഷ്ടമാണ്. അതിലേക്ക് മറ്റൊക്കെ അപ്ലൈ ചെയ്തതാണ്. ജാതക പദ്ധതികളും മറ്റെല്ലാ ശാസ്ത്ര പദ്ധതികളെ കൊണ്ടുവന്ന് ഇതിലേക്ക് കണക്ട് ചെയ്തിരിക്കുക. ബേസിക് എന്താണ്? നിമിത്തം. പ്രശ്നം എന്ന് പറയുന്നതിന്റെ അടിസ്ഥാനം നിമിത്തമാണത്. അല്ല, പ്രശ്നത്തിലേക്ക് വരാം. അതിന് മുമ്പ് ഒരു ഒറ്റ കാര്യം കൂടി ഇതിനോട് ബന്ധപ്പെട്ട് ചോദിച്ചാൽ, ഇപ്പൊ ചില ആളുകൾ നാഡി ജ്യോത്സ്യം എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട്. അതേപോലെ തന്നെ ചിലർ പറയുന്നത് വെറ്റില കൊണ്ടുപോയി കഴിഞ്ഞാൽ ആ വെറ്റില നോക്കിയിട്ട് ഇതേപോലെ ജനിച്ച സമയവും മറ്റുള്ള ഒന്നുണ്ട്, വെറ്റില നോക്കി പറയുന്നുണ്ട്. ചിലര് മുഖം നോക്കി കാര്യങ്ങൾ കംപ്ലീറ്റ് പറയുന്നുണ്ട് ആ വ്യക്തിയുടെ. അപ്പൊ ഇത്തരത്തിലുള്ള ഈ ജ്യോതിഷത്തില് എത്ര വിഭാഗങ്ങളുണ്ട്. ഇത്തരത്തിലുള്ള പല പല കാര്യങ്ങൾ കേൾക്കുന്നുണ്ട്. ഇതിലൊക്കെ എന്തൊക്കെ സത്യമുണ്ട്, ഏതൊക്കെ മിഥ്യയുണ്ട് എന്ന് ഞങ്ങളെപ്പോലുള്ള സാധാരണക്കാർക്ക് അറിയില്ല. അതൊന്ന് വ്യക്തമാക്കി തരും. ജാതക, ഗോള, നിമിത്ത, പ്രശ്ന, മുഹൂർത്തക്ക്, ഗണിതനാമാനി, ഈ 6 ഡിവിഷൻ ഉണ്ടല്ലോ. ജ്യോതിഷത്തിന്റെ ഡിവിഷനാണ് അതൊക്കെ. ജ്യോതിഷത്തിന്റെ ഡിവിഷനാണത് മുഴുവൻ. ജാതകം, ഗോളം, നിമിത്തം, പ്രശ്നം, മുഹൂർത്തം, ഗണിതം, ഇത് മുഴുവൻ 6 ഡിവിഷൻ ഉണ്ട് ഇതിലേ. ജ്യോതിഷം എന്ന് പറയുമ്പോഴേക്ക് ഈ 6 ഡിവിഷൻ അടങ്ങുന്നതാണ് ജ്യോതിഷം. അതിലത്തെ ഒന്നാണ് ഇപ്പൊ ഈ പറഞ്ഞ നമ്മൾ നിമിത്തം എന്ന് പറയുന്നത്. ആ നിമിത്തത്തെ കൂടി ഘടിപ്പിച്ചുകൊണ്ടാണ് ഈ പ്രശ്നം എന്നുള്ള ശാഖ ഉണ്ടായിരുന്നത്. ഞാൻ പറഞ്ഞത് ഇല്ലേ, നാഡീ ജ്യോതിഷം ഉണ്ടായിട്ടുണ്ടല്ലോ. നാഡീ ജ്യോതിഷം ഉണ്ട്. ആക്ച്വലി ഉള്ളതാണത്, ഇല്ലാന്ന് പറയാൻ പറ്റില്ല. പക്ഷെ അതിന് പിന്നെ അറിയാമല്ലോ ഇന്നത്തെ ലോകത്തിന്റെ വിനിയോഗം എങ്ങനെയാണെന്ന് നമ്മൾ നോക്കണ്ട. പക്ഷെങ്കിലും നാഡീ ജ്യോതിഷം എന്നുള്ള ഭൃഗു മുനി ആ ഓരോ ജീവജാലങ്ങളുടെയും കണ്ടില്ലേ, ആ റീബർത്ത് ചെയ്യുന്നല്ലേ. ഇത് മറ്റൊരു തലത്തിലേക്ക് എത്തിക്കഴിഞ്ഞതൊക്കെ റിപ്പീറ്റബിൾ ആണതേ. ഇത് നമ്മുടെ ഈ ഇതിൽ നിന്ന് CCTV-ന്ന് ഇത് എടുക്കുന്നില്ലേ, നമ്മള് പിക്ചർ എടുക്കുന്നില്ലേ, അതുപോലെ തന്നെയാണ് ഈ സംഭവം. ഇതിന്റെ സൂക്ഷ്മ തലത്തിൽ എത്തുമ്പോ അതിനെ റീവൈൻഡ് ചെയ്ത് കൊണ്ടുവരികയാണ് സംഗതി. ഇത് മുഴുവൻ ആവർത്തിച്ചിട്ടുള്ളതല്ലേ ഈ പ്രപഞ്ചം. ഒരൊറ്റ മിനിറ്റ്, ഞാൻ 2 കാര്യങ്ങളിലേക്ക് പോകുന്നു. ടെക്നിക്കലായിട്ട് ഒന്ന് IPC ഉണ്ടാക്കിയതുമായി ബന്ധപ്പെട്ടുള്ള ഒരു കമന്റ് വന്നു. ഇപ്പോ ടെക്നിക്കലായിട്ടുള്ള ഒരു കാര്യവുമായി ബന്ധിപ്പിച്ചിട്ട് ഇതിനെ കൊണ്ടുവരാനും സാധിച്ചു. അപ്പൊ ഈ 2 കാര്യങ്ങൾ കൊണ്ടുവരുന്നതോടൊപ്പം തന്നെ ഒറ്റ കാര്യം കൂടി അതിന്റെ കൂടെ നിൽക്കുന്നതായതുകൊണ്ടാണ് കേട്ടോ ഞാൻ അത് ചോദിക്കുന്നത്. അതായത് ഒരു വ്യക്തിയുടെ ഭാവി, ഭൂതം ഇതൊക്കെ ഗണിച്ച് പറയാൻ സാധിക്കുമെന്നുള്ളതാണല്ലോ ജാതകം പറയുന്നത്, എന്റെ കൊച്ചറിവ് വെച്ച്. അപ്പൊ ഇത്തരത്തിലൊരാളുടെ ഭാവിയും ഭൂതം പറയുന്നുണ്ട്, പക്ഷെ ഭാവിയെ പറ്റി പറയുമ്പോൾ ശരിക്കും അയാൾ അത് മനസ്സിലാക്കുന്ന സമയത്ത് അപകടങ്ങൾ ഉണ്ടാവാനായിട്ട് സാധ്യതയില്ല. കാര്യം മാനസികമായിട്ട് ഇപ്പോ മമ്മൂട്ടിയുടെ ഒരു പഴയ സിനിമയുണ്ട്, ഇപ്പോ കുട്ടിയുടെ കണ്ടിട്ടുണ്ടോന്ന് എനിക്കറിയില്ല. അതിൽ ഇതേമാതിരി അദ്ദേഹത്തിന്റെ വീട്ടില് ഒരാൾക്ക് ഭ്രാന്ത് പിടിക്കും എന്ന് പറഞ്ഞ് ഒരു ഇതുണ്ട് അവിടെ. അപ്പൊ അത്തരത്തില് അദ്ദേഹം ഒരു ഭ്രാന്തനായി അവസാനം അദ്ദേഹത്തിനെ മുദ്ര കുത്തിയിട്ടും അദ്ദേഹത്തിനെ ആത്മഹത്യ ചെയ്യുന്ന രീതിയിൽ പോകുന്ന ഒരു അവസ്ഥയാണ് അത് ഉണ്ടാവുന്നത്. അപ്പൊ ഇത് ഇത്തരത്തിൽ അറിഞ്ഞു കഴിയുമ്പോൾ ആളുകൾക്ക് പ്രശ്നം ഉണ്ടാവുന്നതല്ല. അപ്പൊ ഇപ്പോഴത്തെ കാലഘട്ടത്തില് ഇത് ഈ സത്യത്തില് ജ്യോതിഷം എന്ന് പറയുന്ന ശാസ്ത്രശാഖയുടെ ഒരു പ്രസക്തി എന്താണ്? ഏറ്റവും അത്യാവശ്യമുള്ള സാധനം, എല്ലാവരും ജ്യോതിഷത്തെ അവലംബിക്കണം. എങ്ങനെ? അതാണ് നല്ലോണം ബുദ്ധിപരമായിട്ട്, നല്ല ബുദ്ധിയോട് കൂടി ജ്യോതിഷത്തെ എല്ലാവരും ആശ്രയിക്കണം. ഈ പറഞ്ഞതുണ്ടല്ലോ, ഈ ജ്യോതിഷത്തിനെ എപ്പോഴും ഒരു സൈൻ ബോർഡ് ആക്കി എടുക്കുക. നമ്മൾ അസ്ട്രോളജിക്കൽ കൺസൾട്ടേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സൈൻ ബോർഡ് ആക്കി എടുക്കുക. നമ്മൾ സൈൻ ബോർഡില്ലേ നമ്മുടെ
ഹെയർ പിൻ ബെൻഡ്. എന്തിനു വേണ്ടി അത്? ഈ ആൾ ഓടിക്കുന്നവൻ ആക്സിലേറ്ററിലും എല്ലാറ്റിലും ശ്രദ്ധ വെച്ചൂടാ. കണ്ടില്ലേ നമ്മള് കൊടൈക്കനാലൊക്കെ പോകണ്ടില്ല, അല്ല എല്ലായിടത്തും റോഡിലൊക്കെ ഇരിക്കുന്നത്. എന്തിനാണ് ഈ സിഗ്നൽ എന്തിനാ കൊടുത്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഈ സൈൻ ബോർഡ് എന്തിനു വേണ്ടിയാ? പ്രിക്വേഷൻ വേണ്ടിയാണ്. ഇത്രയേ ഉള്ളൂ ഈ ജ്യോതിഷത്തിന്റെ ധർമ്മം. സംഭവ്യതയും സംഭവങ്ങളായിട്ട് ഇതിന് ഒരു ബന്ധമില്ല. ഉണ്ടാക്കാനോ ഇല്ലാതാക്കാനോ സാധ്യമല്ല, ഒരിക്കലും ഇല്ല. ആ സ്ഥാനത്തെത്തുമ്പോൾ ഈ സൈൻ ബോർഡ് നോക്കി പോകുന്നതിന് ആ സ്ഥാനത്തെത്തുമ്പോൾ എങ്ങനെ വേണം ഈ വണ്ടി നിയന്ത്രിക്കാൻ എന്നറിയാം. ഇതുപോലെ തന്നെയാണ് ഈ ജീവിതത്തിൽ സംഭവങ്ങളിലൊക്കെ എത്തുമ്പോൾ, എല്ലായിടത്തും എത്തുമ്പോഴും അതിന് ഞാൻ പറഞ്ഞില്ലേ, അതിൽ ഈ ശ്രദ്ധിച്ചാൽ പറ്റാവുന്നതാണ് ഏത് 2/3. 1/3 ഞാൻ പറഞ്ഞു കഴിഞ്ഞല്ലോ ഓൾറെഡി. 1/3 ശ്രദ്ധിച്ചാലും കിട്ടാത്തതാണ്. അതിനെ വിട്ടൊരു കാര്യം, അത് കിട്ടുള്ളൂ, അത് നമ്മുടെ കൈപ്പെട്ടല്ല. പക്ഷെ 2/3 നമുക്ക് നിയന്ത്രിക്കാലോ. അപ്പൊ ഈ 2/3 നിയന്ത്രിക്കാനുള്ള സൈൻ ബോർഡ് ആക്കിയിട്ട് ജ്യോതിഷത്തെ ഉപയോഗിക്കുകയാണെങ്കിൽ ഈ എല്ലാവർക്കും ഉപകാരമാണത്. എല്ലാവരും ചെയ്യേണ്ടതുമാണ്. ജ്യോതിഷി എല്ലാവരും പരിശോധിക്കാറുണ്ട്. എത്ര മഹാനായാലും ജ്യോതിശാസ്ത്രത്തിലൂടെ ഞാനെന്താ എന്തുകൊണ്ടാണ് ഞാൻ അത് പറയണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദ ഓൺലി സ്കോപ്പ് അതാ പറയാൻ കാരണം. ഈ എന്റെ മോളെ വിവാഹം കഴിച്ചു കൊടുക്കുന്ന സമയത്ത് ആ കുട്ടി എങ്ങനെയാവും എന്ന് നോക്കാനുള്ള ഒരേ ഒരു ഉപകരണം ഇന്ന് ഇതേ ഉള്ളൂ അവൈലബിൾ. വേറെ വല്ലതും ഉണ്ടോ? ബ്ലഡ് ടെസ്റ്റ് ഉണ്ടോ? ഏതെങ്കിലും ടെസ്റ്റ്, ഏതെങ്കിലും DNA ടെസ്റ്റോ എന്തെങ്കിലും നടത്തി നിങ്ങൾക്ക് പറ്റുമോ? എന്തെങ്കിലും ഈ പെൺകുട്ടിയുടെ ബ്ലഡും ആൺകുട്ടിയുടെ ബ്ലഡും കൂടി നോക്കിയിട്ട് ഏതെങ്കിലും ലാബിൽ കൊടുത്തിട്ട് ഈ കുട്ടിയുടെ വരാൻ 50 കൊല്ലത്തിനകത്ത് വരുന്ന ഇഷ്ടങ്ങളും കഷ്ടങ്ങളെയും കൂടി പറഞ്ഞു തരാൻ വല്ല ടെസ്റ്റും, ആ ടെസ്റ്റ് വന്നതൊക്കെ ഇല്ല, നല്ല കാര്യമായിരിക്കും. അത് വരുന്നിടത്തോളം കാലം ഓൺലി സ്കോപ്പ് ഇത് മാത്രമേ ഉള്ളൂ. ജ്യോതിഷം മാത്രം, ഓൺലി സ്കോപ്പ്. വേറെ ഒരു ഇതും പറഞ്ഞിട്ടില്ല. ഈ കുട്ടിയെ മറ്റവന്റെ കയ്യിൽ കൊടുക്കുമ്പോൾ സമയത്ത് ആ ജാതകമൊക്കെ വെച്ച് ഈശ്വരനെ വിചാരിച്ച് നോക്കി പരമാവധി കുറച്ചു കാലെങ്കിലും ഒരു കേടൊന്നും കൂടാതിരിക്കുമോ എന്നൊക്കെ നോക്കി, കുട്ടികൾ ഉണ്ടാവില്ല, സന്തതി ഉണ്ടാവില്ല എന്നൊക്കെ നോക്കി സുരക്ഷിതമായിട്ടുള്ള ഒരാളുടെ ഏൽപ്പിച്ചു കൊടുക്കാൻ ഓരോ അച്ഛനും അമ്മയും ചെയ്യേണ്ടത് ജാതകം പരിശോധിക്കുക തന്നെയാണ് വേണ്ടത്, സംശയിക്കേണ്ടത്. പക്ഷെ അതിന്റെ പേര് പറഞ്ഞുകൊണ്ട് അതിനെ മിസ്യൂസ് ചെയ്യാൻ അനുവദിക്കരുത്, ഒരിക്കലും പാടില്ല. അത് വെറുതെ അത് വലിയൊരു വാസ്റ്റ് സബ്ജക്റ്റ് ആണ് ഈ പൊരുത്തം എന്നുള്ള വിഷയം. നമുക്ക് പറയാനായിട്ട് അല്ല, അതിലേക്ക് നമുക്ക് കൂടുതൽ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ തന്നെ നമ്മൾ 1.5 മണിക്കൂർ ആവാറായി. ഇനിയും 2-3 ക്വസ്റ്റ്യൻസുകൾ നമുക്ക് അറിയേണ്ടതായിട്ടുള്ള ആവശ്യമുണ്ട്. ഒറ്റ കാര്യം കൂടി ചോദിച്ചിട്ട് കുട്ടിട്ടാ, അതായത് ഇപ്പൊ പറഞ്ഞോളൂ ഈ പ്രശ്നത്തിന്റെ രീതിയിലുള്ള ശാസ്ത്രം വരുന്നത് ഇപ്പൊ അഷ്ടമംഗല്യ പ്രശ്നം എന്ന് ഞാൻ പലപ്പോഴും കണ്ടു. അത് എനിക്ക് തോന്നുന്നു കേരളത്തിൽ മാത്രമുള്ള ഒരു സംഭവമാണെന്ന് തോന്നുന്നു, എനിക്കറിയില്ല പരിപൂർണമായിട്ട്. എന്താണ് ഈ അഷ്ടമംഗല്യ പ്രശ്നം? അഷ്ടമംഗല്യ പ്രശ്നം എന്ന് സാധാരണ ഈ അമ്പലങ്ങളില് അതേപോലെ എനിക്ക് തോന്നുന്നു വീടുകളിൽ വെക്കുമെന്ന് എനിക്കറിയില്ല. അപ്പൊ എന്താണ് ഈ അഷ്ടമംഗല്യ പ്രശ്നം? എന്താണ് അതിന്റെ യുക്തിസഹജമായിട്ട് അതൊന്ന് പറഞ്ഞു തരാൻ പറ്റുമോ സാധാരണക്കാരന്? ആദ്യം പറഞ്ഞതിലുണ്ടത് പ്രശ്നം എന്നുള്ള വിങ് തന്നെ നിമിത്തത്തെ ആശ്രയിച്ചുകൊണ്ടാണ് ആദ്യം പറഞ്ഞല്ലോ ഞാൻ. ഈ പ്രശ്ന വിങ് ഒരു ബ്രാഞ്ച് തന്നെ നിമിത്തത്തിൽ ഉണ്ടായതാ. ആ ബ്രാഞ്ചിന്റെ വിങ് അതെന്താ വെച്ചാൽ കേരളത്തിൽ ചോദിച്ചു കഴിഞ്ഞാൽ ഈ കേരളത്തിലെ പൂർവീകരുണ്ടല്ലോ, കേരളത്തിൽ ഈ ബുദ്ധിപരമായിട്ട് ഒരു വിശേഷത മറ്റെല്ലാ ഭൂപ്രദേശങ്ങളിൽ നിന്നും വ്യത്യസ്തമായിട്ടൊരു കേരളത്തിനുണ്ടത്. അത് കേരള ബ്രാഹ്മണരുടെ പുരാതന കാലത്തുള്ള ആ ബുദ്ധി വൈഭവം തന്നെയാണത്. അതൊരു പ്രത്യേകത ബുദ്ധി. അത് ഇവിടുത്തെ വെള്ളത്തിന്റെ ആവാം, കാലാവസ്ഥയുടെ ആവാം, ഭൂപ്രകൃതി ആവാം, അരിഭക്ഷണമാവാം, എന്തൊക്കെയായാലും ഒരു ബുദ്ധി, ഇന്റലക്ച്വൽ പവർ എന്നുള്ളതിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന ഒരു സ്ഥലമാണ് ഈ കേരളത്തിലുണ്ടായത്. അപ്പൊ കേരളത്തിൽ മാത്രം വികസിച്ചുണ്ടായതാണ് ഈ പ്രശ്നം. ജ്യോതിശാസ്ത്രം എന്നുള്ളത് എല്ലാ ഗ്രന്ഥങ്ങളും ജ്യോതിഷവും ജാതകവും ഇന്ത്യ മുഴുവൻ ഒന്ന് കോമണാണ്. ഇന്ത്യ എന്നല്ല, ലോകം മുഴുവൻ ഒന്നാ. പ്രശ്നം എന്നുള്ള ഒരു വിങ് ഈ കേരളത്തിൽ മാത്രമേ വികസിച്ചു വന്നുള്ളൂ. അത് ഇവിടുത്തെ ഗവേഷണ പടുത്വം, ഗവേഷണ ബുദ്ധിയുടെ ഫലമായിട്ടുണ്ടായതാണ്. അത് ഇതിൽ മാത്രമല്ല. ഇപ്പൊ ആയുർവേദം എടുത്തു കഴിഞ്ഞാൽ ആയുർവേദ ശാസ്ത്രം മുഴുവൻ ഭാരതം മുഴുവൻ ഒന്നാ. പഞ്ചകർമ്മ എന്നുള്ള ഒരു വിങ് കേരളത്തിന്റെ മാത്ര കണ്ടോ. അതുപോലെ ഇപ്പൊ വേദങ്ങളുണ്ട്. 4 വേദങ്ങളിലുള്ള ആൾക്കാരെ, പണ്ഡിതന്മാരെ, വേദങ്ങൾ ഒക്കെ ഉണ്ട്, ശരിയാ. ഈ വേദങ്ങളൊക്കെ ഒറ്റൊന്നാണ്, ഒരേ ഒരു വ്യത്യാസമില്ല. ഇന്ത്യ മുഴുവൻ ഒന്നാണ്. പക്ഷേ അത് സ്വരിച്ചു ചെല്ലുന്ന സമ്പ്രദായമുണ്ട്. ആ സ്വരിച്ചു ചെല്ലുന്ന സമ്പ്രദായം ഇവിടെ മാത്രമേ ഉള്ളൂ. ഗഹ്രസ്വ പ്ലോതത്തോട് കൂടിയിട്ടുള്ള ആ ചൊല്ലുന്ന സമ്പ്രദായം ഇവിടെ മാത്രം. അപ്പോൾ ഇവിടെ മാത്രം ഡെവലപ്പ് ചെയ്താണ്. അതിന് ബുദ്ധി തന്നെയാണ് കാരണം. കേരളത്തിന്റെ ബുദ്ധി ഇപ്പൊ നമ്മളെ കുറച്ചധികം ചീത്തയ്ക്ക് ഉപയോഗിച്ചു എന്നുള്ള ശാപം നമുക്കുണ്ട്. പക്ഷേ യഥാർത്ഥത്തിൽ ഇത്രയും ബുദ്ധി ഉണ്ടാവാനുള്ള കാരണം, ഈ ബുദ്ധിക്ക് ഈക്വൽ ആയിട്ടുള്ള ഒരു ബുദ്ധി ഭാരതത്തിലുള്ളത് പിന്നെ എവിടെ അറിയോ? ബംഗാളിലാണ്. നോക്കൂ, ആ ഭൂപ്രകൃതി, കാലാവസ്ഥ, കുളങ്ങള്, മത്സ്യങ്ങള്, തോടുകള്, പുഴകള്, ഭൂപ്രകൃതി, നെല്ല്, അരിഭക്ഷണം എല്ലാം സിമിലർ ആണ്.
കേരള ആൻഡ് ബീങ് സിമിലർ ആണ് ബംഗാളിന്റെയും കേരളത്തിന്റെയും. നോക്കിക്കോളൂ, എല്ലാ ശാസ്ത്രങ്ങളിലും എല്ലാ സാഹിത്യകാരന്മാരും എവിടെ നോക്കിയാലും ഈ ബുദ്ധിപരമായിട്ട് ഒരു 10 ഡിഗ്രി മുന്നിൽ നിൽക്കും കേരളത്തിന്റെ ബുദ്ധിയും ബംഗാളിന്റെ ബുദ്ധിയും. അത് നമുക്ക് വേറെ എക്സാമ്പിൾ പറഞ്ഞു തരാം ഞാൻ വേണമെങ്കിൽ. ഈ ബുദ്ധിയുടെ ലക്ഷണമാണ് കമ്മ്യൂണിസം. ആ കമ്മ്യൂണിസം ബംഗാളിൽ നിന്ന് ബീഹാറിലേക്കോ ഒറീസയിലേക്കോ അല്ല വന്നത്, നേരെ ജമ്പ് ചെയ്ത് കേരളത്തിലാണ്. കണ്ടോ? നോക്കൂ, ഈ സാംക്രമിക രോഗം പോലെ വരുമായിരുന്നെങ്കിൽ അടുത്ത ബീഹാറിലോ അടുത്ത ഒറീസയിലോ മധ്യപ്രദേശിലോ വന്നിട്ട് വേണ്ട ഇവിടേക്കെത്താൻ. അല്ല, നോ, അത് നേരെ ബംഗാളിൽ നിന്ന് നേരെ ചൈന ടു ബംഗാൾ, ബംഗാൾ ടു കേരള. അതിന് കാരണം സിമിലർ ബുദ്ധിയുടെ വൈഭവമാണത്, ബുദ്ധിയുടെ നിലവാരം, ഉയർന്ന നിലവാരം. സാധാരണ മറ്റെല്ലാവരും ചിന്തിക്കുന്നതിനേക്കാൾ ടോപ്പായിട്ടുള്ള ചിന്ത ഈ കേരളത്തിന്റെ ബുദ്ധിക്കുണ്ട്, ബംഗാളിന്റെ ബുദ്ധിക്കുണ്ട്. അതിന്റെ എക്സാമ്പിൾ ഞാൻ പറയാം, പ്രത്യക്ഷ ഉദാഹരണം. അപ്പൊ നിങ്ങൾക്ക് നിശ്ചയിക്കാൻ പറ്റുന്നത് തർക്കമില്ല. ആന്ധ്രയിൽ നിന്നാണോ ഇങ്ങോട്ട് വന്നത്? അല്ല. തമിഴ്നാട് നിന്നാണോ ഇങ്ങോട്ട് വന്നത്? അല്ല. നോ. എങ്ങനെ വന്നു എന്ന് ചോദിച്ചാൽ ഈ ബുദ്ധി ഇന്റലക്ച്വൽ ട്രാൻസ്പോർട്ട്. ഞാൻ ഒരു സംശയം ചോദിച്ചിട്ടോ, അതിലുള്ള ഒരു സംശയം, എനിക്ക് തോന്നുന്ന ഒരു സംശയം കൂടി ചോദിച്ചിട്ടോ. ബംഗാളിൽ നിന്നാണ് കമ്മ്യൂണിസം വന്നതെന്ന് പറഞ്ഞല്ലോ, അപ്പൊ ഓട്ടോമാറ്റിക്കലി ഇപ്പൊ ബംഗാളിൽ കമ്മ്യൂണിസം ഇല്ലാണ്ടായി, അപ്പൊ ഭാവിയിൽ കേരളത്തിൽ ഇല്ലാണ്ടാവും എന്നുള്ള അർത്ഥം എടുത്തോട്ടെ. അങ്ങോട്ടുള്ള പറയണ്ട, അതെനിക്ക് കമന്റ് ആവും. ഞാൻ പറഞ്ഞതിന്റെ സത്യാവസ്ഥ പറഞ്ഞതാണ്. ഇനി ഇത് കഴിഞ്ഞിട്ട് പറയാം, നമുക്ക് 10 കൊല്ലം കഴിഞ്ഞിട്ട് പറയാം ഇതേ പ്രൊഡിക്ഷൻ ശരിയായോന്നേ. കുറച്ചുകൂടി കഴിയട്ടെ, പ്ലീസ് വെയിറ്റ്. ഇപ്പൊ അതായിട്ടില്ല, ഇപ്പൊ അതിനെ പറ്റി പറയാനായിട്ട്. ഞാൻ ഉണ്ടായതിന്റെ കാര്യം പറയാണ്. ഭാരതത്തിൽ ആദ്യം ഉണ്ടായത് എന്തുകൊണ്ടെന്ന് ക്വസ്റ്റ്യൻ ഉണ്ട്. അത് ഈ സിമിലാരിറ്റിയാ കാരണം. ബുദ്ധിപരമായിട്ടുള്ള വൈഭവം തന്നെ, ഈ ചിന്താശക്തിയും, അത് എന്നുള്ള ബുദ്ധിയുടെ ലക്ഷണമാണതേ. സാധാരണ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള അപാരമായ ബുദ്ധിയുടെ ആ മൂശയിൽ നിന്ന് ഉണ്ടാവുന്നതാണ് സിദ്ധാന്തം. തമാശ എന്നല്ലാതെ നമ്മളൊക്കെ എത്ര അപ്രിഷിയേറ്റ് ചെയ്യണം ശരിക്കും. ഈ മാർക്സിസ്റ്റ് സിദ്ധാന്തം എന്നത് അന്നേ വരെയുള്ള ബുദ്ധിയിൽ നിന്നും ആ മൂശയിൽ ഉരുക്കിയെടുത്തുള്ള വിഷയയുടെ ബുദ്ധിയാണിത്. അയ്യോ, ഇന്റലക്ച്വലി എത്രയോ ഹയറാണത്, ചെറുതല്ലാതെ. ആ ലെവലിലേക്ക് എത്തുന്ന ബുദ്ധിയുടെ വികാസമുള്ള ഒരു രാജ്യം ഇതാണ് ഞാൻ പറഞ്ഞത്, കേരളമാണ്. അതിന്റെ കാരണം ഒരുപക്ഷെ ഇതായിരിക്കാട്ടോ. ഭൂപ്രകൃതി കണ്ടോ, ഒരുപോലെയാണ്. കുളങ്ങള്, തോടുകള്, പുഴകള്, വെള്ളം സുലഭം. അരിഭക്ഷണം, ബംഗാളിലെ പ്രധാന മെയിൻ അരിഭക്ഷണമാണ്, കേരളത്തെ പോലെ. ശരി, ഓക്കെ, നിർത്താം. ഇനി അടുത്തലാവാം. ഓക്കെ, കഴിഞ്ഞില്ലേ? ഹലോ, നിർത്താലോ? എന്താ ചെയ്യാ? സമയം കഴിഞ്ഞിട്ടോ അല്ലേ? 1.5 മണിക്കൂറായി. 1 മണിക്കൂർ കഴിഞ്ഞിട്ട് കട്ട.
നമസ്തേ. ചെറുതായിട്ടൊന്നൊരു ഇവിടെ ഒരു പവർ ഫെയിലിയർ വന്നതാണ്. ആരും അതുകൊണ്ട് പോകേണ്ട കാര്യമില്ല. നമുക്ക് ഇപ്പൊ തന്നെ അത് കണ്ടിന്യൂ ചെയ്യാം. അടുത്തതിലേക്കൂടെ ഇതിപ്പോ എന്താ ചെയ്യാനിപ്പോ? അടുത്തതിലേക്കൂടെ പറഞ്ഞോളൂ. ഇനി അടുത്തതിലേക്ക് പോരെ? നീ നെക്സ്റ്റ് ലൈവ് പോലെ ചോദിക്കണം. അടുത്ത പോരെ? 1.5 മണിക്കൂറായില്ലേ? മതിയല്ലോ. കേൾക്കണില്ല. അല്ല, ഒന്ന് കൺക്ലൂഡ് ചെയ്യാം നമുക്ക്. ആയിക്കോട്ടെ. കഴിയാറായി. കാരണം ഞാൻ എന്താന്ന് പറഞ്ഞാൽ ഇത് നമുക്ക് പെട്ടെന്നാണ് പവർ ഇവിടെ പോയത്. നല്ല ഇതില് പോരുന്ന സമയത്താണ് പവർ പോയി കാരണമാണ്, വേറെ ഒന്നും സംഭവിച്ചല്ല. ഞാൻ ജനറേറ്റർ ഓൺ ചെയ്യണ ഒരു ചെറിയൊരു സംശയം എടുത്തു. പറഞ്ഞോളൂ. കഴിയാറായി. ശരി. അപ്പൊ അങ്ങനെയാണ് അതിന്റെ കഥ. അപ്പൊ പ്രശ്നം എന്നുള്ള ഭാഗം നിമിത്തത്തെ ആസ്പദിച്ചുകൊണ്ടാണ്. ആ അഷ്ടമംഗലിലെ പ്രശ്നം ചോദിച്ചല്ലോ, രമേശ് ചോദിച്ചല്ലോ. അത് കുറെ സബ്ജക്റ്റാ, കുറെ ഇങ്ങനെ പറഞ്ഞ അതുപോലെ വേണമെങ്കിൽ ഇതുപോലെ ഒരു മണിക്കൂർ അതിന് വേണ്ടുമ്പോൾ മാത്രമേ അതിനെപ്പറ്റി എന്തെങ്കിലും ഒന്നൊരു രൂപം ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അല്ലാതെ ഞാൻ പറഞ്ഞു നിമിത്തത്തെ മാത്രം ആശ്രയിച്ചുകൊണ്ടാണെന്ന് പറയുമ്പോൾ ഈ നിമിത്തം എല്ലാം നിമിത്തമാണോ എന്നൊരു ചോദ്യം വരും. അപ്പൊ എല്ലാം നിമിത്തമാണെന്ന് എനിക്ക് സമർത്ഥിക്കേണ്ടി വരും. ഈ അഷ്ടമംഗല പ്രശ്നത്തിലെ ഫ്രം ദ ബിഗിനിങ് ടു എൻഡ് നിമിത്തത്തെ മാത്രം ആശ്രയിച്ചുകൊണ്ടാണ്. ആ നിമിത്തത്തിന്റെ ഇടയിൽ മറ്റ് ശാസ്ത്രങ്ങളെ മുഴുവൻ ഉപയോഗിച്ചിരിക്കുകയാണ് പ്രശ്നമാർഗാചാര്യനെ പോലുള്ള പ്രശ്ന വിങ് വികസിപ്പിച്ച ആൾക്കാർ എന്നർത്ഥം. അതാണ് ഞാൻ പറഞ്ഞു വന്നത്. അത് കേരളത്തിന്റെ ബുദ്ധിയുടെ ഒരു വിശിഷ്ട അനുഭവമാണ്. അത് ഇവിടെ മാത്രം ഉണ്ടായതാണ് പ്രശ്നം. സംശയിക്കേണ്ട. വേറെ മറ്റെവിടെയില്ല. ഭാരതത്തിൽ വേറെ എവിടെയും ഈ പ്രശ്ന എന്നുള്ളത് ഇല്ല. അഷ്ടമംഗല പ്രശ്നത്തിനെ കുറിച്ച് ഈ പറഞ്ഞ മാതിരി കൂടുതൽ കാര്യങ്ങൾ അറിയണം. എന്നാലും നമുക്ക് അത് അവിടെ വെച്ച് നിർത്തിയിട്ട് ഒരു ചെറിയ 2 കാര്യം കൂടി ഞാൻ ചോദിച്ചിട്ട് നമുക്ക് അവസാനിപ്പിക്കാം. ഒന്ന്, ഒരു നിരീശ്വരവാദിയായിട്ടുള്ള ഒരു വ്യക്തിയാണെന്ന് വിചാരിക്കും. അദ്ദേഹത്തിന് ഈ ശാസ്ത്രശാഖ പഠിക്കാൻ സാധിക്കും? ഓ, തീർച്ചയായിട്ടും പഠിക്കല്ലോ. ഇത് ക്രിട്ടിക്കൽ അപ്രോച്ച് അല്ലേ ഇത്? അയ്യോ, അതായത് നമുക്ക് ഏത് തരം, പക്ഷെ ഒരു കാര്യം ചെയ്യണം, ഒരു കാര്യം വേണം. അതൊരു ഫിലോസഫർ ആവണം അയാള്. അതിന് പറ്റില്ല. ബുദ്ധിയുള്ള ഫിലോസഫർ ആവണം. മെറ്റീരിയലിസ്റ്റിക് ഫിലോസഫി ഉണ്ടായാൽ മതി. ഒരു മെറ്റീരിയലിസം എന്നുള്ള ഫിലോസഫിയുടെ അടിസ്ഥാനമുള്ളവനാവണം. അല്ലാതെ ഈ ചപ്പുചവറ് പറയില്ലേ, അത് പറ്റില്ല. കാരണം അയാൾ ബുദ്ധിയിലെ തീർച്ചയല്ലോ. അതല്ല, ഞാൻ പക്ക മെറ്റീരിയലിസ്റ്റിക് ഫിലോസഫർ ഉണ്ടല്ലോ, മതിയല്ലോ, സുഖമാണ്. നമുക്ക് ഏറ്റവും എളുപ്പം ഈ സ്പിരിച്വാലിറ്റിയേക്കാൾ ഏറ്റവും എളുപ്പം മെറ്റീരിയലിസ്റ്റാണ്. എളുപ്പം സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റാതാ. മെറ്റീരിയലിസ്റ്റിക് ഫിലോസഫിയേക്കാളും എളുപ്പത്തിൽ സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റുന്നത് മെറ്റീരിയലിസ്റ്റ് ഫിലോസഫറാണ്. കാരണം മെറ്റീരിയലിസം പഠിച്ചിരിക്കല്ലോ. എന്താണ് മെറ്റീരിയലിസം എന്ന് പഠിച്ചിരിക്കുന്നത്? ദ മാറ്റർ ഈസ് എ സബ്സ്റ്റൻസ്, സ്പിരിറ്റ് ഈസ് ഇൻസിഡന്റൽ എന്ന് അയാൾ പഠിച്ചിരിക്കണം. അത് സ്ഥാപിക്കുന്ന ആൾക്ക് കഴിയണല്ലേ. അപ്പോഴല്ലേ നമുക്ക് ദ സ്പിരിറ്റ് ഈസ് എ സബ്സ്റ്റൻസ്, മാറ്റർ ഈസ് ഇൻസിഡന്റൽ എന്നാക്കുള്ളൂ. ഈ രണ്ട് തമ്മിൽ വ്യത്യാസമില്ല. ഞാൻ നേരത്തെ പറഞ്ഞു, വിശ്വാസിയും അവിശ്വാസിയും തമ്മിൽ വ്യത്യാസമില്ല എന്ന് പറയാൻ കാരണം, ആസ്തികവാദിയും നാസ്തികവാദിയും വ്യത്യാസമില്ല എന്ന് പറയാൻ കാരണം, മെറ്റീരിയലിസ്റ്റിക് എന്ത് പറഞ്ഞു? മെറ്റീരിയലിസ്റ്റ് ഫിലോസഫി എന്ത് പറഞ്ഞു? മാറ്റർ ഈസ് എ സബ്സ്റ്റൻസ്, സ്പിരിറ്റ് ഈസ് ഇൻസിഡന്റൽ ഓർ ആക്സിഡന്റൽ. നമ്മുടെ ആത്മീയവാദം സ്പിരിച്വലിസ്റ്റ് എന്ത് പറഞ്ഞു? സ്പിരിറ്റ് ഈസ് ദ സബ്സ്റ്റൻസ്, മാറ്റർ ഈസ് കമ്മിങ് ആൻഡ് ഗോയിങ്. ഇതെന്താ വ്യത്യാസമുള്ളത്? ഈ രണ്ടിനെയും പ്രൂവ് ചെയ്യണം. മെറ്റീരിയലിസ്റ്റിക് ഫിലോസഫർ അതിനെ പ്രൂവ് ചെയ്യണം. സ്പിരിച്വൽ ഫിലോസഫർ ഇത് പ്രൂവ് ചെയ്യാം. നമ്മളൊക്കെ സ്പിരിച്വാലിറ്റിയുടെ ഭാഗത്ത് നിൽക്കുന്ന ആൾക്കാരല്ലേ, ജ്യോതിഷ വിശ്വാസി നിലയ്ക്ക് ആ സ്പിരിച്വൽ ലൈനിൽ നിൽക്കുന്ന ആൾക്കാരാണ്. സ്പിരിച്വാലിറ്റിയെ പ്രൂവ് ചെയ്യാൻ നമ്മൾ പുറപ്പെടണം. മെറ്റീരിയലിസ്റ്റിക് ഫിലോസഫി വെച്ചുകൊണ്ട് ആർഗ്യണം. ഈ ചപ്പുചവറ് പറയാൻ പറ്റില്ല. ഈ നമ്മൾ ടി വിയിലൊക്കെ കാണുന്നില്ലേ, ഈ അസഭ്യം വിളിച്ച് പറയുന്ന അവര് പറ്റില്ല. നല്ല ബുദ്ധിമാന്മാരായിട്ടുള്ള മെറ്റീരിയലിസം പഠിച്ച ആൾ, അനാലിറ്റിക് മെറ്റീരിയലിസം പഠിച്ച ആളായിരിക്കണം. ഒരു വിഷമവുമില്ല. കാരണം ഇതിന്റെ ബേസിൽ അത് മുഴുവൻ ഉണ്ടല്ലേ, മുഴുവൻ ഇതാണ് വരുന്നത്. ഇവര് പറയുന്ന മെറ്റീരിയലിസമാണ് മുഴുവൻ പറഞ്ഞത്. എന്നാ സ്പിരിച്വാലിറ്റിക് ഫിലോസഫിയുടെ ഫ്ലേവറാണ് മുകളിൽ വരുന്നത്, കണ്ടോ? ബട്ട് ആ ഫ്ലേവറാണ് ഏറ്റവും ശക്തിമത്ത് എന്ന് സ്ഥാപിക്കുകയാണ് സ്പിരിച്വലിസം ചെയ്യുന്നത്. അത് ഭംഗിയായിട്ട് ചെയ്യാലോ, ഒരു സംശയമില്ല, ഒരു വിഷമമില്ല. അത് പിന്നെ അത് പാടില്ല, അത് നിഷേധിക്കാൻ പാടില്ലല്ലോ. ഒരു ഫിലോസഫി നിഷേധിക്കാൻ പാടില്ല. നോ,
ഓരോരുത്തരും ഞാൻ നേരത്തെ പറഞ്ഞു, ആ സ്റ്റാൻഡ് പോയിന്റ് എന്നല്ലേ പറയണത്. അവരവരുടെ ഫിലോസഫി എവിടെ എത്തി നിൽക്കുന്നു ആ സ്റ്റാൻഡ് പോയിന്റ് എന്നാണ് അയാൾ ആർഗ്യ ചെയ്യുന്നത്. നമ്മുടെ വേദാന്തിക് ഫിലോസഫി അതിനൊക്കെ എത്രയോ അവിടത്തെ എത്തിക്കഴിഞ്ഞു. ഇതൊന്നും ഇപ്പൊ പുതുമയല്ല. അവിടെ നമുക്ക് ഒട്ടും പുതുമയല്ല. അത് കേൾക്കുമ്പോ തോന്നുന്നത്. അതിന് കാരണം ഞാൻ പറഞ്ഞറിയോ, ഇവിടെ ഈ ശാസ്ത്രങ്ങളൊക്കെ വളർന്നു വരുമ്പോ 6 ആസ്തിക ദർശനങ്ങൾ ഉണ്ടായിരുന്നു ഭാരതത്തിലെ. സംഖ്യ, യോഗ, ന്യായ, വൈശേഷിക, പൂർവമീമാംസ, ഉത്തരമീമാംസ. 6 സിദ്ധാന്തങ്ങളാണ്, 6 ആസ്തിക ദർശനങ്ങൾ, ഷഡ്ദർശനങ്ങൾ എന്നാണ് പറയാം. ഇതേ സമയത്ത് ദ വെരി സെയിം അതേ സമയത്ത് തന്നെ ചാർവാക, ജൈന, ബൗദ്ധ ദർശനങ്ങള്, സൗത്രാന്തിക ബുദ്ധിസം, വൈഭാഷിക ബുദ്ധിസം, യോഗാചാര ബുദ്ധിസം, മാധ്യമിക ബുദ്ധിസം, 4-6 ഇതേ സമയം ഇവിടെ സംഖ്യ, യോഗ, ന്യായ, വൈശേഷിക, പൂർവമീമാംസ, ഉത്തരമീമാംസ എന്നുള്ള 6 ഷഡ്ദർശനങ്ങൾ ഇങ്ങനെ കൊടികുത്തി വാഴുന്ന കാലത്ത് അതിനോടൊപ്പം അല്ലെങ്കിൽ അതിന് മുമ്പ് തന്നെ ചാർവാക ദർശനം, ജൈന ദർശനം, അതിന് 2 ഇതുണ്ട്. അതിന്റെ 2 ബ്രാഞ്ചുകൾ മാത്രം ചൈന 1. ബൗദ്ധ ദർശനത്തിന് 4 ബ്രാഞ്ച് ഉണ്ട്. അതാണ് സൗത്രാന്തിക ബുദ്ധിസം, വൈഭാഷിക ബുദ്ധിസം, യോഗാചാര ബുദ്ധിസം, മാധ്യമിക ബുദ്ധിസം. 6 ഒപ്പം നടന്നു വന്നതാണ്. ഈക്വൽ ഷഡ്ദർശനങ്ങൾ 2ലും. ഇത് ആസ്തിക ദർശനം, മറ്റ് നാസ്തിക ദർശനം. ഇതാണ് നമ്മൾ നേരെ ആയിട്ടുള്ള 6 ദർശനങ്ങൾ. ഈ 6 ദർശനങ്ങളും പരസ്പര സംഘർഷം ഉണ്ടായിട്ടുള്ളതാണത്. ഇതിനെ മുഴുവൻ അതിജീവിച്ചിട്ടാണ് നമ്മുടെ അദ്വൈതം വന്നിട്ടുള്ളത്. ഇതൊരു തീർച്ചയായിട്ടും അതെ. ഞാനതൊന്ന് അറിയാൻ വേണ്ടിയിട്ട്, കണ്ടുകൊണ്ടിരിക്കുന്നവർക്കൊന്ന് അറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു കാര്യത്തിന് വേണ്ടി ചോദിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ഒറ്റ കാര്യം കൂടി ചോദിച്ചിട്ട് കുട്ടിയേട്ടന്റെ ഒരു ഫൈനൽ അപ്രോച്ചിലേക്ക് കിടക്കാം. ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ. ഈ ജ്യോതിഷം ഇത്രയും വലിയൊരു ശാസ്ത്രശാഖയാവുന്ന സമയത്ത് പ്രധാനപ്പെട്ട ഗ്രന്ഥങ്ങൾ ഉണ്ടാവുമല്ലോ. ഈ ഗ്രന്ഥങ്ങൾ ഏതൊക്കെയാണ്? ഇതിന്റെ സൃഷ്ടാക്കൾ ആരൊക്കെയാണ് ആ ഗ്രന്ഥങ്ങളുടെ? ഞാൻ ലിസ്റ്റ് എടുക്കണം. അങ്ങനെ ഓർമ്മയെടുത്ത് പറയാനൊന്നും പറ്റുന്നില്ല. അത് അയ്യോ പ്രധാനപ്പെട്ട 1-2 പറഞ്ഞാൽ മതി. കാര്യം എല്ലാം കൂടി പറയാൻ പറ്റില്ല എന്ന് എനിക്കും അറിയാം. എന്നാലും അതായത് ഗോളം എന്നുള്ള ഡിവിഷനില് ഭാസ്കരാചാര്യന്റെ ഗോളാധ്യായം, ആര്യഭടന്റെ ആര്യഭടീയം. ഗണിതം എന്നുള്ളതിൽ സിദ്ധാന്ത ശിരോമണി ഭാസ്കരാചാര്യന്റെ ഗണിതാധ്യായം, പഞ്ചസിദ്ധാന്തിക, ഇതൊക്കെ ഭാസ്കരാചാര്യരുടെ. നിമിത്ത വിഷയത്തിൽ വാരാഹി സംഹിത, ജാതക വിഷയത്തിൽ ബൃഹത് സംഹിത പരാശരന്റെ, ബൃഹത് ജാതകം വരാഹവീരന്റെ. പിന്നെ പ്രശ്ന വിഷയത്തിൽ എന്ന് പറഞ്ഞപ്പോഴേക്കും സർവാർത്ഥ ചിന്താമണി, ആര്യാസപ്തതി, ഷഡ്പഞ്ചാശിക, കൃഷ്ണീയം, അനുഷ്ഠാന പദ്ധതി, മാധവീയം, സാരസംഗ്രഹം, ലംബാകം, ആനന്ദസുന്ദരി, ജ്ഞാനദീപിക, പ്രശ്നമാർഗം. ഇത്രയും ഗ്രന്ഥങ്ങള് പ്രശ്ന വിങ്ങില് മാത്രം. മുഹൂർത്ത വിങ്ങില് മുഹൂർത്ത പദവി, മുഹൂർത്ത ഗണപതി, മുഹൂർത്ത ദീപിക, മുഹൂർത്ത ചിന്താമണി, മുഹൂർത്ത തത്വം, മുഹൂർത്ത ദീപകം, മുഹൂർത്ത മാർത്താണ്ഡം, മുഹൂർത്ത മുക്താവലി, മുഹൂർത്ത സിന്ധു, മുഹൂർത്ത മാധവീയം, കാലവിധാനം, കാലാമൃതം, കാലജ്ഞാനം, മുഹൂർത്ത വിചാര സംഗ്രഹം. ഇത്രയും നമ്മുടെ അറിവിൽപ്പെട്ട ഗ്രന്ഥങ്ങളിലാണ് പറഞ്ഞത്. ഗോളം, ഗണിതം, നിമിത്തം, ജാതകം, പ്രശ്നം, മുഹൂർത്തം. ഈ 6 ബ്രാഞ്ചുകളിലുള്ള പ്രചാരത്തിലുള്ളതോ അല്ലെങ്കിൽ പ്രചാരത്തിലായി പോയതായിട്ടുള്ള ഗ്രന്ഥങ്ങളുടെ കഥയാണ് ഈ പറഞ്ഞതൊക്കെ. ഇത്രയും ഗ്രന്ഥങ്ങൾ നമ്മളതിന് ചുരുങ്ങി വന്നിട്ട് ഒരു പ്രശ്നമാർക്കും പോയി മാത്രമായിട്ട് നമ്മുടെ ജ്യോതിഷത്തെ ചുരുക്കി എന്നുള്ളത് മാത്രമാണ് തെറ്റുപറ്റിയത്. ഈ ഗ്രന്ഥങ്ങളൊക്കെ പഠിച്ചോളുന്നല്ല, ഈ ഗ്രന്ഥങ്ങളിലൂടെ ഒക്കെ ഒന്ന് വായിച്ചു പോയെങ്കിലും ചെയ്യേണ്ടതാണ് ഇന്നത്തെ ജ്യോതിഷന്മാര്. ഇത്രയും ഗ്രന്ഥങ്ങളെ എവിടെയാണ് അന്വേഷിച്ച് പിടിച്ച് അതിലൂടെ സഞ്ചരിച്ചു പോവുകയും നോക്കി പോവുകയും ചെയ്യേണ്ടതാണ്. അപ്പോഴാണ് ആ ശാസ്ത്രത്തിന്റെ മഹത്വം നമുക്ക് മനസ്സിലാവുക. ഇതിപ്പോ ഞാൻ ഇതൊന്നല്ലോ. അതെ കുട്ടിയേട്ടാ, ഞാനിപ്പോ ഒരു ഫൈനൽ കൺക്ലൂഷൻ, ബിക്കോസ് കുട്ടിയേട്ടനും ഇപ്പൊ 1.25 മണിക്കൂറായി. സത്യം പറഞ്ഞാൽ നമ്മുടെ ആ പവർ ഫെയിലിയർ ഒരു ചെറിയൊരു പ്രശ്നം ഉണ്ടാക്കുകയും ചെയ്തു. അപ്പോ ഒരു കൺക്ലൂഷൻ എന്നുള്ള രീതിയിൽ ജ്യോതിഷത്തിന്റെ കാലിക പ്രസക്തി എന്താണ്? അത് ജ്യോതിഷികളെ സംബന്ധിച്ചിടത്തോളം, ഈ ജ്യോതിഷം നോക്കാൻ പോകുന്ന വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം, ജ്യോതിഷികളെ സംബന്ധിച്ചിട്ടുള്ള കാര്യം ഇവർക്ക് കൊടുക്കാനുള്ള ഒരു സന്ദേശം ഉണ്ടായിരിക്കും. കാര്യം ഒരുപാട് പേരുടെ ഗുരുസ്ഥാനീയനായിട്ടുള്ള ഒരു വ്യക്തിയാണ് എന്റെ മുന്നിലിരിക്കുന്നത്. അപ്പോ അതൊന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കൺക്ലൂഡ് ചെയ്യാം നമുക്ക്. കാലിക പ്രസക്തി എന്ന് പറയുന്നത്
യഥാർത്ഥത്തില് ഇന്നത്തെ നമ്മൾ ഏത് കാലിക പ്രസക്തി എന്ന് എടുക്കുമ്പോൾ ഏത് സബ്ജക്റ്റും ആ സബ്ജക്റ്റിന്റെ വിഷയീഭവിക്കുന്ന ആൾക്കാരില്ലേ, ആ പൊതുജനത്തെ നമ്മൾ കാണണം. ഈ പൊതുജനത്തെ കാണാതെ ഒരു ശാസ്ത്രവും മുന്നോട്ട് പോകില്ല. കാര്യം പാണ്ഡിത്യം, ശാസ്ത്രം, ഇവരൊക്കെ എന്തൊക്കെയോ കേമത്വം കുറെ പറയാം. എന്ത് കേമത്വങ്ങൾ പറഞ്ഞാലും ശരി, സാധാരണ ലാമാൻ ആംഗിളിലോ സാധാരണ ജനത്തിന്റെ, പൊതുജനത്തിന്റെ അപ്രീഷിയേഷനിലൂടെ മാത്രമാണ് ഏത് ശാസ്ത്രവും വളരുള്ളൂ. ആ പൊതുജന ബുദ്ധിയെ കാലത്തിൽ മനസ്സിലാക്കാതെ നീക്കുന്ന ശാസ്ത്രം എന്നല്ല, ഏത് സിദ്ധാന്തങ്ങളെയും വലിച്ചെറിയാനുള്ള അവകാശവും അധികാരവും പൊതുജനങ്ങൾക്കുണ്ട്. ചരിത്രവും ഉണ്ട് നമ്മുടെ മുന്നിൽ. കഴിഞ്ഞ കാല ചരിത്രം, വലിയ വലിയ സിദ്ധാന്തങ്ങളടക്കം തേച്ചു മാച്ച് കളഞ്ഞിട്ട് ചരിത്രം, ബുദ്ധ നേരത്തെ പറഞ്ഞില്ലേ, ഈ 4 വിങ്ങായിട്ടുള്ള ബുദ്ധിസത്തെ, ജൈനിസത്തെ ഒക്കെ അടിച്ചു മാറ്റിയിട്ടുള്ളത് ആരാ? പൊതുജനങ്ങളാണ്. അല്ലാതെ ശാസ്ത്രജ്ഞന്മാർ തമ്മിൽ വിവാദം കൊണ്ടല്ലാതെ ഉണ്ടായിട്ടുള്ളത് പൊതുജനമാണ്. അപ്പൊ ഇതിന്റെ മുഴുവൻ ഗുണഭോക്താക്കള് പൊതുജനങ്ങളാണെന്നുള്ള ധാരണ ഓരോ ജ്യോതിഷിയും ഉള്ളിലുണ്ടായിരിക്കണം. ആ പൊതുജനത്തെ കണ്ടുകൊണ്ട് മാത്രമേ ഏതൊരു ജ്യോതിഷിയും മുന്നോട്ട് നീക്കൂടൂ. കാരണം ആ പൊതുജനം വിഡ്ഢിയാണ് എന്നുള്ള ധാരണയിൽ പോകുന്നതാണ് ഇതിന് ഏറ്റവും വലിയ ആപത്ത്. ഇതെല്ലാം ഒബ്സർവേഷനിൽ വെച്ചിട്ടുള്ള പൊതുജനമുണ്ടെന്നും ആ പൊതുജനങ്ങളുടെ പ്രതികരണത്തെ ശരിക്കും മാനിച്ചുകൊണ്ടും ബഹുമാനിച്ചുകൊണ്ടും ഒരു ജ്യോതിഷി ശാസ്ത്രത്തെ കൈകാര്യം ചെയ്യുകയാണെങ്കിൽ മാത്രമേ ഈ ശാസ്ത്രത്തിന് നിലനിൽപ്പുണ്ടാവൂ. ഒന്ന്, ആ കൂട്ടത്തിൽ എല്ലാ പാണ്ഡിത്യം തെളിയാൻ ആർക്കും സാധ്യമല്ല. കുറച്ച് പാണ്ഡിത്യമുണ്ട്, കുറച്ച് പാണ്ഡിത്യം ഉണ്ടാവും. ആ പഠിക്കുന്നത് കറ തീർത്ത് പഠിക്കുക, ക്രിസ്റ്റൽ ക്ലിയർ സ്റ്റഡി എന്ന് പറയുന്നത്. ആ കുറച്ച് മതി. 1000 ശ്ലോകം പഠിക്കുന്നതിന് പകരം 10 ശ്ലോകം പഠിച്ചാൽ മതി. പക്ഷെ ആ 10 ശ്ലോകം പഠിക്കുന്നത് ക്രിസ്റ്റൽ ക്ലിയർലി, അതാണ് അതിന്റെ കറ തീർത്തുകൊണ്ട് പഠിച്ച് അത് ഹൃദിസ്ഥമാക്കുക. ഒന്ന്. പിന്നെ അവനവന്റെ ജീവിത വൃത്തി എന്നുള്ള കാര്യം ഒരു പ്രധാന ഘടകമാണ് ജ്യോതിഷിക്ക്. എനിക്ക് ഏറ്റവും ഇന്നത്തെ തലമുറയോട് മുഴുവൻ പറയാനുള്ള അതാണ്. എല്ലാ ജോലികളെ പോലെയല്ല ജ്യോതിഷം. ഈ ധർമ്മശാസ്ത്രം കൈകാര്യം ചെയ്യുന്നവരുടെ പ്രൈവറ്റ് ലൈഫും പബ്ലിക് ലൈഫും തമ്മിൽ അഭേദ്യമായിട്ടുള്ള ബന്ധമുണ്ട്. എന്ന് വെച്ചാൽ ഒരു പഞ്ചായത്ത് ഓഫീസ് ക്ലർക്ക് ആണെങ്കിൽ കിട്ടെ, ആ പഞ്ചായത്ത് ഓഫീസ് ക്ലർക്കിന് അയാളുടെ കയ്യിൽ വരുന്ന ഫയലുകളും അവിടെ ഇരുന്ന് പ്രവൃത്തി മാത്രം നന്നായാൽ മതി. ആ പഞ്ചായത്ത് ഓഫീസിൽ നിന്ന് ഇറങ്ങിയിട്ട് അയാൾ എങ്ങനെ വേണം നടക്കാലത്ത്, എങ്ങനെ വേണം ജീവിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. ആരും ചോദിക്കില്ല. അത് അയാളുടെ ഫയല് അയാളുടെ കൈകാര്യം ശരിയാകുന്ന നോക്കാൻ മാത്രമേ ഉള്ളൂ. പക്ഷെ നേരെ മറിച്ച് ഈ ധർമ്മശാസ്ത്രങ്ങളിലൂടെ സഞ്ചരിക്കുന്ന ഈ ജ്യോതിഷി, ഒരു വൈദ്യനാവട്ടെ, ഒരു വൈദ്യൻ, ഒരു അധ്യാപകൻ, ഇതൊക്കെ അതിൽ വരും. ഒരു അധ്യാപകൻ വൃത്തി, അധ്യാപകന് സാധിക്കുമോ? അത് സ്കൂളിൽ നിന്ന് ഇറങ്ങിയാൽ എന്തു ആവാൻ പറ്റുമോ? അവിടെ വിളിച്ചു നടക്കാൻ പറ്റുമോ? നോ. അയാളുടെ പ്രൈവറ്റ് ലൈഫ്, അയാൾ ചെയ്യുന്ന ഡ്രസ്സിങ് മുതലുള്ള എല്ലാ കാര്യങ്ങളും ഈ കുട്ടികളുടെ ശ്രദ്ധയപ്പെടുന്നതാണ് ഒരു അധ്യാപകന്. കണ്ടോ? അത് ഇൻഡയറക്റ്റ് ഒരു കടപ്പാടുണ്ട് അവർക്ക്, ഒരു കമ്മിറ്റ്മെന്റ് ഉണ്ട് ഈ സ്റ്റുഡൻസിനോട്. കണ്ടോ? സമൂഹത്തോടുണ്ട് അധ്യാപകൻ. കണ്ടോ? ഇതുപോലൊരാളാണ് ജ്യോതിഷി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇപ്പൊ ജ്യോതിഷി ഒരു മാതൃകയാവണം ലൈഫ് കൊണ്ട്. ആ ക്ലീൻ ലൈഫ് എന്ന് പറയില്ല നമ്മള്, പരിശുദ്ധ ജീവിതം. അത് വലിയ മഹാനൊന്നും ആവേണ്ടതിന് അവനവൻ പോണ്ട പന്ഥാവിൽ തെറ്റി നടക്കാത്ത രൂപത്തിൽ പരമാവധി വൃത്തിയാക്കി കൊണ്ടുപോകണം എല്ലാ തരത്തിലും. രഹസ്യ ജീവിതവും പരസ്യ ജീവിതവും എല്ലാം. ഞാൻ പറഞ്ഞ എല്ലാം എന്ന് പറഞ്ഞാൽ എല്ലാം വിട്ടുവരും. ഇതാണ് ജ്യോതിഷി ചെയ്യേണ്ട ശരിക്കും. അതാണ് വേദാധ്യായ ഈ വിനീതം എന്ന് ഞാൻ ആദ്യം പറഞ്ഞ സാരതാണ്. ഇതൊക്കെ ഉണ്ട്, പാണ്ഡിത്യം ഉണ്ട്, ശരിയാ. ഈ വൃത്തി മോശമായാൽ പൊതുജനം ചോദ്യം ചെയ്യും. അതിന്റെ ആ പരിണത ഫലം ശാസ്ത്രം അനുഭവിക്കുക. സങ്കടം എന്താ വെച്ച് കഴിഞ്ഞാല് ഈ നമ്മൾ ഓർത്ത എന്തെങ്കിലും തെറ്റിന് പഴി കേൾക്കുന്നത് ഈ ജ്യോതിശാസ്ത്രമാണ്. അതാണ് അവിടുത്തെ ഏറ്റവും വലിയ അപരാധം. ഞാനാണ് ആ ശാസ്ത്രത്തിന്, ശുദ്ധമായിട്ടുള്ള ശാസ്ത്രത്തിനെ പഴി കേൾപ്പിച്ച ആൾ ഞാനാണ്, അതിന്റെ ഉത്തരവാദി ഞാനാണ്, എന്റെ കുറ്റമാണത്. കണ്ടോ? ആ ഒരു ധാരണ എപ്പോഴും ഉണ്ടാവുക. ഞാൻ ഈ ചെയ്യുന്നത് എന്റെ കാരണവന്മാരുടെയും അതിലൊക്കെ ഒരു കാരണവന്മാരെയും മാറ്റി വെക്കാം. ഈ ശാസ്ത്രത്തെ, ഇത്രയും പരിശുദ്ധമായിട്ടുള്ള ഋഷിപ്രോക്തമായിട്ടുള്ള ശാസ്ത്രത്തിന് അപവാദമായി തീരുമെന്നുള്ള ഭയവും ഭക്തിയും ഉള്ളിൽ വെച്ചുകൊണ്ട് വേണം ജ്യോതിഷി ഈ സമൂഹത്തിൽ ജീവിക്കാൻ. സംശയിക്കേണ്ടതില്ല. അത് ഏറ്റവും പ്രധാന ഘടകം. വേണമെങ്കിൽ അത് തന്നെ ഉണ്ടായാൽ മതി എന്നാണ് എനിക്ക് തോന്നുന്നത്. ദൈവാധീനവും അനുഗ്രഹവും തന്നെ ഉണ്ടാവും ചെയ്യും. അയാൾ വിചാരിച്ച് പറഞ്ഞു ഫലിക്കുക, അതൊക്കെ വേണ്ടത്. ജ്യോതിഷി പ്രവചിച്ചത് ഫലിക്കലേ വേണ്ടത്. ആ കാര്യം അത് ശാസ്ത്രം ഉണ്ടായിട്ടാണോ അല്ല നോക്കേണ്ട ആവശ്യമില്ല. എങ്ങനെയും വേണ്ടില്ലല്ലോ. ശാസ്ത്രം ഉണ്ടായാൽ ഭംഗിയായി, ശാസ്ത്രം ഇല്ലെങ്കിൽ അങ്ങനെ. എങ്കിൽ അതിന് സാധിക്കണമെങ്കിൽ ഈ ഒരു വൃത്തി എന്നുള്ള കാര്യം, വൃത്തി എന്ന കാര്യം യാതൊരു സംശയമില്ല. അവനെന്റെ വൃത്തി ഞാൻ പറഞ്ഞ ക്ലീൻ അർത്ഥത്തിലല്ല ഞാൻ പറഞ്ഞത്, ലൈഫിന്റെ വൃത്തി. ആ ജീവിത ചിട്ടകളും അത് ഈശ്വര ഭജനവും ഈശ്വര വിശ്വാസവുമായിട്ടുള്ള ആ രീതിയിൽ പോയാൽ മതി. ഗുരുജനങ്ങളെ വന്ദിച്ചുകൊണ്ടും. ശാസ്ത്രത്തെ ആണ് ഞാൻ കൈകാര്യം ചെയ്യുന്നത്. ഇത്രയും മഹത്തായ ശാസ്ത്രം എൻ്റെ കയ്യിൽ തന്നിട്ടുള്ളത്. അതിന് കേട് വരാതിരിക്കാൻ
ഞാൻ ശ്രദ്ധിക്കണം, ആ ചുമതല എനിക്കാണെന്ന ബോധത്തോടു കൂടി മുന്നോട്ട് പോയാൽ അബദ്ധമില്ല, അതില് നന്നാവും ചെയ്യും, എല്ലാവരും നന്നാവും, സംശയിക്കണ്ട. നന്നാവാത്തതില്ല എന്നാ പറയാം. എന്നെ പഠിപ്പിച്ചിട്ടുള്ള അങ്ങനെ ജോലിസ്ഥലത്ത് എന്റെ ഗുരുനാഥനെ പറയാം. എന്റെ ഗുരുനാഥ് ബാലമാമയാണ്, കടുകൂട് ബാലമാമേ. അദ്ദേഹത്തെ ക്ലാസ്സിൽ എത്ര കുട്ടികളുണ്ടെങ്കിൽ ശരി, ഒരാളും മോശക്കാരില്ല എന്നാണ് അദ്ദേഹത്തിന്റെ അഭിപ്രായം. ഒരാളും മോശക്കാരില്ല, എല്ലാവരും ബുദ്ധിമാന്മാരാ പറയും. ഒരാൾക്ക് ഒരു പ്രാവശ്യം പണിയെടുത്താൽ മനസ്സിലാവും, മറ്റാൾക്ക് അത് 10 പ്രാവശ്യം വേണം, വേറൊരാൾക്ക് 20 പ്രാവശ്യം വേണം. ഇത്രേ വ്യത്യാസമുള്ളൂ. അത് ചെയ്താൽ പോരെ അധ്യാപകൻ. അപ്പൊ പിന്നെ എല്ലാവരും ഒരുപോലെ ആവില്ല എന്നാണ് അദ്ദേഹത്തിന്റെ ചോദ്യം ഉണ്ടായിരുന്നത്. അല്ലെ അദ്ദേഹത്തിന്റെ ക്ലാസ്സിൽ ഒരു കുട്ടി, ബാലമാമ ക്ലാസ് ഒരു കുട്ടിയെ പറ്റി അദ്ദേഹം മോശം പറയില്ല. അത് അവൻ കുറച്ച് ഒന്നുകൂടി 10 പ്രാവശ്യം കൂടി പറഞ്ഞു കൊടുത്താലേ മനസ്സിലാവുള്ളൂ. ഓക്കെ, അവന്റെ ബുദ്ധി അതാണ്, ആ നിലവാരമാണ്. അപ്പൊ എനിക്ക് 10 പ്രാവശ്യം അധ്യാപനം കൊടുക്കുക, ഇയാൾക്ക് 1 പ്രാവശ്യം വേണം ദാദപതി. അപ്പൊ ഇവരാരും മോശക്കാരില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. എന്നാൽ ഇന്നുള്ള ജ്യോത്സ്യന്മാരിൽ ആരും മോശക്കാരില്ല, എല്ലാവരും പ്രാപ്തരാണ്. വേണമെങ്കിൽ കുറേയും കൂടി ശാസ്ത്ര പാഠത്തിന് കഴിഞ്ഞ തലമുറയേക്കാൾ അധികം മുന്നോട്ട് വന്നിട്ടുള്ള ഈ തലമുറ കേട്ടോ, അതുകൂടി മനസ്സിലാക്കണം നമ്മൾ. ഇന്നത്തെ കുട്ടികൾക്ക് അങ്ങനൊരു ഓപ്പർച്യൂണിറ്റി കൂടി ഉണ്ട്. കഴിഞ്ഞ തലമുറക്കാർക്ക് മറ്റുള്ള വിദ്യാഭ്യാസം കുറവായതുകൊണ്ട് കുറച്ചുകൂടി ലാംഗ്വേജിന്റെ പല പ്രശ്നങ്ങളുണ്ടായിരുന്നു. ഇന്നത്തെ കുട്ടികൾക്ക് അതല്ല, ലാംഗ്വേജിന്റെ പ്രശ്നമില്ല, ശാസ്ത്രമായിട്ട് സയൻസ് ആയിട്ടുള്ള ബന്ധം, ഇതെല്ലാത്തിനും ബന്ധം ഉണ്ട് അവർക്കൊക്കെ. അങ്ങനെ വരുമ്പോൾ അവരുടെ ബുദ്ധി പാകപ്പെട്ടിട്ടുണ്ടാവും. അവർ ഈ ജ്യോതിഷത്തെ കൈകാര്യം ചെയ്യുമ്പോൾ കൂടുതൽ ഭംഗിയാവുന്ന എൻ്റെ അഭിപ്രായം കുറച്ചുകൂടി. അപ്പൊ അതെല്ലാവരും ശ്രദ്ധിക്കുക, അതെനിക്ക് പറയാനുള്ള എല്ലാവരോടും. പഠിക്കുക. അപ്പൊ ഇത്തരത്തിലുള്ള വലിയൊരു ശാസ്ത്രശാഖ, സത്യത്തിൽ ഞാൻ ഇത് തുടങ്ങുന്ന സമയത്ത് ഇത്രയ്ക്കും വലിയൊരു ശാസ്ത്രശാഖ എന്ന് സാധാരണക്കാരനായി എനിക്ക് അറിയണ്ടായിരുന്നില്ല. എന്തായാലും ഇതിന്റെ ഒരു യൂണിവേഴ്സിറ്റി എന്നുള്ള രീതിയിൽ തന്നെ ഭാരതത്തിൽ ഉണ്ടാവട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. വലിയൊരു യൂണിവേഴ്സിറ്റി തന്നെ, ഇത്തരത്തിലുള്ള ജ്യോതിഷ പഠനത്തിന് വേണ്ടിയിട്ടുള്ള ഒരു യൂണിവേഴ്സിറ്റി. എന്തായാലും ഭാരതം ഭരിക്കുന്ന ആളുകൾക്ക് അത്തരത്തിലുള്ള ഒരു കാഴ്ചശക്തിയുള്ള ആളുകളാണ് ഇപ്പൊ ഭരിക്കുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ അവരുടെ മുന്നിലേക്ക് ഈ കാര്യം എത്തുകയും അത് ഒരു വലിയൊരു യൂണിവേഴ്സിറ്റി, ഇപ്പൊ നമ്മുടെ സാൻസ്ക്രിറ്റ് യൂണിവേഴ്സിറ്റി എന്ന് പറയുന്ന രീതിയിൽ തന്നെ ജ്യോതിഷ പഠനത്തിന് വേണ്ടിയിട്ടുള്ള ഒരു യൂണിവേഴ്സിറ്റി ഉണ്ടാവട്ടെ എന്ന് എനിക്ക് എപ്പോഴെങ്കിലും ഒരു അവസരം എവിടെയെങ്കിലും ഒക്കെ കിട്ടുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് പറയാൻ പറ്റുന്ന ആളുകളുടെ മുന്നിലേക്ക് എത്തിക്കും. താങ്കളെപ്പോലുള്ള ഒരുപാട് മഹാന്മാരുടെ ഗുരുക്കന്മാരായിട്ടുള്ള ആളുകളുടെ ഈ പഠനവും അതിന്റെ വിവരവും അതിന്റെ നോളജും ആളുകൾക്ക് പകർന്നു നൽകാനുള്ള അവസരങ്ങൾ നഷ്ടപ്പെടാതെ വരും തലമുറയ്ക്ക് ഇത്രയ്ക്കും വലിയൊരു ശാസ്ത്രശാഖയുടെ ശിഖരങ്ങൾ അവർക്കും കൂടി പകർന്നു നൽകാൻ സാധിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എനിക്ക് ഒരു ഗുരുവായ താങ്കളെ വണങ്ങിക്കൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. സന്തോഷം.